Chapter 16, Caro 2020. ഏറ്റവും പുതിയൊരു ചാപ്റ്ററിലേക്കാണ് പോണത്. ശ്രദ്ധിക്കുക, കാരോ നമ്മള് കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 143 സബ്സെക്ഷൻ 11 ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു ഭാഗം മറ്റൊരു ചാപ്റ്ററിൽ പഠിക്കും. റിപ്പോർട്ടിംഗ് അണ്ടർ കാരോ. കാരോ എന്ന് പറഞ്ഞാൽ കമ്പനീസ് ഓഡിറ്റ് റിപ്പോർട്ട് ഓർഡർ 2020. കമ്പനീസ് ഓഡിറ്റ് റിപ്പോർട്ട് ഓർഡർ 2020. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഭാഗമാണ്, കമ്പനി ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഭാഗമാണ് company's audit report order. So this is an order to be complied by the auditor. This is an order to be complied by the auditor. എന്താ ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. So company's audit report order 2020. കഴിഞ്ഞ എക്സാം ആയി, കഴിഞ്ഞ മുമ്പത്തെ എക്സാം ഒക്കെ വരെ 16 ആയിരുന്നു, 2016 ആയിരുന്നു, അവന്റെ 2020 ആയി. ഇതിൽ ഏതാണ്ട് 21ഓളം പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ 143 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള ഇൻക്വയറി പഠിച്ചിരുന്നു അല്ലെ. അതേപോലെ തന്നെ ഇതിൽ ഈ പറയുന്ന 21 പോയിന്റ്സ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് അത് റിപ്പോർട്ട് ചെയ്യണം. ഇത് ക്ലിയർ ആവണ്ടേ? ഈ ഒരു പ്രത്യേകത, ഇത് ഓർഡർ എന്നാണ് പറഞ്ഞല്ലോ. സോ ഇറ്റ് ഈസ് ടു ബി കംപ്ലൈഡ് ബൈ ഓഡിറ്റർ. അതിന്റെ പ്രത്യേകത 143(1) നമ്മൾ പറഞ്ഞിരുന്നത് അത് ചെക്ക് ചെയ്ത് നെഗറ്റീവ് കമന്റ്സ് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. പോസിറ്റീവ് കമന്റ്സ് ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് പറഞ്ഞ 143 സബ്സെക്ഷൻ 1 പ്രകാരം ഇൻക്വയറി അല്ലെ. പക്ഷെ ഇത് ഓർഡർ കൊണ്ട് 143(11) ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇത് എന്തായാലും ചെക്ക് ചെയ്യണം. ഇത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആവുന്ന രീതിയിൽ റീസൺസ് അടക്കം പറയണം. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് അപ്ലിക്കബിൾ ആണെങ്കിൽ അപ്ലിക്കബിൾ അല്ല എന്ന് എന്ത് ചെയ്യണം പറയണം. അങ്ങനെ 21 ക്ലോസസ് നമ്മൾക്ക് എന്ത് ചെയ്യാണ്ട് ഡീൽ ചെയ്യാണ്ട് കാരോ 2020. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം ക്ലിയർ ആവല്ലേ? ഒന്ന് മനസ്സിലാക്കാം. 143(1) 143(11) നമ്മൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ തുടക്കം തന്നെ പറഞ്ഞത്. 143(1) പ്രകാരം 5 പോയിന്റ് ചെക്ക് ചെയ്തു നമ്മള്. ആ 5 പോയിന്റ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ, നെഗറ്റീവ് കമന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണിക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് ഓർഡർ ആയതുകൊണ്ട്, കമ്പനീസ് ഓഡിറ്റ് റിപ്പോർട്ട് ഓർഡർ ആയതുകൊണ്ട് ഇത് ഓഡിറ്റർ എന്തായാലും എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു മനസ്സിലാവില്ലേ? ഇത് ചെക്ക് ചെയ്തിട്ട് പോസിറ്റീവ് കമന്റ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ട് കൊടുക്കണം, നെഗറ്റീവ് കമന്റ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ട് കൊടുക്കണം. ഇത് അപ്ലിക്കബിൾ ഉണ്ടെങ്കിൽ അപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പൊ ഇനി കാരോന്റെ വാക്ക് കിടക്കാം. ശ്രദ്ധിച്ചോളൂ. ആദ്യം അറിയേണ്ട ഈ കാരോ, ഈ ഓർഡർ ആരൊക്കെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇതന്നെ നമുക്ക് MCQ ആയിട്ട് ചോദിക്കാം. ക്ലിയർ ആണല്ലേ? MCQ ആയിട്ട് ചോദിക്കാം, 3 മാർക്സും ചോദിക്കാം, 4 മാർക്സും ചോദിക്കാം, ട്രൂ ഓർ ഫോൾസ് ആയിട്ട് ചോദിക്കാം. ഈ അപ്ലിക്കബിലിറ്റി തന്നെ തനിച്ച് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. 21 ക്ലോസിന്റെ അങ്ങനത്തെ എക്സാം വരാറുണ്ട്. ചിലപ്പോൾ അപ്ലിക്കബിലിറ്റി മാത്രം ചോദിക്കാം, പ്രോസസ് ഒന്നും ഇല്ല. ക്ലിയർ ആവുണ്ടല്ലേ? സോ അപ്ലിക്കബിലിറ്റി ഓഫ് കാരോ. ശ്രദ്ധിച്ചോളാം. ഇവിടെ ആദ്യത്തെ വാചകം ഞാൻ ജസ്റ്റ് വായിക്കുന്നുണ്ട്. കമ്പനീസ് ഓഡിറ്റ് റിപ്പോർട്ട് ഓർഡർ 2020 is an additional reporting requirement order. ഞാൻ പറഞ്ഞു ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഇതിന് പുറമെ അഡീഷണൽ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് ആണ് കാരോ എന്നുള്ളത്. ഇനി ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ശ്രദ്ധിച്ചോളാം. പബ്ലിക് കമ്പനിക്ക് എന്തായാലും അപ്ലിക്കബിൾ, അത് ലിസ്റ്റഡ് ആയിക്കോട്ടെ അൺലിസ്റ്റഡ് ആയിക്കോട്ടെ. ഈവൺ ഇഫ് ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഓർ അൺലിസ്റ്റഡ്, പബ്ലിക് കമ്പനിക്ക് അത് അപ്ലിക്കബിൾ ആണ്. ഫോറിൻ കമ്പനീസിനും അപ്ലിക്കബിൾ ആണ്. അപ്പൊ ആർക്കൊക്കെ പബ്ലിക് കമ്പനിക്ക് അപ്ലിക്കബിൾ ആണ്, ലിസ്റ്റഡ് ആയിക്കോട്ടെ അൺലിസ്റ്റഡ് ആയിക്കോട്ടെ. ഫോറിൻ കമ്പനീസിന് അപ്ലിക്കബിൾ ആണെങ്കിൽ ഫോറിൻ കമ്പനിയുടെ അവിടെ ഞാൻ ട്രൂ ഓർ ഫോൾസ് എഴുതി വെക്കണം. കാരണം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാം. Whether Caro is applicable for foreign company, അല്ലെങ്കിൽ Caro is applicable for foreign company as well, for true or false and ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഫോറിൻ കമ്പനിക്ക് അപ്ലിക്കബിൾ ആണ്. Then ഏറ്റവും അടിയിലെടുക്കുക, ശ്രദ്ധിക്കുക, ഏറ്റവും അടിയിലെടുക്കുക പ്രൈവറ്റ് കമ്പനി വിച്ച് ഇസ് എ സബ്സിഡറി ഓർ ഹോൾഡിംഗ് ഓർ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനിയുടെ സബ്സിഡറിയോ പബ്ലിക് കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനി ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനിക്കും കാരോ അപ്ലിക്കബിൾ ആണ്. അപ്പൊ 1, 2, 3 ഇത് ക്ലിയർ ആവുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താ പറഞ്ഞ പബ്ലിക് കമ്പനി ലിസ്റ്റഡ് ആയിക്കോട്ടെ അൺലിസ്റ്റഡ് ആയിക്കോട്ടെ അപ്ലിക്കബിൾ ആണ്. ഫോറിൻ കമ്പനിക്ക് അപ്ലിക്കബിൾ ആണ്. ദെൻ പ്രൈവറ്റ് കമ്പനി വിച്ച് ഇസ് എ സബ്സിഡറി ഓഫ് പബ്ലിക് കമ്പനി ഓർ ഹോൾഡിംഗ് കമ്പനി ഓഫ് പബ്ലിക് കമ്പനി അവർക്കും അപ്ലിക്കബിൾ ആണ്. ആൻഡ് ദ ബ്രാഞ്ചസ് ഓഫ് എബവ്, ഇവരൊക്കെ ബ്രാഞ്ചസിന് എന്തായിരിക്കും അപ്ലിക്കബിൾ ആയിരിക്കും. ഇവിടെ റഫർ പോയിന്റ് 6 ബിലോ നമുക്ക് പിന്നെ നോക്കാം കേട്ടോ. സോ ഇവരൊക്കെ ബ്രാഞ്ചസിന് എന്തായിരിക്കും അപ്ലിക്കബിൾ ആയിരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ പബ്ലിക് കമ്പനി ലിസ്റ്റഡ് ആയിക്കോട്ടെ അൺലിസ്റ്റഡ് ആയിക്കോട്ടെ, ഫോറിൻ കമ്പനി, then private company which is a holding or subsidiary of a public company, then branches, ഇതിനൊക്കെ എന്താ അപ്ലിക്കബിൾ ആയിരിക്കും, കാരോ അപ്ലിക്കബിൾ ആയിരിക്കും. ഇത് ക്ലിയർ ആയോ? ഇവരൊക്കെ ബ്രാഞ്ചസിന് അപ്ലിക്കബിൾ ആയിരിക്കും. ഇനി ആർക്കൊക്കെ അപ്ലിക്കബിൾ അല്ലാത്ത, ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഞാൻ പറഞ്ഞതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്ലിക്കബിൾ അല്ലാത്ത ബാങ്കിങ് കമ്പനിക്ക് കാരോ അപ്ലിക്കബിൾ അല്ല, ഇൻഷുറൻസ് കമ്പനിക്ക് കാരോ അപ്ലിക്കബിൾ അല്ല, സെക്ഷൻ 8 കമ്പനിക്ക് കാരോ അപ്ലിക്കബിൾ അല്ല, 1% കമ്പനിക്ക് കാരോ അപ്ലിക്കബിൾ അല്ല, സ്മോൾ കമ്പനിക്കും കാരോ അപ്ലിക്കബിൾ അല്ല. ഈ ഒരു പോയിന്റ് കൊണ്ട് അതോടെ കിടക്കട്ടെ കേട്ടോ. സോ ബാങ്കിങ് കമ്പനിക്ക് കാരോ അപ്ലിക്കബിൾ അല്ല, ഇൻഷുറൻസ് കമ്പനിക്ക് കാരോ അപ്ലിക്കബിൾ അല്ല, സെക്ഷൻ 8 കമ്പനീസിന് കാരോ അപ്ലിക്കബിൾ അല്ല, 1% കമ്പനിക്ക് കാരോ അപ്ലിക്കബിൾ അല്ല, സ്മോൾ കമ്പനിക്ക് കാരോ അപ്ലിക്കബിൾ അല്ല. ഒരു പോയിന്റ് കൂടി
private company other than the mentioned above. ഏത് other than mentioned above എന്ന് പറഞ്ഞതാ ഈ സാധനം. Other than mentioned a private company which is a holding or subsidiary of public company. അവർക്ക് എന്തായാലും applicable ആണ്. പിന്നെ അതല്ലാത്ത പ്രൈവറ്റ് കമ്പനിക്ക് applicable അല്ല. പക്ഷെ അതിന് ചില കണ്ടീഷൻസ് പറയാണ്ട്. applicability വരാതിരിക്കാൻ ചില കണ്ടീഷൻസ് ഉണ്ട്. subject to conditions. അതാണ് സി നോട്ട് ബിലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. സി നോട്ട് ബിലോ കണ്ടീഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ക്ലിയർ ആണ് അല്ലേ? സോ ബാങ്കിങ് കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല, ഇൻഷുറൻസ് കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല, സെക്ഷൻ 8 കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല, വൺ പേഴ്സൺ കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല, സ്മോൾ കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല, പ്രൈവറ്റ് കമ്പനി അതർ ദാൻ അല്ലെ എ പ്രൈവറ്റ് കമ്പനി വിച്ച് ഈസ് എ ഹോൾഡിംഗ് ഓർ സബ്സിഡിയറി ഓഫ് പബ്ലിക് കമ്പനി അല്ലാത്ത പ്രൈവറ്റ് കമ്പനി അപ്ലിക്കബിൾ അല്ല. പക്ഷെ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാണ്ട് സബ്ജക്ട് ടു സെർട്ടൻ കണ്ടീഷൻസ്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നോൺ അപ്ലിക്കബിലിറ്റി വരുള്ളൂ. ശ്രദ്ധിക്കുക, പലപ്പോഴും അപ്ലിക്കബിൾ ആവാനുള്ള കണ്ടീഷൻസ് ആണ് സാധാരണ നമ്മൾ മെൻഷൻ ചെയ്യാറ്. ബട്ട് അപ്ലിക്കബിൾ ആവാതിരിക്കാനുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. സോ പ്രൈവറ്റ് കമ്പനി അതർ ദാൻ ഹോൾഡിംഗ് ഓർ സബ്സിഡിയറി ഓഫ് എ പബ്ലിക് കമ്പനിക്ക് കാരോ അപ്ലിക്കബിൾ അല്ല, സബ്ജക്ട് ടു സെർട്ടൻ കണ്ടീഷൻസ്. അത് ഏതാ കണ്ടീഷൻ? ഇനി അത് മാത്രം 3 മാർക്കിന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാറുണ്ട്. കണ്ടീഷൻസ് ഫോർ നോൺ അപ്ലിക്കബിലിറ്റി ഓഫ് കാരോ ഇൻ ദ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി അതർ ദാൻ ദ സബ്സിഡിയറി ഓർ ഹോൾഡിംഗ് ഓഫ് എ പബ്ലിക് കമ്പനി. ഇത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? അത് ഏതൊക്കെയാ കണ്ടീഷൻ നോക്കാം. ഈ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പൊ ഈ 3 കണ്ടീഷൻസ് ഏതൊക്കെയാ നോക്കാം, ശ്രദ്ധിച്ചോളൂ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 crore ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ വളരെ വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് 1 കോടിയോ അതിന് താഴെയോ എക്സീഡിംഗ് എന്നല്ല പറഞ്ഞത്. അപ്പൊ ഈക്വൽ ടു അതിന് കുഴപ്പമില്ല. 1 കോടിയോ അതിന് താഴെ ആയിരിക്കണം എന്ന ആസ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ബാലൻസ് ഷീറ്റ് ഡേറ്റിന് 1 കോടിയോ അതിന് താഴെ ആയിരിക്കണം. അപ്പൊ ആദ്യത്തെ പോയിന്റ് ആയി. സോ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് 1 കോടിയോ അതിന് താഴെ ആയിരിക്കണം ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ഇത് ക്ലിയർ ആവുന്നുണ്ടോ അല്ലെ? ബാലൻസ് ഷീറ്റ് ഡേറ്റിനാണ് പറയുന്നത്. പ്ലസ് അടുത്ത കണ്ടീഷൻ, total borrowings from banks and financial institutions. Bank and the financial institution alla total borrowings അതും less than equal to 1 crore ആയിരിക്കണം. എപ്പോ? at all points of time during the year. ശ്രദ്ധിക്കുക, at all points of time during the year. ആ വർഷത്തിലെ ഏത് പോയിന്റ് നോക്കിയാലും, ഏത് ദിവസം എടുത്താലും, ഏത് സമയത്ത് എടുത്താലും 1 കോടിയോ അതിന് താഴെ ആയിരിക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. മേ ബി 31/3 1 കോടിക്ക് താഴെ ആയിരിക്കാം. 31/3 അല്ല നോക്കണത്, ഏത് സമയത്ത് എടുത്താലും 1 കോടിയോ അതിന് താഴെ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ 50 ലക്ഷമാണ് ഉണ്ടായിരുന്ന ലോൺ എന്ന് വിചാരിക്കുക. ഞാൻ ഒരു 2 കോടി ലോൺ എടുത്തു ഒരു 1 ഒക്ടോബറിന്. അപ്പൊ എന്തായാലും 2 കോടി 50 ലക്ഷം ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലെ? പക്ഷെ 31/3 ആകുമ്പോൾ 1 കോടി അല്ല 2 കോടി തിരിച്ചടച്ചു. അപ്പൊ വീണ്ടും 50 ലക്ഷമായിട്ട് മാറി. അപ്പൊ 31/3 നോക്കുമ്പോൾ 1 കോടിക്ക് താഴെ അല്ലെ? അങ്ങനെയല്ല നോക്കേണ്ടത്. ആ വർഷത്തിൽ ഏത് പോയിന്റ് എടുത്താലും 1 കോടിക്ക് താഴെ ആയിരിക്കണം, 1 കോടിയോ അതിന് താഴെ ആയിരിക്കണം. സ്ലൈറ്റിൽ ഏതെങ്കിലും പോയിന്റ് മേലെ കയറി കഴിഞ്ഞാൽ അപ്പൊ ആ കണ്ടീഷൻ വയലേറ്റഡ് ആയി. ഇത് ക്ലിയർ ആയല്ലേ? സോ ടോട്ടൽ ബോറോയിങ്സ് ഫ്രം ബാങ്ക്സ് ഓർ എനി അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലെസ് ദാൻ ഈക്വൽ ടു 1 crore അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് ടൈം ഡ്യൂറിംഗ് ദ ഇയർ. കഴിഞ്ഞില്ല? പ്ലസ് ടോട്ടൽ ടേൺ ഓവർ കാൽക്കുലേറ്റഡ് ആസ് പെർ ഷെഡ്യൂൾ 3. അപ്പം ബാലൻസ് ഷീറ്റ് എടുക്കുക, ഷെഡ്യൂൾ 3 പ്രകാരമുള്ള ടോട്ടൽ ടേൺ ഓവർ including revenue from discontinuing operation. എന്താ discontinuing operation? സ്റ്റാൻഡേർഡ് പഠിക്കാൻ AS 24. അതായത് നമ്മളെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഓപ്പറേഷൻസ്. അതൊരു പ്രൊഡക്റ്റ് ആയിരിക്കാം, അതൊരു ആക്ടിവിറ്റി ആയിരിക്കാം, അതിനുള്ള റവന്യൂ അടക്കം. അപ്പൊ കണ്ടിന്യൂ ചെയ്യുന്ന ഓപ്പറേഷനും ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓപ്പറേഷനുള്ള റവന്യൂ അടക്കം ഷെഡ്യൂൾ 3 കാണിച്ചിട്ടുള്ള ഫിഗർ 10 കോടിക്കോ അതിന് താഴെയാണെങ്കിൽ ആസ് പെർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അങ്ങനെയാണെങ്കിൽ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കാരോ അപ്ലിക്കബിൾ അല്ല. ഇത് ക്ലിയർ ആണല്ലേ? അപ്പൊ എന്താ പറഞ്ഞ കാരോ അപ്ലിക്കബിൾ? ഓൾറെഡി പ്രൈവറ്റ് കമ്പനി വിച്ച് ഈസ് എ ഹോൾഡിംഗ് ഓർ സബ്സിഡിയറി ഓഫ് എ പബ്ലിക് കമ്പനി, കാരോ എന്തായാലും അപ്ലിക്കബിൾ. അതല്ലാത്ത പ്രൈവറ്റ് കമ്പനി ഉദ്ദേശിക്കുന്നത് അത് ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഒന്ന് എന്താ? പെയ്ഡ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് 1 കോടി അതിന് താഴെ ആയിരിക്കണം ആസ് ഓൺ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഡേറ്റ് നോക്കിയാൽ മതി. ദെൻ രണ്ടാമത്തെ ലോൺസ് ആൻഡ് ബോറോയിങ്സ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്ക്സും അതൊക്കെ 1 കോടിയോ താഴെ ആയിരിക്കണം അറ്റ് ഓൾ പോയിന്റ് ഓഫ് ടൈം ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ. മൂന്നാമത്തെ പോയിന്റ് ടേൺ ഓവർ ആസ് പെർ ഷെഡ്യൂൾ 3. ഷെഡ്യൂൾ 3 ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാണ്ട് ബുക്സിലില്ല. ഷെഡ്യൂൾ 3 പ്രകാരം ടേൺ ഓവർ ഇൻക്ലൂഡിംഗ് ടേൺ ഓവർ ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ അത് 10 കോടി അതിന് താഴെ ആയിരിക്കണം ആസ് പെർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇഫ് 3 conditions are satisfied, then for such private company which is not a
holding or subsidiary of a public company, Caro is not applicable. If any one condition is violated, Caro applicable ആയിട്ട് വരും. ഇത് ക്ലിയർ ആയല്ലോ? Caro പക്കയാണല്ലോ. So this is all about the applicability and non applicability. കഴിഞ്ഞിട്ട് നമുക്ക് sub points കുറെ ഡീൽ ചെയ്യാണ്ട് കേട്ടോ. അപ്പൊ നോക്കാം. Caro 2020 applicable ആയിട്ടുള്ള കേസ് പബ്ലിക് കമ്പനി, ഫോറിൻ കമ്പനി, private company which is a holding or a subsidiary of public company, ഇവരൊക്കെ ബ്രാഞ്ചസിന്റെ കാര്യം നമ്മൾ വീണ്ടും പഠിക്കട്ടെ. അതവിടെ കിടക്കട്ടെ. നോൺ ആപ്ലിക്കബിലിറ്റി ബാങ്കിങ് കമ്പനി, ഇൻഷുറൻസ് കമ്പനി, സെക്ഷൻ 8 കമ്പനി, one person company, small company, private company other than public അല്ല holding or subsidiary of a public company but subject to the three conditions. ഏതൊക്കെയാണ്? ഒന്ന് paid up capital plus reserves 1 കോടി അതിന് താഴെ ആയിരിക്കണം as on the balance sheet date. Loans and borrowings from banks and other financial institutions 1 കോടി താഴെ നിന്നിരിക്കണം at all points of time. And turnover as per the schedule 3 including turnover from the discontinued operation 10 കോടി അതിന് താഴെ ആയിരിക്കണം as per the financial statement. ഇത്രയും ക്ലിയർ ആയല്ലോ? കഴിഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം അതർ പോയിന്റ്സ് നോക്കി നോക്കാം. ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഏതൊക്കെയാ പെടുക? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എടുക്കാം, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എടുക്കാം. ഇനി എന്തൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യാം? ഷെയർ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് പെൻഡിങ് ഫോർ അലോട്ട്മെന്റ്. അപ്ലിക്കേഷൻ മണി കിട്ടി പക്ഷെ ഇതൊരു അലോട്ട്മെന്റ് കൊടുത്തിട്ടില്ല. അപ്പൊ ഷെയർ അപ്ലിക്കേഷൻ മണി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ ഭാഗം അത് നമ്മൾ കൺസിഡർ ചെയ്യണ്ട. കോൾസ് ഇൻ അരിയേഴ്സ് എടുക്കണ്ട, കോൾസ് ഇൻ അഡ്വാൻസ് ഒന്നും എടുക്കണ്ട. അതാ നമ്മൾ എഴുതി വെച്ചിരിക്കണു. ഇത് ട്രൂ ഓർ ഫോൾസ് ചോദിക്കാവുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പൊ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരും. ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് ഫോർ അലോട്ട്മെന്റ് വരില്ല, കോൾസ് ഇൻ അരിയേഴ്സ് വരില്ല, കോൾസ് ഇൻ അഡ്വാൻസ് വരില്ല. ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് എടുക്കുകയാണെങ്കിൽ എല്ലാ റിസർവ് എടുക്കാം. അത് ക്യാപിറ്റൽ നേച്ചർ ആയിക്കോട്ടെ, റവന്യൂ നേച്ചർ ആയിക്കോട്ടെ, ഇതൊക്കെ ട്രൂ ഓർ ഫോൾസിൽ വരാവുന്ന ഭാഗമാണ്. നോട്ട് ചെയ്ത് വെക്കാം. റിസർവ്സിലെ എല്ലാ റിസർവ്സും ക്യാപിറ്റൽ ആയിക്കോട്ടെ, റവന്യൂ നേച്ചർ ആസ് ഡിസ്ക്ലോസ് ഇൻ ഷെഡ്യൂൾ 3. ഷെഡ്യൂൾ 3 പറഞ്ഞിട്ടുള്ള എല്ലാ റിസർവ്സും നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. അതേതൊക്കെയാ? റീവാലുവേഷൻ റിസർവ് എടുക്കാം. കമ്പനീസ് ആക്ട് പ്രകാരം പല കേസസിൽ റീവാലുവേഷൻ റിസർവ് എടുക്കാൻ പറ്റില്ല എന്നാണ് പറയാറുള്ളത്. പക്ഷെ റീവാലുവേഷൻ റിസർവ് എടുക്കാം. ഇനി ഡെബിറ്റ് ബാലൻസ് ഓഫ് പി ആൻഡ് എടുക്കാം, അതായത് നെഗറ്റീവ് എടുക്കാം. അല്ലെ, പി ആൻഡ് ലോസ് ആണെങ്കിൽ നമ്മൾ കാണിക്കില്ല അല്ലെ. അപ്പൊ അതും എടുക്കാൻ നമുക്ക് should be reduced from the reserves and surplus. അപ്പൊ ടോട്ടൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് പി ആൻഡ് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യാം? അത് റെഡ്യൂസ് ചെയ്ത് കാണിക്കാം. പോസിറ്റീവ് ഫിഗർ മാത്രമല്ല, റിസർവ്സിന്റെ അല്ല, പക്ഷെ പി ആൻഡ് നെഗറ്റീവ് ബാലൻസ് ആണെങ്കിൽ ആ നെഗറ്റീവ് നമുക്ക് കുറച്ചിട്ട് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. ഇനി ശ്രദ്ധിച്ചോളാം. ഫോർ എക്സാമ്പിൾ, എന്റെ ടോട്ടൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് 2 ലക്ഷമാണെന്ന് വിചാരിക്കാം. ക്ലിയർ ആണ് അല്ലെ? 2 ലക്ഷമാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. പക്ഷെ 3 ലക്ഷമാണ് എന്റെ പി ആൻഡ് ലോസ് എന്ന് വിചാരിക്കുക. അപ്പൊ ശരിക്ക് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ഫിഗർ അല്ല കിട്ടണ, നെഗറ്റീവ് ഫിഗർ ആ കിട്ടണ. എന്നിരുന്നാലും കുഴപ്പമില്ല. അപ്പൊ ശ്രദ്ധിച്ചോളാം പോയിന്റ്. ഇഫ് ദർ ഈസ് എനി എക്സസ് ഡെബിറ്റ് ബാലൻസ് ഓഫ് പി ആൻഡ് അക്കൗണ്ട് after adjustment to reserves and surplus, then excess can be netted off against paid up capital. അത് paid up capital കുറയ്ക്കാം. എന്നിട്ട് 1 കോടി അതിന് താഴെയാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ 1 കോടി താഴെ നോക്കാനുള്ള പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എടുക്കാം, പ്രിഫറൻസ് ക്യാപിറ്റൽ എടുക്കാം, കോൾസ് ഇൻ അഡ്വാൻസോ കോൾസ് ഇൻ അരിയേഴ്സോ ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് ഫോർ അലോട്ട്മെന്റ് എടുക്കണ്ട. റിസർവ്സിലെ എല്ലാ റിസർവ്സ് എടുക്കാം, പി ആൻഡ് ഡെബിറ്റ് ബാലൻസ് എടുക്കാം. ഇനി റിസർവ്സിന്റെ പി ആൻഡ് ഡെബിറ്റ് ബാലൻസ് കുറയ്ക്കുമ്പോൾ വീണ്ടും കിട്ടുന്ന നെഗറ്റീവ് ഫിഗർ ആണ്. അതായത് പി ആൻഡ് അപ്പർ റിസർവ്സിനേക്കാളും കൂടുതലാണെങ്കിൽ, നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടണമെങ്കിൽ അത് നമുക്ക് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കുറയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് 1 കോടിന് താഴെയാണ് നോക്കിയാൽ മതി. പ്രൊവിഷൻസ് ആർ എക്സ്ക്ലൂഡഡ്. ക്ലിയർ ആണ്? പ്രൊവിഷൻസ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. അതായത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, അത്തരം പ്രൊവിഷൻസ് നമ്മൾ എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. അതിൽ ബാക്കി എല്ലാ റിസർവ്സും കൺസിഡർ ചെയ്യും. ഇതൊക്കെ ട്രൂ ഓർ ഫോൾസിന് വരാവുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇനി അടുത്തത് ടേൺ ഓവർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ ഷെഡ്യൂൾ 3 പ്രകാരമാണ്. സെയിൽസ് അഫക്റ്റഡ് ബൈ ദ കമ്പനി ഇൻക്ലൂഡിംഗ് ദ റവന്യൂ ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. ഓൾറെഡി പഠിച്ചു. പിന്നെ GST നമ്മൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. GST ഇല്ലാത്ത സെയിൽസിന്റെ ടേൺ ഓവർ ആണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ സെയിൽസ് റിട്ടേൺസും ട്രേഡ് ഡിസ്കൗണ്ട്സ് ഒക്കെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം അല്ലെ. അപ്പൊ അതൊക്കെ കുറയ്ക്കാം, ഡിസ്കൗണ്ട് കുറയ്ക്കാം, സെയിൽസ് റിട്ടേൺസ് ഒക്കെ നമുക്ക് ടേൺ ഓവറിന് കുറയ്ക്കാം. അത് അറിയാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഈ 5ാമത്തെ പോയിന്റ് അവിടെ കിടക്കട്ടെ. ഇനി 6ാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ബ്രാഞ്ചസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ബ്രാഞ്ചസിനെ കുറിച്ചിട്ടാണ് ഈ 6ാമത്തെ പോയിന്റ് പറയുന്നത്. എന്താ ബ്രാഞ്ചസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ഒരു ബ്രാഞ്ചിനും കൂടി അപ്ലിക്കബിൾ ആണ് ഇവിടെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അവിടെ റഫർ പോയിന്റ് 6 ബിലോ എന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. ആണോ അല്ലെ? ആ പോയിന്റ് ആണ് പറയണത്. ഈ ഇവരൊക്കെ ബ്രാഞ്ചസിനും അപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞു. ഇവിടെ ബ്രാഞ്ചസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചോളാം. ഇവിടെ പറയുന്ന ബ്രാഞ്ചസ് ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്ന ബ്രാഞ്ചസ് എന്ന് പറയുന്നത് private company other than subsidiary or holding of public company. ആ പ്രൈവറ്റ് കമ്പനിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് പ്രൈവറ്റ് കമ്പനി which is other than subsidiary or holding of a public company, അവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത് നോക്കാം.
the limit for the purpose of applicability of Caro. അപ്പൊ ലിമിറ്റ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ മൂന്ന് ലിമിറ്റ്, ഈ മൂന്ന് ലിമിറ്റ് പ്രൈവറ്റ് കമ്പനി അതർ ദാൻ ദ സബ്സിഡറി ഓർ ഹോൾഡിംഗ് ഓഫ് എ പബ്ലിക് കമ്പനിക്ക് ഈ മൂന്ന് ലിമിറ്റ് അപ്ലിക്കബിൾ ആണ്. ഈ ലിമിറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് Caro shall be computed from the entire company's view, including the amounts for all the branches, but not with regard to each branch wise. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പൊ ഞാൻ പ്രൈവറ്റ് കമ്പനിയുടെ കേസാണ് ഇവിടെ പറയുന്നത്, ബ്രാഞ്ചിന്റെ കാര്യം. അപ്പൊ അതിന്റെ അർത്ഥം പബ്ലിക് കമ്പനിയുടെ കേസിൽ അതിന്റെ ബ്രാഞ്ചസ് അപ്ലിക്കബിൾ ആണ്, ഫോറിൻ കമ്പനിയുടെ കേസിൽ അതിന്റെ ബ്രാഞ്ചസ് അപ്ലിക്കബിൾ ആണ്. പ്രൈവറ്റ് കമ്പനി വിച്ച് ഈസ് ഹോൾഡിംഗ് ഓർ സബ്സിഡറി ഓഫ് എ പബ്ലിക് കമ്പനി, അങ്ങനത്തെ പ്രൈവറ്റ് ബ്രാഞ്ചസിനും എന്താ Caro അപ്ലിക്കബിൾ ആണ്. ഇവിടെ പറയുന്നത് ഇതൊന്നും അല്ലാത്ത പ്രൈവറ്റ് കമ്പനി ഉണ്ടല്ലോ അല്ലെ, അതല്ലാതെ സബ്സിഡറി ഓർ ഹോൾഡിംഗ് ഓഫ് എ പബ്ലിക് ലിമിറ്റ് അപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനി, അതിന്റെ കേസാണ് പറയുന്നത്. ആ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ബ്രാഞ്ചിനും സെപ്പറേറ്റിലല്ല ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഹെഡ് ഓഫീസിന്റെ ബ്രാഞ്ചിന്റെ എല്ലാ ഫിഗേഴ്സ് എടുത്തിട്ട് പേയ്ഡ് ഷെയർ ക്യാപിറ്റലും റിസോഴ്സ് എടുക്കണം, ടേൺ ഓവർ എടുക്കണം, ലോൺസ് ബോറോയിങ്സ് എടുക്കണം, മൊത്തത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ബ്രാഞ്ച് വൈസ് അല്ല. സോ ദ ലിമിറ്റ്സ് ഫോർ ദ പർപ്പസ് ഓഫ് അപ്ലിക്കബിലിറ്റി ഓഫ് Caro shall be computed from the entire company's view, including the amounts from all the branches and not with regard to the each branch wise. ബ്രാഞ്ച് വൈസ് അല്ല കണക്കാക്കുക. അപ്പൊ 5 ബ്രാഞ്ച് ഉണ്ട് എങ്കിൽ, ഫോർ എക്സാമ്പിൾ 5 ബ്രാഞ്ച് ഉണ്ട് എങ്കിൽ ഒരു ഹെഡ് ഓഫീസ് ഉണ്ടെങ്കിൽ ഇവരുടെ മൊത്തത്തിലാണ് എടുക്കുക, ബ്രാഞ്ച് വൈസ് അല്ല എടുക്കുക. ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി once it is applicable to the company as a whole, അങ്ങനെ മൊത്തത്തിലെടുത്ത് ഈ ലിമിറ്റ് എന്ത് ചെയ്യേണ്ട, ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടെങ്കിൽ അപ്പൊ Caro applicable ആയി. So once it is applicable to the company as a whole, then each and every branch of the company shall be covered under Caro. അപ്പൊ ഓരോ എന്ത് ചെയ്യും, ബ്രാഞ്ചിന് കവേർഡ് ആവും. പക്ഷെ ചിലപ്പോൾ ബ്രാഞ്ചിന്റെ ഇൻഡിവിജ്വൽ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ലിമിറ്റിന്റെ ഉള്ളിലായിരിക്കും ടേൺ ഓവർ എടുക്കേണ്ടവ, ബോറോയിങ്സ് എടുക്കേണ്ടവ. പക്ഷെ നമ്മൾ കണക്കാക്കി ഇൻഡിവിജ്വൽ അല്ല, മൊത്തത്തിലാണ് എടുക്കേണ്ടത്. മൊത്തത്തിൽ എടുക്കുന്ന സമയത്ത് എന്താ, നമുക്ക് മൊത്തത്തിൽ കമ്പനിയുടെ ബ്രാഞ്ച് അടക്കം എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന 3 കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ അപ്ലിക്കബിൾ ആയി. അപ്പൊ ഓരോ ബ്രാഞ്ചിന് അപ്ലിക്കബിലിറ്റി വരും. സോ വൺസ് ദ Caro is applicable for the company as a whole, and each and every branch of the company is to be covered under Caro. Therefore all the branch auditors of the company are required to prepare report on these 21 matters in their branch report. Clear ആണ്? അപ്പൊ എല്ലാ ബ്രാഞ്ച് ഓഡിറ്റേഴ്സും അവരവരുടെ എന്ത് ചെയ്യണം, ബ്രാഞ്ച് റിപ്പോർട്ട് ഉൾപ്പെടുത്തണം. ഇൻഡിവിജ്വൽ എടുക്കുമ്പോൾ ചിലപ്പോൾ അപ്ലിക്കബിൾ ആവണമെന്നില്ല, പക്ഷെ കളക്റ്റീവ്ലി നമ്മൾ കൺസിഡർ ചെയ്യുക. അതാണ് അവിടെ ബ്രാഞ്ചിന്റെ കാര്യം 6ാമത്തെ പോയിന്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ് ആ ഒരു കണ്ടീഷൻ അപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനിയുടെ കേസ് മാത്രമാണ് പറയുന്നത്. ബാക്കി എല്ലാത്തിനും ബ്രാഞ്ചിന് എന്തായാലും അപ്ലിക്കബിൾ ആയിരിക്കും. ബ്രാഞ്ചിന് ഇൻ ദ സെൻസ് ബ്രാഞ്ചിന്റെ ലിമിറ്റ് നോക്കിയിട്ടാണ് അപ്ലിക്കബിൾ ആവുക കേട്ടോ. ഞാൻ പറഞ്ഞു മനസ്സിലാവണ്ടല്ലോ. അതായത് പബ്ലിക് കമ്പനി എടുത്തു, അതിന്റെ ബ്രാഞ്ചസ് അതൊക്കെ സെപ്പറേറ്റ്ലി കൺസിഡർ ചെയ്താൽ മതി. ഫോറിൻ കമ്പനി അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ സെപ്പറേറ്റ്ലി കൺസിഡർ ചെയ്താൽ മതി. ക്ലിയർ ആണ്? പക്ഷെ ഈ കേസിൽ മാത്രം ഈ ലിമിറ്റ് അപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനിക്ക് മാത്രം നമ്മൾ കളക്റ്റീവ്ലി ആണ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. മൊത്തത്തിൽ എടുത്തു, അത് അപ്ലിക്കബിൾ ആണോ, ഓരോ ബ്രാഞ്ചിനും എന്തായിരിക്കും, അപ്ലിക്കബിൾ ആയിരിക്കും. ഇത് ക്ലിയർ ആയോ? സോ ഇത്രയാണ് നമുക്ക് അപ്ലിക്കബിലിറ്റി ആൻഡ് നോൺ അപ്ലിക്കബിലിറ്റി ഓഫ് Caro വരുന്നത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കാൻ മറക്കരുത് കേട്ടോ. കാരണം ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയം നിങ്ങൾ ചോദിക്കാൻ എന്ത് ചെയ്യരുത്, മറക്കരുത്. പ്രത്യേകിച്ച് ഓർക്കുക, ഈ 6ാമത്തെ പോയിന്റ് ആരൊക്കെയാണ് അപ്ലിക്കബിലിറ്റി പറയുന്നത്, ആ 3 കണ്ടീഷൻസ് വഴി നോൺ അപ്ലിക്കബിലിറ്റി വരുന്ന പ്രൈവറ്റ് കമ്പനിക്ക് കേസ് മാത്രമേ ഇവിടെ ഈ ബ്രാഞ്ചസിന്റെ കേസിൽ പറയുന്നുള്ളൂ. ഇത് ക്ലിയർ ആയല്ലോ? അല്ലാത്ത കേസിലൊക്കെ ഇൻഡിവിജ്വൽ ബ്രാഞ്ച് വൈസ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് കാര്യത്തിലേക്ക് കേട്ടോ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് ശ്രദ്ധിച്ചോളോ. റിപ്പോർട്ടിംഗ് ക്ലോസസ് അണ്ടർ പാര 3 ഓഫ് ദ ഓർഡർ. ശ്രദ്ധിക്കുക കേട്ടോ. ഇതിന് 4 പാരഗ്രാഫ് ഈ ഓർഡറിൽ പറയുന്നുണ്ട്. പാര 1 and 2 അത് അപ്ലിക്കബിലിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പാര 3യിലാണ് നമ്മൾക്ക് എന്ത് വരുന്നത്, ഈ 21 പോയിന്റ്സ് വരുന്നത് കേട്ടോ. 21 പോയിന്റ് വരുന്നത് പാര 3യിലാണ്. അത് ഞാൻ പറയുന്നത് 21ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രത്യേകത ഉള്ള പോയിന്റ് നമുക്ക് അപ്പം നോക്കാം. 21 പോയിന്റ് പറയുന്നത് Caroലെ പാര 3, ആ ഓർഡറിലെ പാര 3 ആണ് പറയുന്നത്. അപ്പൊ പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളോ. പാര 3:1 അല്ല, ആദ്യത്തെ പോയിന്റ് എടുക്കുമ്പോ പാര 3:1 ഓഫ് ദ ഓർഡർ എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കുക. ഓഫ് ദി ഓർഡർ അങ്ങനെയാണ് പഠിക്കേണ്ടത്. പാര 3:1, പാര 3:2, പാര 3ലെ ക്ലോസ് 1, പാര 3ലെ ക്ലോസ് 2, പാര 3ലെ ക്ലോസ് 3, അങ്ങനെയാണ് പാര 3ലെ ക്ലോസ് 21. അങ്ങനെ ഓരോ ക്ലോസസ് അവിടെ അത് ഓർഡറിൽ തന്നെ പഠിക്കണം. പറ്റുമെങ്കിൽ ആ പാരഗ്രാഫിന്റെ നമ്പറും ക്ലോസും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അതിനൊക്കെ മാർക്ക് ഉണ്ടാവും. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ പറയണം കേട്ടോ.
21 പോയിന്റ് നമ്മൾ 5 എണ്ണം വെച്ച് പോകും. അങ്ങനെയാണ് കൺസിഡർ ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞു മനസ്സിലാവില്ല, പക്ഷെ നമുക്ക് വീഡിയോയിൽ ഓരോ പോയിന്റ് ആയിട്ട് 21 പോയിന്റ് ഉണ്ടാവും. പക്ഷെ ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ എപ്പോഴും സാധാരണ 5 പോയിന്റ് വെച്ച് നിങ്ങളോട് പഠിച്ചു പോകാനാ പറയാം. നിങ്ങൾ വീഡിയോ കാണുമ്പോഴും 5 പഠിക്കാൻ റിവൈസ് ചെയ്യും, 5 പഠിക്കാൻ റിവൈസ് ചെയ്യും. ആ രീതിയിലാണ് അത് എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ജസ്റ്റ് ആ മോളിൽ എഴുതിയ വാചകം നോക്കിയിട്ട് ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം. These clauses shall be reported as a part of auditor's report as referred under SA 700. നമ്മൾ പഠിക്കാനുണ്ട് കേട്ടോ. നമ്മൾ അടുത്തൊരു ചാപ്റ്ററിൽ പറയും SA 700 നമ്മൾ ഓൾറെഡി അൺമോഡിഫൈഡ് ഒപ്പീനിയനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ SA 700 ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് പഠിക്കും. അത് പറയാം. സോ SA 700 പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഒപ്പം തന്നെ അഡീഷണൽ ആയിട്ട് വെക്കേണ്ട റിപ്പോർട്ടാണ് കാരോ എന്ന് പറയുന്നത്. ഓക്കെ, അതെവിടെയാ? അണ്ടർ ദ ഹെഡിങ് റിപ്പോർട്ടിംഗ് ഓൺ അതർ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെന്റ്. സോ ഇത് MCQ നോ ട്രൂ ഓർ ഫോൾസ് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഓഡിറ്റ് റിപ്പോർട്ടിന് പല പാരഗ്രാഫുകൾ ഉണ്ടാവും. ആ പാരഗ്രാഫ് ഏത് പാരഗ്രാഫിലാണ് കാരോ ഉൾപ്പെടുത്തേണ്ടത്? റിപ്പോർട്ടിംഗ് ഓൺ അതർ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെന്റ്സ്. ആ പാരഗ്രാഫിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാരോ ഉൾപ്പെടുത്തേണ്ടത്. നമ്മൾ SA 700 പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്തൊരു ചാപ്റ്ററിൽ പഠിക്കും. അതിൽ ഏതൊക്കെ നമുക്ക് പാരഗ്രാഫുകളാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവും. അതിൽ ഏത് പാരഗ്രാഫിലാണ് കാരോ ഉൾപ്പെടുത്തേണ്ടത്? റിപ്പോർട്ടിംഗ് ഓൺ അതർ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെന്റ്സ്. അതിലാണ് കാരോ ഉൾപ്പെടുത്തേണ്ടത്. അത് MCQ ആയിട്ട് ചോദിക്കുക കേട്ടോ. ഇത് ക്ലിയർ ആണ്? നമുക്ക് ഓരോന്ന് പഠിക്കില്ലേ. സോ ആദ്യം നമുക്ക് ചെക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രാക്ടിക്കലി ആവശ്യമുള്ള കാര്യമാണ്. ആദ്യം നമുക്ക് ചെക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്ലാൻ, പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇതിന് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക? റിപ്പോർട്ട് അണ്ടർ കാരോ വിത്ത് റിഗാർഡ് ടു PPE, റിപ്പോർട്ട് അണ്ടർ കാരോ വിത്ത് റിഗാർഡ് ടു ഇൻവെന്ററി, റിപ്പോർട്ട് അണ്ടർ കാരോ വിത്ത് റിഗാർഡ് ടു ലോട്ട്സ് ആൻഡ് അഡ്വാൻസ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ ഇന്ന ഏതൊക്കെ കാര്യങ്ങളാണ് പ്രകാരം റിപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറ് കേട്ടോ. അതുകൊണ്ടാണ് 5 എണ്ണം വെച്ച് നിങ്ങൾ പഠിക്കുകയാണ്. 5 എണ്ണം വെച്ച് പഠിക്കുക, റിവൈസ് ചെയ്യുക. പിന്നെ 5 എണ്ണം പഠിക്കുക, റിവൈസ് ചെയ്യുക കേട്ടോ. ആദ്യത്തെ പോയിന്റ് എടുക്കാലോ. പ്രോപ്പർട്ടി, പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, പാരാ 3 ക്ലോസ് 1. അല്ല 5 കാര്യങ്ങൾ. അപ്പൊ ഞാൻ ആസ് എൻ ഓഡിറ്റർ ഞാൻ നേരെ എന്ത് തന്നു? ഓഡിറ്റ് ചെയ്യാൻ ചെല്ലാം. One of my responsibility is to report under Caro, അല്ലെ, if it is applicable. അങ്ങനെയാണ് കാരോട് പറയുന്ന 22 പോയിന്റ് ഞാൻ പോയി ചെക്ക് ചെയ്തിട്ട് അത് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ PPയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ നോക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത്? 5 കാര്യങ്ങളാണ് നോക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത്. 5 കാര്യങ്ങളാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, മെയിൻ്റെനൻസ് ഓഫ് ആഡിക്വേറ്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഫിസിക്കലി വെരിഫൈ ചെയ്തിട്ടുണ്ടോ, ടൈറ്റിൽ ഡീഡ്, റീവാലുവേഷൻ, ഡിസ്ക്ലോഷർ ഓഫ് ബെനാമി ട്രാൻസാക്ഷൻ. ഇതിങ്ങനെ ബൈ ഹാർട്ട് പഠിക്കുന്ന നമുക്ക് പാരഗ്രാഫിന്റെ ഒപ്പം പഠിക്കാം കേട്ടോ. 5 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്, എന്നിട്ട് റിപ്പോർട്ട് ചെയ്യണം. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ട്, നെഗറ്റീവ് ആയിട്ട്, അപ്ലിക്കബിൾ ആണെങ്കിൽ അപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട്. സോ പ്രോപ്പർട്ടി ക്ലോസ് 1 ഏതാ? പ്രോപ്പർട്ടി, പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്. കേരള ആദ്യത്തെ പോയിന്റ് നോക്കിക്കോളോ. ഞാൻ ശ്രദ്ധിക്കുക, ഇത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണോ എഴുതിയിട്ടുള്ള ആ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ അടയാളപ്പെടുത്തുന്ന മാത്രം ഒന്ന് പഠിക്കാം കേട്ടോ. അത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവില്ലേ. സോ ആദ്യത്തെ മെയിൻ്റെനൻസ് ഓഫ് ആഡിക്വേറ്റ് റെക്കോർഡ്സ്. അപ്പൊ എന്താ പറയുക? വെദർ ദ കമ്പനി ഈസ് മെയിൻറ്റെയിനിങ് പ്രോപ്പർ റെക്കോർഡ്സ് ഷോയിങ് ദ particulars including. താഴെ പറയുന്ന റെക്കോർഡ്സ്, ആഡിക്വേറ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ വിത്ത് റിഗാർഡ് ടു ഏതൊക്കെയാ? PPEയും അതുപോലെ ഇൻടാഞ്ചിബിൾ അസറ്റുമായി ബന്ധപ്പെട്ട ആഡിക്വേറ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ഓഡിറ്റർ ചെന്നിട്ട് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. സോ ദ ഓഡിറ്റർ ഹാസ് ടു വെരിഫൈ whether the company is maintaining adequate records with regard to the PPE and intangible asset, showing the full particulars. താഴെ പറയുന്ന particulars കാണിച്ചുകൊണ്ട് ഏതാ താഴെ പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ്. എത്ര എണ്ണം ഉണ്ട്, എത്ര ഫിക്സഡ് അസറ്റ് ഉണ്ട്, എത്ര ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട് എന്ന് കാണിക്കുന്ന റെക്കോർഡ് ഉണ്ടോ? ആൻഡ് സിറ്റുവേഷൻ ഓഫ് PPE, അത് എവിടെയാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്, അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഇവിടെ PPE എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടില്ല. കാരണം ഇൻടാഞ്ചിബിൾ അസറ്റിന് ഈ പോയിന്റ് അപ്ലിക്കബിൾ അല്ല. ഇൻടാഞ്ചിബിൾ അസറ്റ് CA-ലില്ലോ, ഇറ്റ്സ് റെക്കോർഡിക്കല്ലേ, റെക്കോർഡ് എഗ്രിമെന്റ് ആണ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഉള്ളത് അല്ലെ. സോ സിറ്റുവേഷൻ ഓഫ് PPE, ഈ 2 കാര്യങ്ങളും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ആഡിക്വേറ്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം? ഓഡിറ്റർ ചെന്ന് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. എല്ലാത്തിനും ക്ലോസ് ഇല്ല, അത് വേറെ കാര്യം കേട്ടോ. സോ ആദ്യത്തെ മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് എന്താ? വെദർ ദ കമ്പനി ഈസ് മെയിൻറ്റെയിനിങ് പ്രോപ്പർ റെക്കോർഡ്സ് വിത്ത് റിഗാർഡ് ടു ദ PPE and intangible asset, showing the full particulars of quantitative details and location or situation of PPE and intangible assets. ഇത് ക്ലിയർ ആയല്ലോ? യെസ്. ദെൻ അടുത്തത് ഫിസിക്കൽ വെരിഫിക്കേഷൻ. ഇവിടത്തൊക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ പല ഭാഗത്തായിട്ട് നമ്മൾ ഓഡിറ്റിന്റെ ഒപ്പം തന്നെ സ്റ്റാൻഡേർഡ്സിന്റെ ഒപ്പം പറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ പറയുന്നത് PPE ഫിസിക്കലി വെരിഫൈ ചെയ്യുന്നുണ്ടോ, ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ എഗ്രിമെന്റ്സ് ചെക്ക് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ ഫിസിക്കലി വെരിഫൈ നിലവിലുണ്ടോ? അവസാനം ബുക്സിൽ കാണിച്ച ഫിക്സഡ് അസറ്റോ ബുക്സിൽ കാണിച്ച PPE നിലവിലുണ്ടോ എന്ന് അറിയണം അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് സ്റ്റാൻഡേർഡ്സിന്റെ ഒപ്പം. സോ whether the PPE has been physically verified by the management at reasonable intervals. Reasonable intervals the physically എന്ത് ചെയ്യുന്നുണ്ടോ, വെരിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ഓഡിറ്റർ പരിശോധിക്കണം. ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലാന്നും എഴുതി വെക്കണം. ഇനി whether any material discrepancies were noticed. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതും കൂടി നോക്കണം.
ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയ സമയത്ത് മാനേജ്മെന്റ് നടത്തിയ സമയത്ത് വല്ല ഡിസ്ക്രിപ്പൻസീസ് നോട്ട് ചെയ്തിട്ടുണ്ടോ? വല്ല ഫിക്സഡ് അസറ്റ് കേട് വന്നതായിട്ടോ അടിച്ചു മാറ്റിയതായിട്ടോ ക്ലിയർ ആണല്ലേ, അത് പ്രശ്നമുള്ളതായിട്ടോ റീപ്ലേസ്മെന്റ് സംഭവിച്ചതായിട്ടോ അങ്ങനെ വല്ല മെറ്റീരിയൽ ഡിസ്ക്രിപ്പൻസീസ് നോട്ട് ചെയ്തിട്ടുണ്ടോ ഓൺ സച്ച് വെരിഫിക്കേഷൻ? ആൻഡ് ഇഫ് സോ അങ്ങനെ ഉണ്ടെങ്കിൽ വെദർ ദേ ഹാവ് ബീൻ പ്രോപ്പർലി ഡെൽറ്റ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അതിന്റെ ഇമ്പാക്ട് പ്രോപ്പർലി ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം പി ആൻഡ് എല്ലോ അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പരിശോധിച്ച് അതും കൂടി എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും റിപ്പോർട്ട് ചെയ്യണം. സോ വെദർ ദ PPE has been physically verified by the management at reasonable intervals and if any discrepancies have been noticed during his verification, see whether it has been properly dealt in the ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇത് ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ആദ്യത്തെ പറഞ്ഞ മെയിൻ്റെനൻസ് ഓഫ് ആഡിക്വേറ്റ് റെക്കോർഡ്സ്, രണ്ടാമത്തെ ഫിസിക്കൽ വെരിഫിക്കേഷൻ, മൂന്നാമത്തെ ടൈറ്റിൽ ഡീഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്പനിയുടെ പേരിലാണോ ഈ പറയുന്ന ആസ്തി എന്ന് പറയല്ലേ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾക്ക് അസർഷൻസിന്റെ ഒപ്പം നമ്മൾ അസർഷൻസ് ഡീൽ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ, അസർഷൻസിന്റെ ഒപ്പം വരുന്ന ഭാഗങ്ങളാണ് ഈ സാധനങ്ങളൊക്കെ, ആണോ അല്ലേ? സോ എന്താ അതായത് ഇവിടെ നോക്കിക്കോളാം, പർച്ചേസ് ഇൻ ദ നെയിം ഓഫ് ദ കമ്പനി. പക്ഷെ ഇവിടെ ഇരുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി മാത്രം ബന്ധപ്പെട്ട ഭാഗമാണ് കേട്ടോ. ഈ ക്ലോസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള. അപ്പൊ ഞാൻ ഇവിടെ സൈഡിൽ എഴുതി വെക്കാം ഇമ്മൂവബിൾ. ഇവിടെ ഞാൻ സൈഡിൽ എഴുതുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്താ പറയുന്നത്? വെദർ ദ ടൈറ്റിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ദ ഇൻട്രസ്റ്റ്, ദ ടൈറ്റിൽ ഓഫ്, അതിന്റെ അവകാശം, ദ ടൈറ്റിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ ലീസ്ഡ് പ്രോപ്പർട്ടി കേട്ടോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതർ ദാൻ ലീസ്ഡ് പ്രോപ്പർട്ടി ഇവിടെ സൈഡിൽ എഴുതി തരാം. അതർ ദാൻ ലീസ് ചെയ്തിട്ടുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടാവാം. അപ്പൊ അതിനെ കുറിച്ചിട്ടല്ല പറയാൻ കേട്ടോ. other than leased property. So whether the title to the immobile property other than leased property, leased property കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്യില്ല. എന്റെ കയ്യിൽ എന്റെ ബാലൻസ് ഷീറ്റിലെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഫോർ എക്സാമ്പിൾ ലാൻഡ് അല്ലെ, ലാൻഡ് ആണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. ലീസ്ഡ് ലാൻഡ് അല്ല പറയുന്നത്, നമ്മൾ വാങ്ങിയിട്ടില്ല. സോ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് ഹെൽഡ് ഇൻ ദ നെയിം ഓഫ് ദ കമ്പനി. അത് കമ്പനിയുടെ പേരിൽ തന്നെയാണോ ഹോൾഡ് ചെയ്യുന്നത്, കമ്പനി തന്നെയാണോ അതിന്റെ അവകാശം ഉള്ളത്? കാരണം കമ്പനിയുടെ പേരിലെ സാധനങ്ങൾ അതിൽ വരാൻ പറ്റില്ല അല്ലെ, അത് കമ്പനിയുടെ പേരിലാണോ ഹോൾഡ് ചെയ്യുന്നത്? ഒരു പക്ഷേ ഇത് ഇങ്ങനെ ചോദിക്കാനുള്ള റീസൺ, പ്രൊമോട്ടർ ചിലപ്പോൾ ലാൻഡ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, അത് പക്ഷെ ഒരു പക്ഷെ കമ്പനിയുടെ പേരിൽ ഇതുവരെ ആക്കിയിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവില്ല അല്ലെ, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ കമ്പനിയുടെ പേരിൽ തന്നെയാണോ ഹോൾഡ് ചെയ്യുന്നത്? ഇഫ് നോട്ട്, അതല്ല എങ്കിൽ പ്രൊവൈഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ സെയിം. താഴെ പറയുന്ന ഡീറ്റെയിൽസ് എന്തെങ്കിലും കൊടുക്കണം. ഒന്നെന്താ, ഈ കോളം അതേപടി ഫോളോ ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയുടെ ഡിസ്ക്രിപ്ഷൻ, ഏത് പ്രോപ്പർട്ടി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, വോട്ട്, അതിന്റെ ഗ്രോസ് ക്യാരിയിങ് വാല്യൂ എത്രയാണ്, അത് ആരുടെ പേരിലാണോ ഹോൾഡ് ചെയ്യുന്നത്, ഇനി അത് പ്രൊമോട്ടറുടെ പേരിലാണോ, ഡയറക്ടറുടെ പേരിലാണോ, എംപ്ലോയീസിന്റെ പേരിലാണോ? ചിലപ്പോൾ ഡയറക്ടർ സ്വന്തം അസറ്റ് എടുത്തിട്ട് കമ്പനിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവാം, ഒരു പക്ഷെ അത് കമ്പനിയുടെ പേരിലാക്കിയിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ സംഭവിക്കാം. സോ ഡയറക്ടറുടെ പേരിലാണോ, റിലേറ്റീവിന്റെ പേരിലാണോ, എംപ്ലോയീസിന്റെ പേരിലാണോ, പ്രൊമോട്ടറുടെ പേരിലാണോ? ഇനി എന്തുകൊണ്ടാണ് റീസൺ ഫോർ നോട്ട് ബീങ് ഹെൽഡ് ഇൻ ദ നെയിം ഓഫ് ദ കമ്പനി, എന്തുകൊണ്ടാണ് കമ്പനിയുടെ പേരിൽ ഹോൾഡ് ചെയ്യാത്തത്? അത്തരം കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് ഓഡിറ്റർ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. സോ എന്താ, the nature of the property, the gross value held in the name of, whether it is in the name of promoter, employee, relative, director, and what is the reason behind not being held in the name of the company. ഇത്തരം കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. So whether the title is related to immobile property other than leased property is in the name of the company. If not, താഴെ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. 3 പോയിന്റ് പഠിച്ചു. ഒന്ന് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്, ഫിസിക്കൽ വെരിഫിക്കേഷൻ, മൂന്നാമത്തെ എന്താ പറഞ്ഞ ടൈറ്റിൽ ഡീഡ്. ഇതൊക്കെ ക്ലിയർ ആയല്ലോ അല്ലെ? ദെൻ അടുത്തത് നാലാമത്തെ റീവാലുവേഷൻ, വെരി ഇമ്പോർട്ടന്റ്. ഇതൊക്കെ പണ്ട് ഇതൊന്നും 2016 ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ PPEO അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റോ റീവാല്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തോന്നിയ പോലെ റീവാല്യൂ ചെയ്യാൻ പാടില്ല. അപ്പൊ അത് കൃത്യമായിട്ടാണോ നോക്കണം. അപ്പൊ whether the company has revalued its PPE, ക്ലിയർ ആണല്ലേ, ഓർ ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ബാലൻസ് ഷീറ്റ് എടുത്തപ്പോ റീവാല്യൂ ചെയ്തായിട്ട് കാണുന്നുണ്ട് ഇൻടാഞ്ചിബിൾ അസറ്റും PPE. അപ്പൊ ഓഡിറ്റർ എന്താ ചെക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഓർ ബോത്ത്. അപ്പൊ PPO, ഇൻടാഞ്ചിബിൾ അസറ്റ് ഓർ ബോത്ത് റീവാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ, whether the revaluation is on the valuation by the registered valuer, അത് രജിസ്റ്റേർഡ് വാല്യുവറിന്റെ വാല്യുവേഷൻ പ്രകാരമാണോ റീവാല്യൂ ചെയ്തിട്ടുള്ള, കമ്പനി വെറുതെ ഇട്ടിട്ടുള്ളതാണോ, അത് രജിസ്റ്റേർഡ് വാല്യുവറിന്റെ വാല്യുവേഷൻ പ്രകാരമാണോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, കമ്പനിയോട് ചോദിക്കണം, ഇത് രജിസ്റ്റേർഡ് വാല്യുവർ ആണോ വാല്യൂ ചെയ്തിട്ടുള്ള, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സ് തരൂ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ എക്സ്റ്റേണൽ കൺഫർമേഷൻ കൂടി വാങ്ങാം അല്ലെ, എന്നിട്ട് ഉറപ്പിക്കണം അല്ലെ. ഞാൻ പറഞ്ഞു മനസ്സിലാവില്ലേ? സോ whether the revaluation is based on the valuation by the registered valuer. ഇനി മാത്രമല്ല എന്ത് ചെയ്യണം നമ്മള്, ഓഡിറ്റ് റിപ്പോർട്ട് ഒരു കാര്യം കൂടി കാണിച്ചിരിക്കണം. കാരോല് സ്പെസിഫൈ ദ എമൗണ്ട് ഓഫ് ചേഞ്ച്, എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ടോ, അപ്വേർഡ് ആയിരിക്കും ഡൗൺവേർഡ് ആയിരിക്കും. എങ്ങനെ, ഇഫ് എങ്ങനെയാണെങ്കിൽ മാത്രം the change is 10% or more, ചേഞ്ച് അത് മുകളിലേക്ക് ആയിക്കോട്ടെ താഴത്തേക്ക് 10% അതിൽ കൂടുതലാണെങ്കിൽ ഏതിന്റെ മോള, ഇൻ ദ അഗ്രിഗേറ്റ് ഓഫ് നെറ്റ് ക്യാരിയിങ് വാല്യൂ ഓഫ് ഈച്ച് ക്ലാസ് ഓഫ് പ്രോപ്പർട്ടി, plant and equipment or intangible asset. ശ്രദ്ധിക്കുക, ആ ആഗ്രഹം ശ്രദ്ധിച്ചോളാം. In the aggregate of net carrying value of
each class of property. നമ്മൾ AS10 പഠിക്കുന്നുണ്ട് റീവാലുവേഷൻ മോഡൽ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ഒന്ന് AS10 പരിശോധിച്ച് നോക്കാം. റീവാല്യൂ ചെയ്യണമെങ്കിൽ സിംഗിൾ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി നമുക്ക് റീവാല്യൂ ചെയ്യാൻ പറ്റില്ല. ഒരേ ക്ലാസ്സിൽ പെടുന്ന മൊത്തം PP എടുത്തിട്ട് റീവാല്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ 4 ബസ് ഉണ്ട് എങ്കിൽ ഒരു ബസ്സായിട്ട് റീവാല്യൂ ചെയ്യാൻ പറ്റില്ല, 4 ബസ്സും കൂടി റീവാല്യൂ ചെയ്യാം. ക്ലാസ് ഓഫ് അസറ്റ്സ് റീവാല്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താ നോക്കണേ, ആ ക്ലാസ് ഓഫ് അസറ്റ്സിന്റെ നെറ്റ് ക്യാരിയിങ് വാല്യൂവിന്റെ 10% അതിൽ കൂടുതലോ റീവാലുവേഷൻ, അത് അപ്വേർഡ് ആയിക്കോട്ടെ ഡൗൺവേർഡ് ആയിക്കോട്ടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അത് PP ആയിക്കോട്ടെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിക്കോട്ടെ. ഇത് ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എങ്ങനെ കൺസിഡർ ചെയ്യേണ്ടത്, ക്ലാസ് ഓഫ് അസറ്റിന്റെ നെറ്റ് ക്യാരിയിങ് വാല്യൂ എടുക്കുക, അതിന്റെ 10% എടുക്കുക. ആ 10% കൂടുതലാണോ എന്താ റീവാലുവേഷൻ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ആ എമൗണ്ട് ഓഫ് ചേഞ്ച് റിപ്പോർട്ട് ചെയ്തിരിക്കണം. സോ സ്പെസിഫൈ ദ എമൗണ്ട് ഓഫ് ചേഞ്ച് if the change is 10% or more of the aggregate net carrying value of each class of asset, each class of PP or intangible asset. ഇതാണ് റീവാലുവേഷൻ. അപ്പൊ റീവാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ റീവാല്യൂ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ വാല്യൂവേഷൻ ഓഫ് രജിസ്റ്റേർഡ് വാല്യൂ ആണോ, ഇനി അതിന്റെ നെറ്റ് ക്യാരി ഓരോ ക്ലാസ് ഓഫ് അസറ്റ് നെറ്റ് ക്യാരിങ് വാല്യൂവിന്റെ 10% കൂടുതൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി ഓഡിറ്റർ എന്ത് ചെയ്യണം, ആ എമൗണ്ട് എന്ത് ചെയ്യണം, സ്പെസിഫൈ ദ എമൗണ്ട് പറഞ്ഞ എമൗണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പൊ 4ാമത്തെ പോയിന്റ് കഴിഞ്ഞു, റീവാലുവേഷൻ. 5ാമത്തെ എന്താ, ഡിസ്ക്ലോസർ ഓഫ് ബെനാമി ട്രാൻസാക്ഷൻ. ബെനാമി ട്രാൻസാക്ഷൻ ഡിസ്ക്ലോസർ ചെയ്യാ. ഓക്കെ, അപ്പൊ കമ്പനി ബെനാമി ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ബെനാമി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ അസറ്റ്, മറ്റൊരാളുടെ പേരിലെ അസറ്റ് കമ്പനി ബെനാമി എന്ന രേഖ ഹോൾഡ്. ഈ ക്ലോസ് വരാൻ കാരണം പലപ്പോഴും അതെ ശ്രദ്ധിക്കുക, ഈ ബ്ലാക്ക് മണി എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അല്ലെ, ബ്ലാക്ക് മണി. അതിനെ എന്ത് ചെയ്യണ സമയത്ത്, ബ്യൂട്ടീഷ്യൻ ചെയ്യണ സമയത്ത്, അതായത് വൈറ്റ് ആക്കണ സമയത്ത് പല ആൾക്കാരും എന്ത് ചെയ്യിച്ചാൽ ഈ ബ്ലാക്ക് മണി എടുത്തൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തായിരിക്കാൻ പറ്റും. എന്നിട്ട് സ്വന്തം, അതായത് അവനവന് ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടി കമ്പനിയുടെ പേരിൽ വന്നിട്ട് അവനവന്റെ ആവശ്യത്തിന് യൂസ് ചെയ്യും. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ലീഗലി കമ്പനി ഓണർ ആയിക്കോട്ടെ അത് ബെനാമിയാണ് അല്ലെ, ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്, അതൊരു ബെനാമി ട്രാൻസാക്ഷൻ. ഇവിടെ പറയുന്നത് whether any proceedings have been initiated or pending against the company for holding any benami property. Benami property hold ചെയ്തത് വഴി വല്ല കേസസ് പെൻഡിങ്ങോ വല്ല പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഓഡിറ്റർ എന്ത് ചെയ്യുക, പരിശോധിച്ച് നോക്കുക. ക്ലിയർ ആവുണ്ടല്ലേ? അപ്പൊ ആദ്യം എന്താ ഓഡിറ്റർ പരിശോധിക്കേണ്ടത്, whether any proceedings have been initiated or pending against the company for holding benami property under the Benami Transactions Prohibition Act 1988. If so, അങ്ങനെ ഉണ്ടെങ്കിൽ whether it is appropriate disclosed in the financial statement. Company അത് financial statements management disclose ചെയ്തിട്ടുണ്ടോ നോക്കണം. If it is not disclosed, unmodified opinion തുല്യമല്ല, ഒരു financial reporting framework ആണ് നമുക്ക് പറയാൻ പറ്റുക, ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് കണക്ട് ചെയ്യണം. സോ അത് പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്തിട്ട് നോക്കണം. ഇല്ലെങ്കിൽ ഇല്ല എന്നും ഉണ്ടെങ്കിൽ ഉണ്ട് എന്നും ഓഡിറ്റർ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. സോ whether any proceedings have been initiated or pending against the company for holding benami property അങ്ങനെയുണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ ഇല്ലെന്ന് പരിശോധിച്ച് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യുന്ന ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് ഓഡിറ്റർ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. These are the 5 points to be verified by the auditor and reported under Caro for PPE and intangible asset. intangible asset മായി ബന്ധപ്പെട്ട പോയിന്റ് വളരെ കുറവാണ്, ഓൾമോസ്റ്റ് PPE അല്ലെ. അപ്പൊ എന്തൊക്കെ ഇതിൽ പറഞ്ഞാൽ നമ്മള് ആദ്യത്തെ പോയിന്റ് PPE ആണ് അല്ലെ. PPE എന്താ പറഞ്ഞത്, സോറി PPE intangible asset പറഞ്ഞ 3 ഓർഡർ പാരഗ്രാഫ് 3 ക്ലോസ് 1 ഓഫ് ഓർഡർ അല്ലെ Caro 2020 ആണോ അല്ലെ. അത് മെയിൻ്റെനൻസ് ഓഫ് ആഡിക്വേറ്റ് റെക്കോർഡ്സ് ഷോയിങ് ദ ഫുൾ പർട്ടിക്കുലേഴ്സ് ഓഫ് ക്വാണ്ടിറ്റി ഡീറ്റെയിൽസ് സിറ്റുവേഷൻ. രണ്ടാമത് എന്താ, ഫിസിക്കലി വെരിഫൈ ചെയ്യണ്ടോ വല്ല ഡിസ്ക്രിപ്പൻസീസ് തന്നെ പ്രോപ്പർലി ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കൊടുക്കുന്നുണ്ടോ, ഇമ്മോബിൾ പ്രോപ്പർട്ടി ആക്ടിന്റെ കമ്പനിയുടെ പേരിലാണോ അതല്ല എങ്കിൽ താഴെ പറയുന്ന ഡീറ്റെയിൽസ് കാണിക്കണം. നാലാമത്തെ റീവാല്യൂ ചെയ്യണം, രജിസ്റ്റേർഡ് വാല്യൂറിന്റെ വാല്യൂഷനെ ബേസ് ചെയ്തിട്ടാണോ. ഇനി ടോട്ടൽ നെറ്റ് ക്യാരിങ് വാല്യൂന്റെ ഈച്ച് ക്ലാസ് ഓഫ് അസറ്റ് നെറ്റ് ക്യാരി വാല്യൂവിന്റെ 10% കൂടുതൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്തിരിക്കണം. കമ്പനിക്ക് എതിരെ വല്ല ലീഗൽ പ്രൊസീഡിംഗ്സോ ലീഗൽ കേസസ് പെൻഡിങ് അഗൈൻസ്റ്റ് ഫോർ ഹോൾഡിംഗ് ബെനാമി പ്രോപ്പർട്ടി പ്രോപ്പർലി ഫിനാൻഷ്യൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് എന്തിക്കണം നോക്കണം. അപ്പൊ ഇതോടുകൂടി PP ഇത് ഇങ്ങനെ പഠിക്കുക, ഇത് ചുരുക്കി പഠിക്കുക, എന്നിട്ട് എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതി വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ് വൈസ് പഠിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, എഴുതി വെച്ചാൽ മതി. അപ്പൊ ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആയി, നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകല്ലേ. Then moving to inventory, രണ്ടാമത്തെ paragraph 3(2) of the order അല്ലെ. paragraph 3 clause 2 of the order, inventory. ക്ലിയർ ആണ്. ഇൻവെന്ററി നമുക്ക് 2 പോയിന്റ് പഠിക്കാം കേട്ടോ. ഒന്ന് ഫിസിക്കൽ വെരിഫിക്കേഷൻ, നേരത്തെ പഠിച്ച അതേ തന്നെ PPE പഠിച്ച അതേ കാര്യം തന്നെ ഫിസിക്കൽ വെരിഫിക്കേഷനിൽ വായിക്കാം, ചെറിയൊരു വ്യത്യാസം പറയുന്നത് നോക്കാം. whether physical verification of inventory has been conducted by the management at reasonable intervals. അപ്പൊ ഓഡിറ്റർ ചെന്ന് നോക്കണം, നമ്മൾ SA 501 പഠിച്ചിട്ടുണ്ട് അല്ലെ, ഓർമ്മ ഉണ്ടോ? 501 അവർ ഫിസിക്കൽ വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ ശരിക്കും നമുക്കറിയാം ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്യണ്ടോ ഇല്ല എന്നുള്ളത്. അതിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടാവാം, ഇന്റേണൽ ഓഡിറ്റേഴ്സിന്റെ റിപ്പോർട്ട് ഉണ്ടാവാം. അപ്പൊ അതിന് എനിക്ക് നോക്കണം whether the management has conducting physical verification of inventory at reasonable intervals. ക്ലിയർ ആണല്ലേ? ഇത് മാത്രമല്ല, ഇതും അതെ SA 501 പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചപ്പോ. Whether auditor also see whether the coverage and procedure of such verification appropriate. അതെന്നെ നമ്മൾ SA 501 നോക്കുന്നുണ്ട്. Whether the coverage and procedure of such physical verification is appropriate. അതും കൂടി ഓഡിറ്റർ എന്ത് ചെയ്യണം? പരിശോധിച്ച് നോക്കണം. അപ്പൊ ആദ്യം ഫിസിക്കൽ വെരിഫിക്കേഷൻ റീസണബിൾ ഇന്റർവെൽസ് കണ്ടക്ട് ചെയ്യണ്ടോ, രണ്ടാമത്തെ coverage and procedure of such verification is appropriate ആണോ in the opinion of the auditor. അതും കൂടി ഓഡിറ്റർ എന്ത് ചെയ്യണം നോക്കണം. ആണെങ്കിൽ ആണെന്ന് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യും. ഈ ഓരോ 3 പോയിന്റ് റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ മൂന്നാമത്തെ എന്താ, വെദർ എനി ഡിസ്ക്രിപ്പൻസീസ്. നേരത്തെ ഫിക്സഡ് അസറ്റിലെ ഫിസിക്കൽ വെരിഫിക്കേഷൻ പറഞ്ഞ അതേ കാര്യം തന്നെ. വെല ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ, പക്ഷെ ചെറിയ വ്യത്യാസം എന്താ, ഓഫ് 10% ഓർ മോർ, 10% കൂടുതലോ ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ. എന്തിന്റെ 10%? The aggregate value of each class of inventory. Each class എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ finished goods തന്നെ പല തരത്തിലുള്ള ഫിനിഷ് ഗുഡ്സ് ഇല്ലെങ്കിൽ ഓരോ ക്ലാസ്സിലും റോ മെറ്റീരിയൽ WIP. അപ്പൊ ഓരോ ക്ലാസസ് ഓഫ് ഇൻവെന്ററിയിലും അഗ്രിഗേറ്റ് വാല്യൂവിന്റെ 10% എടുക്കുക. അതോ അതിന് കൂടുതലോ ഡിസ്ക്രിപ്പൻസീസ് നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ whether they have been properly dealt in the books of accounts. അത് books of accounts കൊടുക്കുന്ന ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുത്തിട്ട് എന്ത് ചെയ്യണം? പരിശോധിക്കണം. So whether any discrepancies 10% or more അല്ലെ of the aggregate value of each class of inventory has been noticed അല്ലെ. If so, whether they have been properly dealt in the books of accounts. ഈ 3 കാര്യങ്ങളാണ് ഫിസിക്കൽ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ളത്. സോ ഫിസിക്കൽ വെരിഫിക്കേഷൻ റീസൺ ഇന്റർവെൽസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ, അതിന്റെ പ്രൊസീജിയേഴ്സും അതുപോലെ കവറേജിന്റെ അഡിക്വേറ്റ് ആണ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ ഓഡിറ്റർ. ആൻഡ് ഡിസ്ക്രിപ്പൻസി നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ 10% കൂടുതൽ ഓഫ് ദ അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഈച്ച് ക്ലാസ് ഓഫ് ഇൻവെന്ററി. ഇഫ് യെസ്, whether it is properly dealt in the books of accounts. SA 501 കൂടിയായിട്ട് കണക്ട് അതാ പറഞ്ഞത്. പുതിയ കാരോ വന്നപ്പോൾ കുറച്ചുകൂടി ട്രാൻസ്പെറന്റ്, കുറച്ചുകൂടി കവറേജ് വരുന്നുണ്ട് കേട്ടോ. ഇത് ക്ലിയർ ആയാലോ ഫിസിക്കൽ വെരിഫിക്കേഷൻ. ഞാൻ അടുത്ത പോയിന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ. ഈ ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എടുത്തിട്ടുണ്ടോ? സോ വാട്ട് ഈസ് മെന്റ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ? ക്യാഷ് ക്രെഡിറ്റ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഞാൻ കുട്ടികളുടെ പലപ്പോഴും എന്താ ഓവർ ഡ്രാഫ്റ്റ് വെച്ചാൽ അവർ പറയും, സാർ അത് കറന്റ് അക്കൗണ്ട് എക്സസ് വിഡ്രോ ചെയ്യുന്ന സാധനമാണ് ഓവർ ഡ്രാഫ്റ്റ്. അങ്ങനെ നിങ്ങൾ മനസ്സിലായത് വെട്ടിക്കളിയ കേട്ടോ. അതൊക്കെ പഴയ കൺസെപ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ക്യാഷ് ക്രെഡിറ്റ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ. അതായത് നമ്മുടെ കറന്റ് അസറ്റ് പ്ലസ് നമ്മുടെ സ്റ്റോക്ക് പ്ലസ് നമ്മുടെ ഡെറ്റേഴ്സ് മൈനസ് നമ്മൾക്ക് കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സ്, ഇതിന്ന് കിട്ടുന്ന ഫിഗറിന്റെ ഒരു ഇത്ര പെർസെന്റേജ് എന്ത് ചെയ്യും, എമൗണ്ട് നമ്മൾക്ക് ലോൺ ആയിട്ട് തരും. ഫോർ എക്സാമ്പിൾ 50 lakhs ആണ് ഇത് മൂന്നും കൂടി കിട്ടുന്നത് വിചാരിക്കുക. അതിന്റെ 75%, 25% അവർ പിടിക്കും. 25% ഇല്ല, 75%. ഞാൻ എക്സാമ്പിൾ 75 പറഞ്ഞു കേട്ടോ. അതിന് നമുക്ക് എന്ത് ചെയ്യും, ഒരു വിഡ്രോയിങ് ലിമിറ്റ് അനുവദിച്ചു തരും. ഈ ക്രെഡിറ്റ് കാർഡൊക്കെ പോലെ അത്ര എനിക്ക് വിഡ്രോ ചെയ്യാം. അപ്പൊ അത്ര എമൗണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് കൊടുക്കാം, എനിക്ക് പിന്നെ റെസിപ്റ്റ് ആയിട്ട് കിട്ടാൽ മതി. അപ്പൊ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ, അതായത് ക്യാഷ് ക്രെഡിറ്റ് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിലൂടെ എനിക്ക് എന്ത് ചെയ്യാം, എന്റെ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് കറക്റ്റ് ക്യാഷ്, ഫിസിക്കൽ ക്യാഷ് എല്ലായ്പ്പോഴും വേണമെന്നില്ല. അപ്പൊ ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് കൊടുക്കണോ, ആ അക്കൗണ്ട് എടുത്ത് കൊടുക്കാം. മാക്സിമം എത്ര ലിമിറ്റ് വെച്ചാൽ അതുവരെ എനിക്ക് വിഡ്രോ ചെയ്യാം. ഈ എക്സ്പെൻസ് പേ ചെയ്യണോ, അത് വെച്ച് പേ ചെയ്യാം. ഞാൻ പറഞ്ഞു ഫിക്സഡ് അസറ്റ് ഒന്നും വാങ്ങാൻ പറ്റില്ല കേട്ടോ, വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസിന് മാത്രമുള്ളതാണ്. ഞാൻ പറഞ്ഞു ക്ലിയർ ആവുണ്ടല്ലോ അല്ലെ. അതിന് വേറെ ടേം ലോൺ തന്നെ എടുക്കണം ഫിക്സഡ് അസറ്റ് വാങ്ങാനായിട്ട്. അപ്പൊ ഡേ ടു ഡേ ഓപ്പറേഷൻ ആവശ്യം കാശ് എന്ന് വിഡ്രോ ചെയ്യാം. ഞാൻ അതിന് കിട്ടുന്ന വരുമാനം ആയിരിക്കും കൊണ്ടുപോയി ഇട്ടാൽ മതി. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലോൺ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ഓർ ക്യാഷ് ക്രെഡിറ്റ് ഓർ ഓവർ ഡ്രാഫ്റ്റ്. ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ക്വാർട്ടർലി, നോട്ട് മന്ത്ലി, ക്വാർട്ടർലി ഈ സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അതായത് ഇത്ര സ്റ്റോക്ക് എന്റെ കയ്യിലുണ്ട്, ഇത്ര റിസീവബിൾസ് എന്റെ കയ്യിലുണ്ട്, ഇത്ര ക്രെഡിറ്റേഴ്സ് ആണ് ക്വാർട്ടർ എൻഡിലുണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ April to June June 30th. അപ്പൊ June 30th ഈ പൊസിഷൻ കാണിച്ചുകൊണ്ട് ഒരു സ്റ്റോക്ക് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ റിസീവബിൾ സ്റ്റേറ്റ്മെന്റ് ബാങ്കിലേക്ക് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അവരിങ്ങനെ ഓരോ ക്വാർട്ടറിലും ബാങ്കുകാർ റിവൈവ് ചെയ്ത് നമ്മൾക്ക് ഈ ഫോർ എക്സാമ്പിൾ നമുക്കൊരു 37,50,000 ആണ് ലോൺ തന്നെന്ന് വിചാരിക്കാം. 50 ലക്ഷത്തിന്റെ മേലെ, അപ്പൊ 50 ലക്ഷത്തിന്റെ 75% എത്രയാ വരിക, 37,50,000 അല്ലെ.
അപ്പൊ എനിക്ക് ഇതൊക്കെ കൂടി കൂട്ടുന്ന സമയത്ത് ഈ 50 ലക്ഷം മുട്ടിയാൽ മാത്രമേ കൊടുത്ത 37,50,000 ബാങ്കുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അനുവദിക്കാൻ പറ്റുള്ളൂ. മറിച്ച് ഇതൊക്കെ കൂടി ഓരോ ക്വാർട്ടറിൽ നോക്കുമ്പോൾ 49 ലക്ഷത്തിനേ ഉള്ളൂവെങ്കിൽ 37,50,000 കൊടുക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഓരോ ക്വാർട്ടറിൽ ഇത് റിവൈസ് ചെയ്ത് നോക്കും, എന്നിട്ട് ആ ലിമിറ്റ് എത്തുണ്ടോ നോക്കും. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്വാർട്ടർലി നമ്മൾ എന്ത് ചെയ്യണം, റിസീവബിൾ സ്റ്റേറ്റ്മെന്റോ സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റോ എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. അത്തരം കാര്യമാണ് ഇതിൽ പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഇത് നമ്മള് ബാങ്കിങ്ങിന്റെ ഒരു ബാങ്ക് ഓഡിറ്റ് പറഞ്ഞ ചാപ്റ്റർ പഠിക്കണ്ട. അപ്പൊ നമ്മൾ ഇതിനെ പറ്റിയിട്ട് പഠിക്കും. വെദർ ഡ്യൂറിംഗ് എനി പോയിന്റ് ഓഫ് ടൈം ഓഫ് ദ ഇയർ, ഏതെങ്കിലും ഒരു പോയിന്റില് ദ കമ്പനി ഹാസ് ബീൻ സാങ്ഷൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റ് ഇൻ എക്സസ് ഓഫ് 5 crores. അപ്പൊ നേരത്തെ പറഞ്ഞ ലിമിറ്റ്, നേരത്തെ എക്സ്ട്രാ 37,50,000 പറഞ്ഞ 5 കോടിക്ക് മേലെ വിഡ്രോയിങ് ലിമിറ്റ് ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമില് കമ്പനിക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ? In aggregate from banks or financial institutions. അല്ലെ, ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻ അഗ്രിഗേറ്റ് പല ബാങ്കുകളും പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് 5 കോടിക്ക് മുകളിലുള്ള വിഡ്രോയിങ് പവർ അനുവദിച്ചിട്ടുണ്ടോ? പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു ബാങ്കിന് ഓഡിറ്റ് ഫെസിലിറ്റി എടുക്കാൻ പറ്റുള്ളൂ, അത് വേറെ കാര്യം. എല്ലാ ബാങ്കിനും ഓഡിറ്റ് ഫെസിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. പക്ഷെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്ന രീതിയിൽ വേറെ എന്തെങ്കിലും ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. So whether at any point of time the company has been sanctioned a limit of excess of 5 crores in aggregate from banks or financial institutions on the basis of security of current asset. Current asset ne security basis it അങ്ങനെ വല്ലതും അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 5 കോടിക്ക് മുകളിൽ വിഡ്രോയിങ് ലിമിറ്റ് ഉള്ള എന്താ ഓഡിറ്റ് ഫെസിലിറ്റിയോ ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റിയോ ഓഡിറ്റർ പരിശോധിക്കണം. ക്ലിയർ ആവുന്നില്ല? അങ്ങനെ ഉണ്ടെങ്കിൽ whether the quarterly returns filled by the company with such banks, ഇതിൽ quarterly returns കൊടുക്കുന്നുണ്ടോ അല്ലെ, ആ quarterly returns അവിടെ എഴുതിയിട്ടുണ്ടോ? whether the second point വായിക്കാം, whether the quarterly returns or statements filed by the company to such banks are in agreement with the books of accounts. ആ കൊടുത്ത ഫിഗർ തന്നെയാണോ ആ ക്വാർട്ടറിൽ കിടക്കണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കിടക്കണം, എന്ത് ചെയ്യണം, പരിശോധിക്കണം. അപ്പൊ ചിലർക്ക് തോന്നാം സാർ അതന്നെയല്ലേ സംഭവിക്കുക, ഞാൻ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂലാ പറയണ കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എന്താ ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. വെദർ ദ ക്വാർട്ടർലി റിട്ടേൺസ്, ഞാൻ നേരത്തെ പറഞ്ഞ ക്വാർട്ടർലി റിട്ടേൺസ് കൊടുക്കണം അല്ലേ, വെദർ ദ ക്വാർട്ടർലി റിട്ടേൺസ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഫൈൽഡ് ബൈ ദ കമ്പനി വിത്ത് സച്ച് ബാങ്ക്സ്, ആ ബാങ്കിന് ക്വാർട്ടർലി സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. അത് വെദർ ദേ ആർ ഇൻ എഗ്രിമെന്റ് വിത്ത് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് ടാലിയാണ് നോക്കണം. അപ്പൊ ചിലർക്ക് ചോദിക്കാം സാർ അത് ടാലി ആവില്ലേ, പിന്നെ അല്ലാതെ എങ്ങനെ കൊടുക്കുക? പലപ്പോഴും അവിടെ ഫ്രോഡ് നടക്കാറുണ്ട്. ഞങ്ങളൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ ബാങ്കുകാരനെ എഴുതി അവിടെ വെക്കും, ക്ലയന്റിനോട് ചോദിക്കുന്നില്ല. കാരണം ബാങ്കുകാർക്ക് ബിസിനസ് ആവശ്യമില്ല. ചിലപ്പോൾ അങ്ങനെയും നടക്കാറുണ്ട് സിറ്റുവേഷൻസ് കേട്ടോ. മാത്രമല്ല ചിലപ്പോ കൊടുക്കുന്നത് ഇവർക്ക് ഈ ലിമിറ്റിന് താഴെയാണ് ഡെറ്റേഴ്സ്, ഈ ലിമിറ്റിൽ വരാൻ താഴെയാണ് ഡെറ്റേഴ്സിന്റെയും ക്രെഡിറ്റേഴ്സിന്റെയും അതുപോലെ തന്നെ സ്റ്റോക്കിന് പൊസിഷൻ എന്ന് വിചാരിക്കുക. ചിലപ്പോൾ ഇവര് ഇല്ലാത്ത ഫിഗർ ഒക്കെ എടുത്തിട്ട് ബാങ്കിന് സബ്മിറ്റ് ചെയ്യും. അപ്പൊ അതില്ലാതിരിക്കാനാണ് പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് ടാലിയാണ് നോക്കുക, അതാത് ക്വാർട്ടറിൽ. ക്ലിയർ? അപ്പൊ ക്വാർട്ടറിൽ ഞാൻ എന്ത് ചെയ്യണം, ലെഡ്ജർ എടുക്കണം. ക്വാർട്ടർ വൈസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ ലെഡ്ജർ എനിക്ക് എടുക്കാൻ പറ്റും. ജൂൺ എൻഡ് അതിൽ കിടക്കണ ഫിഗർ തന്നെയാണോ എവിടെ കിടക്കുന്നത്, നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം നോക്കണം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്താ രണ്ട് കാര്യങ്ങൾ, whether at any point of time during the whether the company has been sanctioned working capital loan limits exceeding 5 crores from in aggregate from banks and financial institutions on the basis of security of current assets. If yes, whether the quarterly statements submitted to the bank, the figures shown in such statements are in agreement with the ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനി. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് ഫിസിക്കൽ വെരിഫിക്കേഷൻ, രണ്ടാമത്തെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ. അപ്പൊ നമ്മൾ PPE പഠിച്ചു, ഇൻവെന്ററി പഠിച്ചു, ക്ലോസ് 1 ക്ലോസ് 2. അപ്പൊ അടുത്തേക്ക് പോകാതെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് അത്യാവശ്യം വലുപ്പമുള്ള സാധനമാണ്. ഇൻവെസ്റ്റ്മെന്റ്സ്, ഗ്യാരണ്ടി, സെക്യൂരിറ്റി, ലോൺസ് ഓർ അഡ്വാൻസസ്, പാരാ 3 ക്ലോസ് 3. ഇൻവെസ്റ്റ്മെന്റ്സ്, ഗ്യാരണ്ടി, സെക്യൂരിറ്റി, ലോൺസ്. അതായത് കമ്പനി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, ഗ്യാരണ്ടർ ആയിട്ട് നിന്നിട്ടുണ്ട്, സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്, ഗ്യാരണ്ടർ സെക്യൂരിറ്റി, ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഓഡിറ്റർ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അങ്ങനത്തെ സാധനം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കാണണമെങ്കിൽ ഓഡിറ്റർ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അതാണ് ഈ ക്ലോസസിൽ പറയാം കേട്ടോ. ഇൻവെസ്റ്റ്മെന്റ്സ്, ഗ്യാരണ്ടി, സെക്യൂരിറ്റി, ലോൺസ്. പക്ഷെ ഇവിടെ പറയുന്ന പല പോയിന്റുകൾ ലോൺസ് ആൻഡ് അഡ്വാൻസസിനെ ബേസ് ചെയ്തിട്ടാണ്. ആ രീതിയിൽ കൺസിഡർ ചെയ്താലും മതി. അത്യാവശ്യം വലുപ്പമുള്ള പോയിന്റ് ഇവിടെ നോക്കിയാൽ മതി അല്ലെ. ഇവിടെ നോക്കൂ, 1 2 3 4 5 5 പോയിന്റോളം കവർ ചെയ്യണ്ട കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചോളാം. ആദ്യത്തെ, if loans are given to related parties നാണ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുത്തിട്ടുള്ളത്, റിലേറ്റഡ് പാർട്ടിക്കാണ് ഗ്യാരണ്ടർ കൊടുത്തിട്ടുള്ളത്, റിലേറ്റഡ് പാർട്ടിക്കാണ് സെക്യൂരിറ്റി കൊടുത്തിട്ടുള്ളത്, റിലേറ്റഡ് പാർട്ടിയിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് എങ്കിൽ ഈ പോയിന്റ് ഒക്കെ കവർ ചെയ്യട്ടോ. റിലേറ്റഡ് പാർട്ടിക്കാണെങ്കിൽ the aggregate amount
during the year. എത്ര amount ആണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്, എത്ര amount ആണ് ലോൺസ് ആൻഡ് അഡ്വാൻസ് കൊടുത്തിട്ടുള്ളത്. The balance outstanding at the year end of balance sheet. Balance sheet പറയുമ്പോൾ എത്രയാണ് outstanding amount at the balance sheet date ഉള്ളത്. And ക്ലിയർ ആണല്ലേ. ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം. അപ്പൊ റിലേറ്റഡ് പാർട്ടിക്കാണ് കൊടുത്തിട്ടില്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഓഡിറ്റർ ചെക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം. ഒന്ന്, എത്ര എമൗണ്ട് ആണ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള, ലോൺസ് ആൻഡ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ള, പിന്നെ ബാലൻസ് അറ്റ് ദ ഇയർ എൻഡിൽ എത്ര ബാലൻസ് ഉണ്ട്. ഇത് രണ്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും. റിലേറ്റഡ് പാർട്ടി ഇവിടെ പറയേണ്ട investment made to subsidiaries, joint ventures and associates. So if the company has made in investments or provided security, provided guarantee or provided loans and advances to subsidiaries, joint ventures, associate, ഇതിനെ ഞാൻ റിലേറ്റഡ് പാർട്ടി എന്ന് ഉദ്ദേശിച്ചു കേട്ടോ. അവർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര എമൗണ്ട് കൊടുത്തു, ബാലൻസ് എത്ര ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, ഈ കാര്യങ്ങൾ ഓഡിറ്റർ ചെക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഇത് ക്ലിയർ ആവുന്നല്ലോ. ഇനി അൺറിലേറ്റഡ് പാർട്ടിയാണ്, അതായത് അതർ ദാൻ സബ്സിഡറി, ജോയിന്റ് വെഞ്ചർ ആൻഡ് അസോസിയേറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ സെയിം പോയിന്റ് തന്നെ എത്ര എമൗണ്ട് കൊടുത്തു, എത്രയാണ് അറ്റ് ദ ഇയർ എൻഡ് ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ്, ഈ രണ്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ രണ്ടിനും ഒരേ കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന പക്ഷേ രണ്ട് ഹെഡ് ആയിട്ടാണ്. ഇൻവെസ്റ്റ്മെന്റ് പ്രൊവൈഡഡ് ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി, ജോയിന്റ് വെഞ്ചർ, associate, loans and advances, subsidiary, joint venture, associates, in guarantor to joint venture, subsidiary, associates, investment to other than joint venture, subsidiary, associates. രണ്ട് ഹെഡിലായിട്ട് എന്ത് ചെയ്യണം, കാണിച്ചിരിക്കണം. ഇത്ര എമൗണ്ട് കൊടുത്തു, ഇത്രയാണ് എന്താ ഔട്ട്സ്റ്റാൻഡിംഗ്. ഇത് ക്ലിയർ ആവുന്നല്ലോ. അപ്പൊ അതാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻ, ഇതൊക്കെ നമ്മുടെ മറ്റേ 143 സബ്സെക്ഷൻ 1 ഇൻക്വയറിയിൽ പറഞ്ഞ കാര്യങ്ങൾ. അവിടെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് പറയുന്നുണ്ട്, ഇവിടെയും പറയുന്നുണ്ട്. വ്യത്യാസമില്ല. അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ റിപ്പോർട്ട് ചെയ്യുക, ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ റിപ്പോർട്ട് ചെയ്യുക. ഇത് ക്ലിയർ ആവുന്നല്ലോ അല്ലേ. So whether the terms and conditions are not prejudicial to the company's interest, whether the terms and conditions based on investment rate, whether the terms and conditions based on the loans and advances given, whether the terms and conditions based on the guarantee or security given, അത് not prejudicial to the interest of the company or not. ക്ലിയർ ആണ്. അത് കമ്പനിയുടെ ഇൻട്രസ്റ്റിനെ അഫക്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, പരിശോധിക്കണം. അപ്പൊ റിലേറ്റഡ് പാർട്ടി കൊടുക്കുന്ന എമൗണ്ട് അതിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ്, അൺറിലേറ്റഡ് പാർട്ടി കൊടുക്കുന്ന എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ്, പിന്നെ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രജുഡീഷ്യൽ ആണോ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ റീപേയ്മെന്റ് റെഗുലാരിറ്റി കൊടുത്തുല്ലോ അല്ലെ. ഇപ്പൊ ലോൺസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ആണോ അല്ലെ. ഇതൊക്കെ റെഗുലർ അല്ലെങ്കിൽ ഗ്യാരണ്ടർ ആയിട്ട് നിന്നിട്ടുണ്ട്, ഇതിനൊക്കെ റെഗുലർ റീപേയ്മെന്റ് വരുന്നോന്ന് പരിശോധിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഗ്യാരണ്ടർ ആയിട്ട് നിന്നു വിചാരിക്കാം, വേറെ തേർഡ് പാർട്ടി ലോണ് അയാൾ റീപേ ചെയ്ത് കമ്പനിയുടെ ആസ്തി എടുത്തുകൊണ്ട് കമ്പനി അഫക്ട് ചെയ്ത് അല്ലെ. അതല്ല, ഞാൻ ലോൺ ഒരാൾക്ക് കൊടുത്തു എന്ന് വിചാരിക്കാം, റിലേറ്റഡ് പാർട്ടി അയാൾ തരുന്നില്ല എങ്കിൽ, റിലേറ്റഡ് പാർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് SA 550 കൂടുതൽ ഫ്രോഡ് നടക്കാൻ ചാൻസസ് ഉള്ള സാധനമാണ്. അയാൾ തരുന്നുണ്ടോ ഇല്ലയോ നോക്കണം, അതിന് കമ്പനിയുടെ ഇൻട്രസ്റ്റിനെ അഫക്ട് ചെയ്യും, ആണോ അല്ലെ. അപ്പൊ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഇൻവെസ്റ്റ്മെന്റ് കൊടുത്താൽ റെഗുലർ ഇൻഫ്ലോ ഉണ്ടായിരിക്കണം, അതുണ്ടോ എന്ന് പരിശോധിക്കണം. സോ ഇൻ റെസ്പെക്ട് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഇവിടെ ലോൺസ് ആൻഡ് അഡ്വാൻസിന്റെ കേസാണ് പറയുന്നത്. whether the principal and the payment of interest has been stipulated, അതാണ് ആദ്യം. നിങ്ങൾ ഇത്രയാണ് EMI ആയിട്ട് പേ ചെയ്യേണ്ടത്, ഇത്രയാണ് പ്രിൻസിപ്പൽ ആയിട്ട് പേ ചെയ്യേണ്ടത്, ഇത്രയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് റീപേ ചെയ്യേണ്ടത് എന്നുള്ള സ്റ്റിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോ. അങ്ങനെ വല്ല റീപേയ്മെന്റ് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ടോ നോക്കണം, അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. റീപേയ്മെന്റ് ഷെഡ്യൂൾ അങ്ങനെ വല്ലതും ലോൺ എടുത്ത ആൾക്ക് കൊടുത്തിട്ട് നോക്കണം. ഓരോ മാസം അല്ലെങ്കിൽ ഓരോ ക്വാർട്ടറിൽ അല്ലെങ്കിൽ ഓരോ വർഷം ഇത്ര പ്രിൻസിപ്പൽ എമൗണ്ട്, ഇത്ര ഇൻട്രസ്റ്റ് ആൻഡ് ഇത്ര EMI ആണ് പേ ചെയ്യുന്നത് സ്റ്റിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോ. ക്ലിയർ ആണല്ലേ. അപ്പൊ whether the schedule of repayment of principal and payment of interest has been stipulated and whether the repayments are regular, ആ റീപേയ്മെന്റ്സ് റെഗുലർ ആണോ എന്നും കൂടി പരിശോധിക്കണം. ക്ലിയർ ആവല്ലേ. അപ്പൊ റീപേയ്മെന്റിന്റെ ഷെഡ്യൂൾ സ്റ്റിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോ, റീപേയ്മെന്റ് ഷെഡ്യൂൾ സ്റ്റിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോ, ആൻഡ് റീപേയ്മെന്റ് റെഗുലർ ആണോ ഓഡിറ്റർ എന്ത് ചെയ്യണം, പരിശോധിക്കണം. ഇനി നാലാമത്തെ ഓവർ ഡ്യൂ മോർ ദാൻ 90 days. അങ്ങനെ റെഗുലർ അല്ല എങ്കിൽ 90 ദിവസത്തിൽ കൂടുതൽ ഡ്യൂ ആയിട്ട് കിടക്കുന്നത്, അതായത് ഓവർ ഡ്യൂ ആയിട്ട് കിടക്കുന്നത് ഉണ്ടോ നോക്കണം. സോ ഇഫ് ദ എമൗണ്ട് ഈസ് ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 90 days, 90 ദിവസത്തിൽ കൂടുതൽ ഓവർ ഡ്യൂ ഉണ്ടെങ്കിൽ whether reasonable steps have been taken by the company for its recovery, അതിന്റെ റിക്കവറിക്ക് റീസണബിൾ സ്റ്റെപ്സ് കമ്പനി എടുത്തിട്ടുണ്ട്. അപ്പൊ അവരോട് ചോദിക്കുക, അത് 90 ദിവസം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, നിങ്ങൾ എന്താ ചെയ്തിട്ടില്ല. മാനേജറിന് പറയാം, സാർ ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അവർക്ക് 2 പ്രാവശ്യം നോട്ടീസ് അയച്ചു, ഇതപ്പൊ ഞങ്ങൾ തരാത്തോണ്ട് ഞങ്ങൾ നിയമ നടപടിക്ക് പോവാണ്. സോ what are the actions taken for its recovery, അങ്ങനെ ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കണം, അതില്ലെങ്കിൽ ആക്ഷൻസ് എടുത്തിട്ടില്ലാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, എഴുതി വെക്കണം. So overdue for more than 90 days. If any repayment is overdue for more than 90 days, what state whether the company has taken any actions for its recovery. Then അടുത്ത രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റീഷെഡ്യൂളിംഗ് ഓർ എക്സ്റ്റൻഷൻ ഓഫ് ഓവർഡ്യൂ ലോൺസ്. ചിലപ്പോ ഓവർഡ്യൂ ആയിട്ട് കിടക്കുന്ന ലോണിനെ റീപേയ്മെന്റ് പീരീഡ് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാം, ചിലപ്പോൾ ആ ലോൺ റിന്യൂ ചെയ്യാം, ചിലപ്പോൾ അതിന്റെ റീപേയ്മെന്റ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പുതിയ ലോൺ കൊടുത്ത് പഴയ ലോൺ എന്ത് ചെയ്യാം, വീട്ടാൻ അനുവദിക്കുക. അതൊക്കെ ബാങ്കുകാരും ചെയ്യുന്ന കാര്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഈ പരിപാടി ചെയ്യുന്ന കമ്പനിക്ക് മാത്രമേ ഈ ക്ലോസസ് അപ്ലിക്കബിൾ ആവും. അല്ലാത്ത കമ്പനിക്ക് നമ്മൾ ദിസ് കമ്പനി ഈസ് എ ട്രേഡിംഗ് കമ്പനി, ദിസ് ക്ലോസ് ഈസ് നോട്ട് അപ്ലിക്കബിൾ. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫിനാൻസ് കമ്പനി ആണെങ്കിൽ അപ്ലിക്കബിൾ, ഈ ക്ലോസ് അപ്ലിക്കബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു കമ്പനിക്ക് ഇതിന് കേസ് വരുന്നുള്ളൂ അല്ലെ. സോ വെൽ ലോൺ ഓവർഡ്യൂ ആയിട്ട് ഇതുവരെ തിരിച്ചടക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ അയാളായിട്ട് സംസാരിച്ചു, കമ്പനി അയാളായിട്ട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് ഇത്ര എക്സ്റ്റൻഡഡ് പീരീഡ് കൂടി തരാം, നിങ്ങൾ അടച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം, ഞങ്ങളൊരു പുതിയ ലോൺ തരാം, എന്നിട്ട് പഴയ ലോൺ വീട്ടിക്കോളാം, പുതിയ ലോൺ റെഗുലർ ആയിട്ട് റീപേ ചെയ്താൽ മതി. അങ്ങനെ ചില ഫെസിലിറ്റീസ് അനുവദിക്കാറുണ്ട്. അങ്ങനെ അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ എന്താണ് ഓഡിറ്റ് ചെക്ക് ചെയ്യേണ്ടത്? സോ വെദർ എനി ലോൺസ് ഓർ അഡ്വാൻസസ് are renewed or extended or fresh loans granted to settle the overdues of the existing loans. അപ്പൊ എന്താ, whether in loans and advances or renew ചെയ്തിട്ടുണ്ടോ, ലോൺസ് റിന്യൂ ചെയ്തിട്ടുണ്ടോ, അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ, അതിന്റെ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫ്രഷ് ലോൺ ഗ്രാൻഡ് ചെയ്തിട്ട് ഓവർഡ്യൂ അല്ലെ, സെറ്റിൽഡ് ഓവർഡ്യൂസ് ഓഫ് എക്സിസ്റ്റിംഗ് ലോൺസിന്റെ ഓവർഡ്യൂ സെറ്റിൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ. ഓക്കെ, സോ if any loans and advances are renewed or extended or new advances are given for settling the overdues of the existing loans, അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഓഡിറ്റർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ, സ്പെസിഫൈ ദ അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് സച്ച് ഡ്യൂസ് renewed or extended or settled by fresh loans. എത്ര ലോണിന്റെ മുകളിലാണ്, എത്ര എമൗണ്ടിന്റെ മുകളിലാണ് റിന്യൂ ചെയ്തിട്ടുള്ളത്, എത്ര എമൗണ്ടിന്റെ മുകളിലാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്, എത്ര എമൗണ്ടിന്റെ മുകളിലാണ് ഫ്രഷ് ലോൺ വഴി സെറ്റിൽ ചെയ്തിട്ടുള്ളത്, ആ എത്രയാണ് ആ ലോൺ. അപ്പൊ 10 ലക്ഷത്തിന്റെ ഓവർഡ്യൂ ലോൺ ഉണ്ടായിരുന്നു, അതിന്റെ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തു. 10 ലക്ഷത്തിന്റെ ഒരു ഓവർഡ്യൂ ലോൺ ഉണ്ടായിരുന്നു, അതിനെ റിന്യൂ ചെയ്തു. 10 ലക്ഷത്തിന്റെ ഓവർഡ്യൂ ലോൺ ഉണ്ടായിരുന്നു, അതിന് പുതിയ ലോൺ വഴി അത് സെറ്റ് ചെയ്തു. ആ എമൗണ്ട്, എത്ര ഓവർഡ്യൂ കിടക്കുന്ന എമൗണ്ട്, ആ ലോൺ എമൗണ്ട് എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. സോ സ്പെസിഫൈ ദ അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ഡ്യൂസ് റിന്യൂഡ് or extended or settled by fresh loans. മാത്രമല്ല the percentage of aggregate to the total loans and advances, അതിന്റെ പെർസെന്റേജ് കൂടി കാണിക്കണം. ഫോർ എക്സാമ്പിൾ 50 ലക്ഷമാണ് ടോട്ടൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് കമ്പനി കൊടുത്തിട്ടുള്ളത്, അതിൽ 10 ലക്ഷത്തിന്റെ ലോണാണ് ഈ പറഞ്ഞ പോലെ റിന്യൂ ചെയ്തിട്ടുള്ള, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള, പുതിയ ലോൺ വഴി സെറ്റ് ചെയ്തിട്ടുള്ള, അങ്ങനെയാണെങ്കിൽ 20% എന്ന് പറയാം അല്ലെ. സോ വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് the aggregate loans or advances to the total loans and advances? So what is the percentage of such renewed or extended loans to the total loans and advances? അതും കൂടി എന്ത് ചെയ്യണം, ഓഡിറ്റർ സ്പെസിഫൈ ചെയ്യണം. എമൗണ്ട് മാത്രമല്ല, പെർസെന്റേജ് കൂടി സ്പെസിഫൈ ചെയ്യണം. സോ if the company has granted loan, if the company has renewed any loan or extended any loan or granted any new loan for settling the dues of existing loans, then the amount, specify the amount of such dues extended, renewed or settled by fresh loans, and also the percentage to the total loans and advances. ഇത്രയും കാര്യങ്ങൾ കാണിച്ചിരിക്കണം. Then ഇതേപോലെ തന്നെ അടുത്ത പോയിന്റ്, ഡിമാൻഡഡ് ലോൺസ് വിത്തൗട്ട് റീപേയ്മെന്റ് പീരീഡ്. ഡിമാൻഡ് ലോൺസ് ചിലപ്പോ നമ്മൾ റീപേയ്മെന്റ് ഷെഡ്യൂൾ കൊടുക്കാതെ തന്നെ ഞങ്ങൾക്ക് ചോദിക്കുമ്പോൾ തരണം, ദാറ്റ് ഈസ് പേയബിൾ ഓൺ ഡിമാൻഡ്. നമ്മുടെ എഴുതി വെക്കണം കേട്ടോ, പേയബിൾ ഓൺ ഡിമാൻഡ്. നിങ്ങൾ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ഒന്നും ഉണ്ടാവില്ല, ചോദിക്കുമ്പോൾ തരണം പേയബിൾ ഓൺ ഡിമാൻഡ്. അങ്ങനത്തെ വല്ല ലോൺസ് ആൻഡ് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാവും. സാധാരണ അത് കൊടുക്കുക പ്രൊമോട്ടേഴ്സിനോ ഡയറക്ടേഴ്സിനൊക്കെയാണ് സാധാരണ കൊടുക്കുക, പേബിൾ ഓൺ ഡിമാൻഡ് എന്നുള്ള ലോൺ കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു മനസ്സിലായി. അങ്ങനെ വല്ലതും ഗ്രാൻഡ് ചെയ്തായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കാണുകയാണെങ്കിൽ, സോ വെദർ ദ കമ്പനി ഹാസ് ഗ്രാൻഡഡ് എനി ലോൺസ് in the nature of loans either repayable on demand or without specifying any terms or period of repayment. A period of repayment പറയാതോ ഡിമാൻഡ് റീപേയ്മെന്റ് പേബിൾ ഓൺ ഡിമാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റിപ്പുലേറ്റ് റീപേയ്മെന്റ് പീരീഡ് സ്റ്റിപ്പുലേറ്റ് ചെയ്യാതെയോ വല്ല ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവുന്നല്ലേ. അതായത് പ്രൊമോട്ടേഴ്സ്, റിലേറ്റഡ് പാർട്ടീസ് ഇവർക്കൊക്കെയാണ് കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ദ അഗ്രിഗേറ്റ് എമൗണ്ട് ആൻഡ് പെർസെന്റേജ് thereof, എത്ര എമൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത്, ടോട്ടൽ ലോൺസ് ആൻഡ് അഡ്വാൻസസിന്റെ എത്ര പെർസെന്റേജ്, അത് ഓഡിറ്റർ എന്ത് ചെയ്യണം, സ്റ്റിപ്പുലേറ്റ് ചെയ്യണം. സോ ഇഫ് ദ കമ്പനി ഹാസ് ഗ്രാൻഡഡ് എനി ലോൺസ് which are payable on demand or without specifying the repayment period, then the percentage of such loans and the amount of such loans to the total loans. ക്ലിയർ ആണല്ലേ. അതെന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണിച്ചിരിക്കണം. ഇതാണ് 5 പോയിന്റ് ഏതുമായി ബന്ധപ്പെട്ട ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഇൻവെസ്റ്റ്മെന്റ്, ഗ്യാരണ്ടി, സെക്യൂരിറ്റി എക്സെട്ര. അപ്പൊ എന്താ പറയുന്നത്, ആദ്യത്തെ റിലേറ്റഡ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ്, എത്രയാ. അൺറിലേറ്റഡ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ്. റിലേറ്റഡ് പാർട്ടി എന്നാൽ സബ്സിഡറി, ജോയിന്റ് വെഞ്ചർ, അസോസിയേറ്റ്, അതല്ലാത്ത ആൾക്കാർ unrated party. ഇനി അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ prejudicial to the interest of the company or not. റീപേയ്മെന്റ് പീരീഡിനെ സ്റ്റിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോ, അതിന്റെ റീപേയ്മെന്റ് റെഗുലർ ആണോ, 90 ദിവസത്തിൽ കൂടുതൽ ഓവർഡ്യൂ ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ ആക്ഷൻസ് എടുത്തിട്ടുണ്ടോ, പിന്നെ ഏതെങ്കിലും ലോണ് ഓവർഡ്യൂ ആയിട്ട് കിടക്കുന്ന ലോണ്
എക്സ്റ്റെൻഡ് ചെയ്യുകയോ റിന്യൂ ചെയ്യുകയോ ഫ്രഷ് ലോൺ വഴി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ലോൺ അത്തരത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ടോട്ടൽ ലോൺസ് ആൻഡ് അഡ്വാൻസിന് എത്ര പെർസെന്റേജ് ആണ് അത് കാണിച്ചിരിക്കണം. പിന്നെ ഏതെങ്കിലും ലോൺ പ്രൊമോട്ടേഴ്സിനോ റിലേറ്റഡ് പാർട്ടീസിനോ പേബിൾ ഓൺ ഡിമാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ വിത്തൗട്ട് റീപേയ്മെന്റ് പീരീഡ് ആയിട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ടോട്ടൽ പെർസെന്റേജ് ഓഫ് ലോൺ ടു ദ ടോട്ടൽ ലോൺസ് അത് എത്രയാണോ ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പൊ നമ്മളിപ്പോ 3 ക്ലോസസ് പഠിച്ചു. ഒന്ന് ക്ലോസ് 1 PPE ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്, ക്ലോസ് 2 ഇൻവെന്ററി, ക്ലോസ് 3 ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി സെക്യൂരിറ്റി. കൃത്യമായിട്ട് മനസ്സിലാവുന്നത് വൈപാർട്ടിയിലെ കാര്യം മനസ്സിലാക്കി എഴുതാറില്ല. ഇനി 4ാമത്തെ പോയിന്റ് 3ാമത്തെ പോയിന്റുമായി റിലേറ്റഡ് ആണ്. ശ്രദ്ധിച്ചോളൂ. ലോൺസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടീസ് മെയ്ഡ് ബൈ ദ കമ്പനി, പാരഗ്രാഫ് 3 ക്ലോസ് 4. അത് പാരഗ്രാഫ് 3 ക്ലോസ് 3 ആയിട്ട് റിലേറ്റഡ് ആണ്. അങ്ങനെ വല്ല ഗ്യാരണ്ടിയോ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റോ ലോൺസോ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 185 186 കമ്പനി കംപ്ലൈ ചെയ്തിട്ടുണ്ടോ നോക്കണം. ഇഫ് നോട്ട് പ്രൊവൈഡ് ദ ഡീറ്റെയിൽസ്. ഏത് പ്രൊവിഷൻ ആണ് കംപ്ലൈ ചെയ്യാത്തത് വെച്ചാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം പറഞ്ഞിരിക്കും. അപ്പൊ സെക്ഷൻ 185 സെക്ഷൻ 186 ഇത് പ്രകാരമാണോ കൊടുത്തിട്ട്, കാരണം ഓരോ ഫോർ എക്സാമ്പിൾ ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോഴും ബോർഡിന്റെ പവറിൽ ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, ബോർഡിന്റെ അധികാരത്തിൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കാം, ബാക്കിയുള്ളതിന് ഷെയർ ഹോൾഡേഴ്സിന്റെ സ്പെസിഫിക് റെസൊല്യൂഷൻ പാസ്സായി അത്തരം ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. 185 റിലേറ്റഡ് പാർട്ടിക്കാണ് കൊടുക്കണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് അല്ല, അത്തരം കണ്ടീഷൻസ് അവർ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം ഓഡിറ്റർ പരിശോധിക്കണം. സോ സെക്ഷൻ 185 സെക്ഷൻ 186 കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം ഓഡിറ്റർ പരിശോധിക്കണം. If the company has granted loans, investments, guarantees to the outside persons. Clear? Related ആയിക്കോട്ടെ unrelated ആയിക്കോട്ടെ. ഇത് ക്ലിയർ ആവുമല്ലോ. അപ്പൊ ക്ലോസ് 4 related to ക്ലോസ് 3 185 186 കംപ്ലൈ ചെയ്തിട്ടുണ്ടോ നോക്കുക. Then 5th point അത് ഒരുമിച്ച് ചെറുതാവുന്ന അടുത്തും കൂടി നമുക്ക് പഠിക്കാം അല്ലെ. പബ്ലിക് ഡെപ്പോസിറ്റ് അഞ്ചാമത്തെ പബ്ലിക് ഡെപ്പോസിറ്റ്. പബ്ലിക് കമ്പനിക്ക് മാത്രമേ പബ്ലിക് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ, പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അത് പബ്ലിക് കമ്പനിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്, വളരെ എളുപ്പമാണ്. അങ്ങനെ പബ്ലിക് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 73 to 76 ഓഫ് കമ്പനീസ് ആക്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ, കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, RBIയുടെ ഡയറക്റ്റീവ്സ് ഇഷ്യൂ ചെയ്ത ഡയറക്റ്റീവ്സ് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, CLB പാസ് ചെയ്തിട്ടോ ഓർഡർ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, ട്രിബ്യൂണൽ പാസ് ചെയ്തിട്ട് ഓർഡർ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും കോർട്ട് പാസ് ചെയ്തിട്ട് ഓർഡർ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ ഓഡിറ്റർ പരിശോധിക്കണം. സോ സെക്ഷൻ 73 to 76 കംപ്ലൈ ചെയ്തിട്ടുണ്ടോ നോക്കാം കമ്പനീസ് ആക്ടിന്. RBIയുടെ ഡയറക്റ്റീവ്സ് ഇഷ്യൂ ചെയ്തിട്ട് ഡയറക്റ്റീവ്സ് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ നോക്കണം. കമ്പനി ലോ ബോർഡ് കോർട്ട് ട്രിബ്യൂണൽസ് ഒക്കെ പാസ് ചെയ്തിട്ട് ഓർഡർ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ നോക്കണം. നോൺ കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ നേച്ചർ ഓഫ് കോൺട്രവെൻഷൻസ് ഓഡിറ്റർ എന്ത് ചെയ്യണം ഓർഡർ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നല്ലോ, ഇത്രയും ക്ലിയർ ആയോ? സോ if the company has accepted public deposit എന്താ ഓഡിറ്റർ നോക്കേണ്ടത്? 72 76 കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, RBIയുടെ ഡയറക്റ്റീവ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡയറക്റ്റീവ്സ് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, CLB കമ്പനി ലോ ബോർഡ് കോർട്ട് അതായത് NCLT ഉദ്ദേശിക്കുന്നത് കമ്പനി ലോ ബോർഡ് കോർട്ട് അതർ ട്രിബ്യൂണൽ ഇവർ പാസ് ചെയ്തിട്ട് ഓർഡർ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, നോൺ കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ 5 പോയിന്റ് ആയി. PPE intangible asset, inventory, investment made, loans and advances made, guarantee, security given. അതുമായി ബന്ധപ്പെട്ട 185 186 കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, പബ്ലിക് ഡെപ്പോസിറ്റ്. അപ്പൊ 5 പോയിന്റുകൾ ഞാൻ പറഞ്ഞു. 5 പോയിന്റ് വെച്ച് നിങ്ങൾ പഠിച്ച് റിവൈസ് ചെയ്ത് പോകണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോകല്ലേ എങ്ങനെയാണെങ്കിൽ. ഇനി അടുത്ത 5 സെറ്റ് കേട്ടോ. 6ാമത്തെ പോയിന്റ്. അപ്പൊ പാരാ 3 ക്ലോസ് 6 വളരെ എളുപ്പമുള്ള കോസ്റ്റ് റെക്കോർഡ്സ്. നമ്മൾ സെക്ഷൻ 148 പഠിച്ചിട്ടുണ്ട് കമ്പനീസ് ആക്ടിൽ അല്ലെ. സെക്ഷൻ 148 പ്രകാരം ചില പ്രിസ്ക്രൈബ്ഡ് കമ്പനീസിന് സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, അവർക്ക് ഇന്ന ലിമിറ്റ് കഴിയുമ്പോൾ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യണമെന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് whether the maintenance of cost records under section 148 have been prescribed by the central government. അപ്പോൾ സെക്ഷൻ 148 പ്രകാരം കോസ്റ്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഓഡിറ്റ് പരിശോധിക്കണം. അപ്പൊ ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനി, അത് മാനുഫാക്ചറിംഗ് കമ്പനി, സർവീസ് കമ്പനി എല്ലാം സാധാരണ വരാം അല്ലെ. ഇത് സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവിടെ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ന് ഓഡിറ്റർ പരിശോധിക്കണം. ഇഫ് യെസ് അത് അപ്ലിക്കബിൾ ആണെങ്കിൽ വെദർ സച്ച് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ഹാവ് ബീൻ മെയിൻറ്റെയിൻ, അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടോ നോക്കണം. ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്ന് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. സോ whether the central government has prescribed to maintain cost record with respect to the company under audit. നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയുടെ സെക്ഷൻ 148(1) പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടെങ്കിൽ വെദർ സച്ച് റെക്കോർഡ്സ് ഹാവ് ബീൻ മെയിൻറ്റെയിൻ ബൈ ദ കമ്പനി എന്ന് ഓഡിറ്റർ എന്ത് ചെയ്യണം പരിശോധിക്കണം. ദിസ് ഈസ് വാട്ട് വിത്ത് റിഗാർഡ് ടു ദ കോസ്റ്റ് റെക്കോർഡ്സ്. അപ്പൊ 6ാമത്തെ ക്ലോസ് വളരെ സിമ്പിൾ ആണ് കേട്ടോ. Order 3, clause 6 cost records, whether the maintenance of cost records have been prescribed by the central government. If yes, whether the company has maintained such records. Then another point is statutory dues, ESI, PF, അതുപോലെ GST, income tax, advance tax, statutory dues ഉണ്ടാവുമല്ലോ അല്ലെ. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഡ്യൂസ് അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ റിപ്പോർട്ടിംഗ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് അൺഡിസ്പ്യൂട്ടഡ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്.
Undisputed statutory dues. രണ്ടാമത്തെ disputed statutory dues. ഇത് റിപ്പോർട്ടിംഗ് പർപ്പസിനാണ് രണ്ടായിട്ട് ക്ലാസ്, പഠിക്കാൻ എളുപ്പത്തിനില്ല കേട്ടോ. റിപ്പോർട്ടിംഗ് പർപ്പസിന് കാരോ അതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്താ ഡിസ്പ്യൂട്ടഡ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അൺഡിസ്പ്യൂട്ടഡ് മനസ്സിലായി. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു, ടാക്സ് ഒക്കെ അടച്ചു. അപ്പൊ ഇൻകം ടാക്സിന് എന്ത് വന്നിട്ട് ഒരു ഡിമാൻഡ് വന്നിട്ടാണ് നിങ്ങൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വ്യത്യാസമുണ്ട്, ഞാൻ നിങ്ങൾ ചില ഇൻകംസ് ഒന്നും കണക്കാക്കിയിട്ടില്ല, ആയതിനാൽ നിങ്ങൾക്ക് ഇത്ര എക്സ്ട്രാ ടാക്സ് അടക്കേണ്ടി വരുന്നുണ്ട്, ഡിമാൻഡ് നോട്ടീസ് വന്നിട്ടാണ്. എക്സാമ്പിൾ കേട്ടോ, ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കത് അടയ്ക്കാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് ആണ്, ആയതിനാൽ ഞാൻ എന്ത് ചെയ്യണു, ഇതിന് അപ്പീൽ പോകണു. അപ്പൊ അപ്പീൽ പോകണമെങ്കിൽ ആദ്യം ഇത്ര അടയ്ക്കേണ്ട ടാക്സിൽ എത്ര പെർസെന്റേജ് നമ്മൾ അടച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പീൽ പോകും. അങ്ങനെ അപ്പീലിനാണ് ഇപ്പൊ ആ ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഡിസ്പ്യൂട്ടഡ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്, ദാറ്റ് പർട്ടിക്കുലർ ടാക്സ് എമൗണ്ട് ഈസ് അണ്ടർ ഡിസ്പ്യൂട്ട് അല്ല. അപ്പൊ അത് പേ ചെയ്തിട്ടില്ല അത് വരും. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ പേ ചെയ്യാതെ എന്തുണ്ടാവാം, കിടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ റിപ്പോർട്ടിംഗിൽ എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടാവാം. ഇറ്റ് ഈസ് അണ്ടർ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ആണ് ഡിസ്പ്യൂട്ട്. അൺഡിസ്പ്യൂട്ടഡ് എന്ന് റെഗുലർലി ഞാൻ പേ ചെയ്യുന്ന സാധനം, പ്രത്യേകിച്ചും ഇപ്പൊ GST അടയ്ക്കാം, അതേപോലെ തന്നെ ESI PF ഒക്കെ ഡിസ്പ്യൂട്ട് ഇല്ലാത്ത, അതായത് റെഗുലർലി പേ ചെയ്യണം. മറ്റൊരു എക്സാമ്പിൾ ഡിസ്പ്യൂട്ടഡ് പറയാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻപുട്ട് ക്ലെയിം ചെയ്തു, ഓക്കെ, പിന്നീട് നോട്ടീസ് വരികയാണ് നിങ്ങൾ ഇൻപുട്ട് ക്ലെയിം ചെയ്ത് തെറ്റാണ്, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ഇത്ര എക്സ്ട്രാ ടാക്സ് അടയ്ക്കണം. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, കാരണം ഞങ്ങൾ ഇൻപുട്ട് ചെയ്ത് ക്ലെയിമാണ്, എലിജിബിൾ ആണ്, അതുകൊണ്ട് ഞങ്ങൾ ഡിസ്പ്യൂട്ടിന് പോകണം. സോ അവര് ഡിമാൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഞാൻ ഡിസ്പ്യൂട്ടിന് പോകുന്നു. ഡിസ്പ്യൂട്ടഡ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ട്. അപ്പൊ റിപ്പോർട്ടിംഗ് പർപ്പസിന് രണ്ടായിട്ട് തരംതിരിച്ച അൺഡിസ്പ്യൂട്ടഡ്, ഡിസ്പ്യൂട്ടഡ് ഞാൻ റെഗുലർ ആയിട്ട് അടയ്ക്കാൻ തയ്യാറായിട്ടുള്ള. സോ ആദ്യം അൺഡിസ്പ്യൂട്ടഡ് എടുക്കുക. Is the company regular in depositing undisputed statutory dues? അപ്പൊ ആ undisputed statutory dues ഡിസ്പ്യൂട്ട് ഇല്ലല്ലോ, അത് റെഗുലർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടോ, കറക്റ്റ് ടൈമിന് റെഗുലർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഓഡിറ്റർ. അപ്പൊ TDS ആണെങ്കിൽ TDS, ഇൻകം ടാക്സ് ആണ് ഇൻകം ടാക്സ്, അഡ്വാൻസ് ടാക്സ് ക്ലിയർ ആവില്ല, GST ആണ് GST, കറക്റ്റ് റെഗുലർ ആയിട്ട് റീപേ ചെയ്യുന്നുണ്ടോ, ES ആണ് ESI, PF ആണ് PF, കറക്റ്റ് ടൈമിന് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നില്ല ഓഡിറ്റർ പരിശോധിക്കണം. ഇഫ് നോട്ട്, ഇല്ല എങ്കിൽ, അപ്പൊ അതിന്റെ അർത്ഥം അരിയർ ഉണ്ടെന്ന് അർത്ഥം അല്ലെ, ഡ്യൂസ് ഓർ ഡ്യൂസ് ഉണ്ടെന്ന് അർത്ഥം. Okay, arrears outstanding for a period of more than 6 months should be indicated by the auditor. Balance sheet എഴുതി നോക്കുന്ന സമയത്ത് 6 മാസത്തിൽ കൂടുതൽ അരിയർ ആയിട്ടുള്ള എമൗണ്ട്സ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇത്ര എമൗണ്ട്, ഇന്ന ESI എമൗണ്ട്, ഇന്ന മന്തിലത്തെ എമൗണ്ട്, ഇത്ര എന്താ ദിവസങ്ങളായിട്ട് അരിയർ ആയിട്ട് കിടക്കുന്നത്, ഇത്ര മാസങ്ങളായിട്ട് അരിയർ ആയിട്ട് കിടക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് കാണിച്ചിരിക്കണം. സോ ഇഫ് നോട്ട് എന്താ, the arrears outstanding for more than 6 months from the date of balance from they become payable should be indicated by the auditor. Is it clear? Also, is the company is regular in depositing the statutory dues, undisputed statutory dues? If not, more than 6 months a year ആയിട്ടുള്ള amounts എന്ത് ചെയ്യണം, indicate ചെയ്യണം. ഈ disputed dues ആണെങ്കിൽ, dispute ആയിട്ട് കിടക്കുന്ന dues ആണെങ്കിൽ indicate the amount involved in the dispute. So if the non-payment is if the dues have been not deposited on account of any dispute കാരണമാണ് പേയ്മെന്റ് ചെയ്യാത്തതെങ്കിൽ the amount involved in the dispute and the forum, ഏത് ഫോറത്തിലാണോ, അത് ട്രിബ്യൂണലിലാണോ, അത് ഹൈക്കോർട്ടിലാണോ, സുപ്രീം കോർട്ടിലാണോ, ഏത് ഫോറത്തിലാണ് ഡിസ്പ്യൂട്ട് പെൻഡിങ് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കാണിച്ചിരിക്കണം. സോ ഇൻ കേസ് എന്താ the dues have not been deposited because of any dispute, so what is the amount involved in the dispute, where the forum of the dispute is pending, ഇത് കൃത്യമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടില് കാരോല് കാണിച്ചിരിക്കണം. ഇതാണ് അൺഡിസ്പ്യൂട്ടഡും ഡിസ്പ്യൂട്ടഡ് കേട്ടോ. ഇനി ഓതറുടെ ഒരു നോട്ടാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്, ഞാൻ കാരോന്ന് എടുത്തിട്ടുള്ള ഒരു നോട്ടല്ല, ഓതറുടെ നോട്ടാണ്. ഇത് വേണമെങ്കിൽ നമുക്കൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റൻ ആയിട്ട് വരും ചെയ്യാം കേട്ടോ, ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റൻ ആയിട്ട് വരും ചെയ്യാം. എ മിയർ റെപ്രസെന്റേഷൻ ടു ദ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ഷാൾ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ റിപ്പോർട്ട് ഡിസ്പ്യൂട്ട്. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഇൻകം ടാക്സ് നേരത്തെ പോലെ ഒരു ഡിമാൻഡ് വന്നു, ഇത്ര ടാക്സ് കൂടി നിങ്ങൾ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ക്ലയന്റ് എഴുതി വെച്ചാൽ ഒരു ലെറ്റർ എഴുതി വെച്ചു ഇൻകം ടാക്സിന്, സാർ അത് ഞങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് അടയ്ക്കാൻ തയ്യാറില്ല, നിങ്ങൾ ഇത് കൺസിഡർ ലെറ്റർ കാണിച്ചു കൊടുത്തു, എന്നിട്ട് ഇത് പേ ചെയ്യാതെ ഇരുന്നു. അപ്പൊ ഓഡിറ്റർ, ഞാനാണ് ഓഡിറ്റർ, ഞാൻ വന്ന് പറഞ്ഞു ഇത് എന്തുകൊണ്ട് അടച്ചിട്ടില്ല, ഡിമാൻഡ് വന്നിട്ടുണ്ടോ, നിങ്ങൾ വൈ യു ആർ നോട്ട് പേ, സാർ അത് ഞങ്ങളുടെ ഡിസ്പ്യൂട്ടിലാണ്, അതാ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ലെറ്റർ അയച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ എവിടെ ഡിസ്പ്യൂട്ട് ഇല്ല, ഒരു ലെറ്റർ ആണ്, ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റില്ല ഇന്ന കാര്യം, മിയർ റെപ്രസെന്റേഷൻ, അത് ഡിസ്പ്യൂട്ട് ആയിട്ട് കണക്കാക്കാം. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫോറത്തിൽ പെൻഡിങ് ആയിരിക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലായി, ദിസ് ഇസ് ഓൺലി ആൻ ഓതേഴ്സ് കേട്ടോ. സോ അൺഡിസ്പ്യൂട്ടഡ്, ഡിസ്പ്യൂട്ടഡ്, ഇത്രയാണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് കേട്ടോ. അപ്പൊ ഏതൊക്കെ പറഞ്ഞു, കോർട്ട് റെക്കോർഡ്സും കഴിഞ്ഞു, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസും കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ, അപ്പൊ 2 പോയിന്റ് കഴിഞ്ഞു കേട്ടോ. യെസ്, ഇത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തേക്ക് പോവാ, ഏതാ, അൺറെക്കോർഡഡ് ഇൻകം. അൺറെക്കോർഡഡ് ഇൻകം ഇത് 2020 വന്നപ്പോ പുതിയൊരു പോയിന്റ് ആണ്, അൺറെക്കോർഡഡ് ഇൻകം. ക്ലിയർ ആവണ്ടല്ലോ അല്ലെ.
ഇത് എന്താണ് ആദ്യം പറഞ്ഞത് എന്നിട്ട് വേണം ഇതിൽ കിടക്കാനായിട്ട്. അൺറെക്കോർഡഡ് ഇൻകം. ഫോർ എക്സാമ്പിൾ, ഞാൻ കുറെ വെട്ടിപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ എന്റെ ക്ലയന്റ് കേട്ടോ, ഞാൻ വിചാരിക്കാം ഞാൻ ഓഡിറ്ററാണ്. എന്റെ ക്ലയന്റ് കുറെ വെട്ടിപ്പൊക്കെ കഴിഞ്ഞ വർഷങ്ങൾ, ഫോർ എക്സാമ്പിൾ 2020-21 2019-20 കുറച്ച് ഇൻകം ഒക്കെ എന്ത് ചെയ്തില്ലേ, കാണിച്ചില്ല. ഞാൻ പറഞ്ഞു കുറച്ച് ഇൻകം ഒക്കെ എന്ത് ചെയ്തില്ലേ, കാണിച്ചില്ല. ശരിക്കും ഇത് കാണിക്കേണ്ടതാണ്, കാണിച്ചില്ല. എന്നിട്ട് 2022-23 എത്തിയപ്പോ ഇത് മനസ്സിലായി, ഈ കാണിക്കാത്ത ഇൻകം ഒക്കെ പിടിക്കപ്പെടുന്നു മനസ്സിലായി. കാരണം ഇതൊക്കെ അങ്ങനത്തെ കുറെ ആൾക്കാർ ഇതേപോലെ കാണിക്കാത്ത അവർക്കൊക്കെ ഇൻകം ടാക്സ് നോട്ടീസ് വന്നിട്ടുണ്ട്, പിടിക്കപ്പെടും. വന്നു കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് എന്റെ ക്ലയന്റ് മനസ്സിലായപ്പോ ക്ലയന്റ് എന്റെ അടുത്ത് വന്ന് പറയാം, സാർ നമുക്ക് ആ കാണിക്കാത്ത ഇൻകം എന്ത് ചെയ്യാം, ഇത്തവണ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഇൻകം കൂടി ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊന്ന് തരണം. അപ്പൊ ഇത്തവണത്തെ ഇൻകം ടാക്സ് ഞാൻ മുമ്പ് കാണിക്കാത്ത ഇൻകം, അൺറെക്കോർഡഡ് ആയിട്ടുള്ള ഇൻകം വളണ്ടറിലി എന്ത് ചെയ്യുന്നു, ഞാൻ വെച്ചാൽ എന്റെ ക്ലയന്റ് എന്ത് ചെയ്യുന്നു, അത് കാണിക്കുന്നു. വളണ്ടറിലി കാണിക്കും. മറ്റേ നോട്ടീസ് വന്ന് കാണിക്കും പിന്നെ കമ്പൽസറി ആയിട്ട്. അപ്പോൾ വളണ്ടറിലി കാണിക്കാൻ ഞാൻ ഇത്ര ഇൻകം എന്ത് ചെയ്തിട്ട് കാണിക്കാതിരുന്നിട്ടുണ്ട്, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ട, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാം, കാണിച്ചോളാം. ഇത് ക്ലിയർ ആണ്. അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ, അപ്പൊ ഇൻകം ടാക്സിൽ കാണിക്കുകയാണെങ്കിൽ ഇത് മുമ്പ് ബുക്സിൽ വരാത്ത ഇൻകം അല്ലേ, അതിപ്പോ അപ്പൊ ഇത്തവണ ബുക്സിലും കൂടി വരുത്തിയിട്ട് വേണ്ട അത് കൊണ്ടുവരാനായിട്ട്, ആണോ അല്ലേ? അല്ലാതെ ഡയറക്റ്റ് ഇൻകം ടാക്സിൽ കാണിക്കല്ല, ബുക്സിൽ കൂടി ആ മുമ്പ് കാണിക്കാത്ത ഇൻകം ഇപ്പൊ കാണിക്കുന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിന്റെ കാൽക്കുലേഷൻ എടുക്കണമെങ്കിൽ അത് ഞാൻ ബുക്സിലൂടെ കൊണ്ടുവരാം. അപ്പൊ ഓഡിറ്റർ എന്ത് പരിശോധിക്കണം, ആ ഇൻകം ബുക്സിലേക്ക് ഇത്തവണ ബുക്സിലേക്ക് പ്രയർ പീരീഡ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം, നോക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടല്ലേ? അതാണ് അവിടെ എഴുതിയ പോയിന്റിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ഇൻകം ടാക്സ് കാണിക്കുന്നത് നമുക്കത് ബുക്സിലേക്ക് കൊണ്ടുവരാം, എന്നിട്ട് വേണം അത് എന്ത് ചെയ്യാൻ, ഇൻകം ടാക്സിന്റെ പർപ്പസിന് എടുക്കാനായിട്ട് അല്ലേ. അപ്പൊ നോക്കിക്കോളൂ എന്താ, വെദർ എനി ട്രാൻസാക്ഷൻസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഹാവ് ബീൻ സറണ്ടർഡ് ഓർ ഡിസ്ക്ലോസ്ഡ് as income during the year in the tax assessment under the Income Tax Act. Clear on that? So whether any transactions which are not recorded in the books of accounts in the previous year have been surrendered, voluntarily surrendered for the calculation of income tax as per Income Tax Act. Income tax act പ്രകാരം ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളണ്ടറിലി മുമ്പ് കാണിക്കാത്ത ഇൻകം ഞാൻ സറണ്ടർ ചെയ്തിട്ടുണ്ട് എങ്കിൽ, so whether any transaction which are not recorded in the books of accounts have been previously have been surrendered or disclosed in the as income for the purpose of calculation of income tax, auditor എന്ന് നോക്കണം. If so, ഉണ്ടെങ്കിൽ whether the previously unrecording has been properly recorded in the books of accounts, അത് properly books of accounts കൊടുത്തിട്ടുണ്ടോ ഓഡിറ്റർ എന്ത് ചെയ്യണം, പരിശോധിക്കണം. അത് ഓർഡറുടെ നോട്ടാണ് അടിയിൽ എഴുതിയിട്ടുള്ളത്. ഞാൻ എന്താ, മേ ബി ട്രീറ്റഡ് ആസ് പ്രയർ പീരീഡ് ഐറ്റംസ് ഇൻ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. AS5 പ്രകാരം അതിനെ പ്രയർ പീരീഡ് ആയിട്ട്, കാരണം AS5 പറയേണ്ട എറർ കൊണ്ടോ മിഷൻ കൊണ്ടോ മുമ്പ് റെക്കോർഡ് ചെയ്യാത്ത സാധനം ഇപ്പൊ പ്രയർ പീരീഡ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം. അപ്പൊ ഓർഡറുടെ നോട്ട് ഞാൻ എന്തിന്റെ നോട്ടാണ് വെച്ചിട്ടുള്ളത്, മേ ബി ട്രീറ്റഡ് ആസ് prior period item in the accounting record. So if the client has, if the company has recorded voluntarily surrendered or disclosed any transactions for the purpose of calculation of income tax which was not previously recorded in the books of accounts, the auditor when that's but you see whether such transaction has been properly dealt in the books of accounts in the current year. Is it clear ആവുന്നല്ലോ? So this is all about the unrecorded income. മൂന്ന് പോയിന്റ് പഠിച്ചു. ഒന്ന് cost records അല്ലെ, statutory dues, then unrecorded income. ഇത് ക്ലിയർ ആവുന്നുണ്ടോ? ഈ മൂന്ന് പോയിന്റ് ക്ലിയർ ആണല്ലേ? അപ്പൊ 8 നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 5 PPE, ഇൻവെന്ററി, ലോൺസ് ആൻഡ് അഡ്വാൻസ്, സെക്യൂരിറ്റി ഗിവൻ, ഗ്യാരണ്ടി ഗിവൻ, then അതുമായി ബന്ധപ്പെട്ട 185 186 പബ്ലിക് ഡെപ്പോസിറ്റ്. പിന്നത്തെ 3 പഠിച്ചു, കോസ്റ്റ് റെക്കോർഡ്സ്, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്, അൺറെക്കോർഡഡ് ഇൻകം. അടുത്ത 9 നമുക്ക് എന്ത് ചെയ്യാം, ഡീൽ ചെയ്യാം. 9 ഇത് നമ്മൾ കുറെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ സ്റ്റാൻഡേർഡിന്റെ ഒപ്പം ഡിസ്കസ് ചെയ്തായിരിക്കാം. ഡിഫോൾട്ട് ഇൻ പേയ്മെന്റ് ഓഫ് ഡ്യൂസ്, അതായത് ഇവിടെ പറയുന്നത് കമ്പനി ലോൺസ് ആൻഡ് അഡ്വാൻസസ് എടുത്തിട്ടുണ്ട് എങ്കിൽ, നേരത്തെ നമ്മൾ പഠിച്ച ലോൺസ് ആൻഡ് അഡ്വാൻസ് കൊടുത്ത ലോൺസ് ആൻഡ് അഡ്വാൻസ് ആണ്, ഇത് കമ്പനി ലോൺസ് ആൻഡ് അഡ്വാൻസസ് എടുത്തിട്ടുണ്ട് എങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ടത്, നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണല്ല, 1 2 3 4 5 6 കാര്യങ്ങൾ വരും. നേരത്തെ ലോൺസ് അഡ്വാൻസ് കൊടുത്തപ്പോൾ 5 കാര്യങ്ങളായിരുന്നു, ഇവിടെ 6 കാര്യങ്ങൾ നോക്കണം. ആദ്യം നോക്കേണ്ടത് ലെൻഡർ വൈസ് ഡിഫോൾട്ട്. അതെന്താണ് പറഞ്ഞുതരാം. If the company has defaulted in the payment of borrowings to the banks
financial institutions, debenture holders or government. Government finance ചെയ്തിട്ടുണ്ട്, debenture issue ചെയ്ത വഴി ഞാൻ കട എടുത്തിട്ടുണ്ട്, financial institution കട എടുത്തിട്ടുണ്ട്, ബാങ്കിൽ നിന്ന് borrowings ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ റീപേയ്മെന്റ് ഡിഫോൾട്ട് വന്നിട്ടുണ്ട് എങ്കിൽ, ഇതിന്റെയൊക്കെ റീപേയ്മെന്റ് ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ, if so അങ്ങനെ ഉണ്ടെങ്കിൽ the default to be reported each lender wise in the following format. ആ default lender wise format താഴെ പറയുന്ന രീതിയിൽ lender wise എന്ത് ചെയ്യണം, ഓരോരുത്തരും പ്രത്യേകിച്ച് റിപ്പോർട്ട് ചെയ്യണം. എങ്ങനെയാ? nature of borrowing, name of the lender, മൊത്തത്തിൽ എത്ര ഡിഫോൾട്ട് ഉണ്ട് എന്നല്ല കാണിക്കണ്ട, ഓരോരുത്തർക്കും ഞാൻ എത്ര കൊടുക്കാനുണ്ട്, അത് പ്രിൻസിപ്പൽ ആണോ ഇൻട്രസ്റ്റ് ആണോ, അത് എത്ര പീരീഡ് ഓവർഡ്യൂ ആയിട്ട് കിടക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങൾ ലെൻഡർ വൈസ് തന്നെ റിപ്പോർട്ട് ചെയ്യണം. സോ നേച്ചർ ഓഫ് ബോറോയിങ്, നെയിം ഓഫ് ദ ലെൻഡർ, എമൗണ്ട് നോട്ട് പെയ്ഡ് ഓൺ ഡ്യൂ ഡേറ്റ്, അത് പ്രിൻസിപ്പൽ ആണോ ഇൻട്രസ്റ്റ് ആണോ, അത് രണ്ടും ഉണ്ടോ, എത്ര ദിവസം ഡിലേ ഉണ്ട്, മറ്റ് റിമാർക്സ്, ഇത് കാണിച്ചുകൊണ്ട് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യണം. സോ ഇഫ് ദ കമ്പനി ഹാസ് ഡിഫോൾട്ടഡ് ഇൻ ദ റീപേയ്മെന്റ് ഓഫ് റിലേറ്റഡ് ടു ബോറോയിങ്സ് ഫ്രം ബാങ്ക്സ്, financial institutions, debenture holders, government, the lender wise reporting should be done in the following format: nature of borrowings, the name of the lender, the amount not paid in the due date, whether the principal or interest or എത്ര ദിവസം ഡിലേ ഉണ്ട്, what is the remarks, other remarks and the reason എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ കാരോയിൽ റിപ്പോർട്ട് ചെയ്യണം. സോ ആദ്യത്തെ പോയിന്റ് എന്താ? lender wise default. If the company has made any default in the repayment of loans and advances taken from banks, financial institutions, government, through debentures, അപ്പൊ debenture holder കൊടുക്കണം അല്ലേ, redeem ചെയ്യണം എന്നൊക്കെ അർത്ഥം ആണോ, ഇൻട്രസ്റ്റ് കൊടുക്കണം, ഹാഫ് ഇയർലി കൊടുക്കണം, അതുപോലെ redeem ചെയ്യുന്ന സമയത്ത് മൊത്തം എമൗണ്ടും കൊടുക്കണം അല്ലെ. ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ ലെൻഡർ വൈസ് റിപ്പോർട്ട് ചെയ്യണം. നേച്ചർ ഓഫ് ബോറോയിങ്, നെയിം ഓഫ് ദി ലെൻഡർ, എത്ര എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ട്, അത് എത്ര ദിവസം ഡിഫോൾട്ടിന്റെ പ്രിൻസിപ്പൽ ആണ് ഇൻട്രസ്റ്റ് ആണോ, റിമാർക്സ്. ഇത്രയും ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് വിൽഫുൾ ഡിഫോൾട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഷെഡ്യൂൾ 3 അടക്കം കാണിക്കാൻ പറയുന്നുണ്ട് കേട്ടോ, ഷെഡ്യൂൾ 3 നോട്ട്സ് ആയിട്ട് അടക്കം കാണിക്കാൻ പറയുന്നുണ്ട് വിൽഫുൾ ഡിഫോൾട്ട്. അതായത് ഏതെങ്കിലും അതോറിറ്റി ക്ലയന്റിനെ വിൽഫുൾ ഡിഫോൾട്ടർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ, കുറെ കാലമായിട്ട് അടച്ചിട്ടില്ല, ചെന്നിട്ട് അയാളൊന്നും കിട്ടുന്നില്ല, അയാൾക്ക് കാശുണ്ട് കാശില്ല എന്നാലും കിട്ടില്ല, അയാളുടെ അക്കൗണ്ട് ഒക്കെ NPA ആയി തുടങ്ങി, നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആയിട്ട് തുടങ്ങിയെങ്കിൽ ചിലപ്പോ ബാങ്ക്സോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സോ അതിൽ വിൽഫുൾ ഡിഫോൾട്ടർ എന്ന മുദ്ര എന്ത് ചെയ്യും, കുത്തും. പിന്നെ അയാൾക്ക് എവിടെ ചെന്നാലും ലോൺ കിട്ടില്ല. willful default, മനഃപൂർവ്വം ഡിഫോൾട്ട് വരുത്തി. So whether the company is declared willful defaulter by any bank or financial institutions or other lender, he said നമ്മുടെ കമ്പനി ഞാൻ ഓഡിറ്റ് ചെയ്യാൻ നമ്മൾ ഡിക്ലെയർഡ് വിൽഫുൾ ഡിഫോൾട്ടർ ആണ് ഓഡിറ്റർ പരിശോധിക്കണം, ആണെങ്കിൽ അത് എഴുതി വെക്കണം, അല്ലെങ്കിൽ അതല്ലാന്ന് എഴുതി വെക്കണം. അത് കാരോയിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞു ഷെഡ്യൂൾ 3 കൂടി നോട്ട്സിൽ കാണിക്കേണ്ട ഒരു പോയിന്റ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ഞാൻ അഡീഷണൽ ഇൻഫോർമേഷൻ തന്നു മാത്രം കേട്ടോ, ഷെഡ്യൂൾ 3 കാണിക്കേണ്ട പോയിന്റ്. സോ വെദർ ദ കമ്പനി ഈസ് എ ഡിക്ലെയർഡ് വിൽഫുൾ ഡിഫോൾട്ടർ by any bank or by any financial institutions or any other lender. ഇനി അടുത്ത 2-3 നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, പർപ്പസ് ഓഫ് ടേം ലോ. ഏത് പർപ്പസിനാണോ ടേം ലോ എടുത്ത് ആ പർപ്പസിനെ ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഓഡിറ്റർ പരിശോധിക്കണം. സോ whether terms loans are applied for the purpose for which it is obtained, അതല്ല എങ്കിൽ if not, the amount of loans are diverted and the purpose for which it is used, അത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ whether the terms loan taken by the company is used for the purpose for which it is taken, if not, എത്ര എമൗണ്ട് ആണ് ഡൈവേർട്ട് ചെയ്തിട്ടുള്ളത്, അത് ഏത് പർപ്പസിനാണ് ഡൈവേർട്ട് ചെയ്തത്, ഓഡിറ്റ് കൃത്യമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇതൊക്കെ ഓഡിറ്റർ അന്വേഷിക്കണം. അവര് കറക്റ്റ് പർപ്പസിനാണെങ്കിൽ അതേ പർപ്പസിനായി യൂട്ടിലൈസ് ചെയ്ത് പറയാം, അതല്ലെങ്കിൽ അല്ലാന്ന് പറയാം, അപ്പൊ റീസൺസ് കാണിക്കണം. ഇത് ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ പർപ്പസ് ഓഫ് ടേം ലോൺ അത് കണക്റ്റഡ്. അടുത്ത പോയിന്റ് ഷോർട്ട് ടേം ലോൺ ഫോർ ലോങ് ടേം പർപ്പസ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പാടില്ല, ഫിക്സഡ് അസറ്റ് വാങ്ങി യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെ പേഴ്സണൽ പർപ്പസ് യൂസ് ചെയ്യാൻ പാടില്ല. സോ വെദർ ദ ഫണ്ട് റേസ്ഡ് ഓൺ ഷോർട്ട് ടേം ബേസിസ് ആർ ബീങ് യൂട്ടിലൈസ്ഡ് ഫോർ ലോങ് ടേം പർപ്പസസ്, ഇഫ് യെസ് the nature and amount should be indicated. എത്ര എമൗണ്ട് ഏത് പർപ്പസിനായി യൂട്ടിലൈസ് ചെയ്തെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. So if the funds taken for short term have been utilized for long term purpose, if yes, the nature and amount to be indicated. അപ്പൊ 4 അഞ്ചാമത്തെ ഇത് ക്ലിയർ. അപ്പൊ ഏതൊക്കെ 4 ഒന്നുകൂടി പറയാം. ഒന്ന് ലെൻഡർ വൈസ് ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. വിൽഫുൾ ഡിഫോൾട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയണം. പർപ്പസ് ടേം ലോണിന്റെ പർപ്പസിനെ യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഏത് പർപ്പസിനാണ് എത്ര എമൗണ്ട് ഡൈവേർട്ട് ചെയ്ത് കാണിക്കണം. ഷോർട്ട് ടേം ലോൺ ലോങ് ടേം പർപ്പസ് യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ത് ചെയ്യണം നോക്കണം. അഞ്ചാമത്തെ ലോൺസ് ടേക്കൺ ടു മീറ്റ് സബ്സിഡറി കമ്പനീസ് നീഡ്സ്. സബ്സിഡറി കമ്പനിക്ക് വല്ല ഒബ്ലിഗേഷൻ ഉണ്ട്, അതിനുവേണ്ടി ഞാൻ ലോൺ എടുത്തിട്ടുണ്ടോ എന്ന് ഓഡിറ്റർ പരിശോധിക്കണം. എന്റെ ക്ലയന്റ് ലോൺ എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യണം. സോ whether the company has taken the funds from entity or a person
to meet the obligations of his subsidiaries, associates and joint ventures. Associates and joint ventures, subsidiaries ഒക്കെ related parties ആണല്ലോ. അവർക്ക് അവരുടെ obligation meet ചെയ്യാൻ, അവരുടെ needs meet ചെയ്യാൻ വേണ്ടി company loans and advances എടുത്തിട്ടോ എന്ന് പരിശോധിക്കണം. If yes, the nature of such transaction and the amount in each case. അതിൽ ഏതൊക്കെ തരത്തിലുള്ള ഏത് ട്രാൻസാക്ഷൻ അല്ലെ ഏത് പർപ്പസ് ഏത് നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്ര എമൗണ്ട് എടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം റിപ്പോർട്ട് ചെയ്തിരിക്കണം. സോ ഇഫ് ദ കമ്പനി ഹാസ് ടേക്കൺ എനി ലോൺസ് ടു മീറ്റ് ദ നീഡ്സ് ഓർ ഒബ്ലിഗേഷൻസ് ഓഫ് ദ സബ്സിഡറി ജോയിന്റ് വെഞ്ചർ അസോസിയേറ്റ്സ്, ഇഫ് യെസ് the nature of such transaction and the amount in each case അത് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അടുത്ത ലോൺ അഗൈൻസ്റ്റ് pledge of securities or subsidiary. ഇവിടെ അറിയേണ്ടത് ഇപ്പൊ സബ്സിഡറി കമ്പനിയില് ഹോൾഡിംഗ് കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് നമ്മുടെ ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുക, ഒരു അസറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അത് നിങ്ങൾ കൺസോളിഡേഷൻ കൊണ്ട് ചാപ്റ്റർ പഠിക്കാണ്ട്. സബ്സിഡറി കമ്പനിയുടെ ഷെയർ ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഹോൾഡിംഗ് കമ്പനി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയുടെ ബുക്സിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുക്കുക. സോ ഇതൊരു അസറ്റാണ്. ഈ അസറ്റ് പ്ലഡ്ജ് ചെയ്തിട്ട് കമ്പനി ലോൺ എടുത്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. സോ ഇഫ് ദ കമ്പനി ഹാസ് റേസ്ഡ് എനി ലോൺസ് on the pledge of securities held in subsidiary joint venture or associates, subsidiary lo joint venture lo associates lo കിടക്കുന്ന security pledge ചെയ്ത് വല്ല ലോൺ എടുത്തിട്ടെങ്കിൽ, if so ഉണ്ടെങ്കിൽ report whether the company has defaulted in such repayment or such loans. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറയണ്ടോ. ആ ലോൺ റീപേ ചെയ്യുന്ന വല്ല ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം പരിശോധിക്കണം. സോ ലോൺ അഗൈൻസ്റ്റ് pledge of securities or subsidiaries joint venture associates, ആ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഞാൻ ഹോൾഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിഫോൾട്ട് എന്റെ കമ്പനി വരുത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ എന്ത് ചെയ്യണം. ഞാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഓഡിറ്റർ എന്ന രീതിയിൽ കമ്പനി എന്ന രീതിയിൽ ഞാൻ പറയണ്ട കേട്ടോ. അപ്പൊ എന്റെ കമ്പനി എടുത്തിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ എന്ന ഞാൻ അത് പരിശോധിച്ചിട്ട് അതിൽ വല്ല ഡിഫോൾട്ട് വരുത്തിയിട്ടോ എന്ത് ചെയ്യണം റിപ്പോർട്ട് ചെയ്തിരിക്കണം. സോ ദീസ് ആർ ദ 6 points related to don'ts and don'ts. അപ്പൊ ഏതൊക്കെ പോയിന്റ് പറഞ്ഞ ഒന്ന് ലെൻഡർ വൈസ് ഡിഫോൾട്ട്, വിൽഫുൾ ഡിഫോൾട്ട്, പർപ്പസ് ഓഫ് ലോൺ, ലോങ് ടേം ലോൺസ് ആ പർപ്പസിനാണ് ഞാൻ ഷോർട്ട് ടേം ലോങ് ടേം യൂസ് ചെയ്തിട്ടുണ്ടോ, പിന്നെ സബ്സിഡറി ജോയിന്റ് അസോസിയേറ്റ് നീഡ്സ് മീറ്റ് ചെയ്യാൻ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ ലോൺ എടുത്തിട്ടുണ്ടോ, ഇനി അവിടെ ഹോൾഡ് ചെയ്യുന്ന സെക്യൂരിറ്റി ബേസിൽ ലോൺ എടുത്തിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് പരിശോധിച്ച് നോക്കണ്ടേ. അപ്പൊ നമുക്ക് എത്രാമത്തെ പോയിന്റ്, 9ാമത്തെ പോയിന്റ് കഴിഞ്ഞില്ല അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാലോ. ഇനി ലാസ്റ്റ് ഈ സെറ്റിലെ അവസാനത്തെ പോയിന്റ് കേട്ടോ, ഈ സെറ്റിലത്തെ അവസാനത്തെ പോയിന്റ് 10ാമത്തെ പോയിന്റ്, അപ്ലിക്കേഷൻ മണി റേസ്ഡ് ബൈ പബ്ലിക് ഇഷ്യൂ ആൻഡ് പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് paragraph 3 clause 10 of the order. അപ്പൊ ശ്രദ്ധിച്ചോ, നമ്മൾ 9ാമത്തെ പോയിന്റ് അതിനായിട്ട് കണക്റ്റഡ് ആയിട്ട് ഞാൻ പത്തിലേക്ക് കൊണ്ടുവരാം. 9ാമത്തെ പോയിന്റ് കാശ് വാങ്ങിയതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അല്ലെ, പക്ഷെ അത് ലോൺസ് ആൻഡ് അഡ്വാൻസസ് വഴിയാണ്. 10ാമത്തെ പോയിന്റ് കാശ് റേസ് ചെയ്തതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, പക്ഷെ ലോൺസ് അല്ല, ത്രൂ ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലെ, പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ്, പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ് അവിടെ ഡിപെൻഡ് ആവും അല്ലെ. സോ പബ്ലിക് ഇഷ്യൂ വഴി അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് വഴി റേസ് ചെയ്തിട്ടുള്ള ഫണ്ട്. അപ്പൊ 9ാമത്തെ പോയിന്റ് ലോൺ വഴി റേസ് ചെയ്തിട്ടുള്ള ഫണ്ട്, 10ാമത്തെ പോയിന്റ് പബ്ലിക് ഇഷ്യൂ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് വഴിയോ റേസ് ചെയ്തിട്ടുള്ള ഫണ്ട്. അതിലെന്താ ആദ്യത്തെ 2 ഭാഗമായിട്ടുള്ള, ഒന്ന് ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഓർ ഫർദർ പബ്ലിക് ഓഫർ. ഫർദർ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇഷ്യൂ ചെയ്യാം, IPO FPO അല്ലെ. So whether the money raised by way of initial public offer or further public offer, including that instrument, ഞാൻ public offer എന്ന് പറഞ്ഞാൽ whether utilized for the purpose for those for which those are raised അല്ലെ, എന്ത് പർപ്പസിനാണോ നമ്മൾ റേസ് ചെയ്തിട്ടുള്ളത് ആ പർപ്പസിനെ ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഓഡിറ്റർ എന്ത് ചെയ്യണം പരിശോധിക്കണം. അത് IPO വഴി നടത്തിയിട്ട് ഷെയർ ആയിക്കോട്ടെ, ഡിബഞ്ചർ ആയിക്കോട്ടെ, ഫർദർ പബ്ലിക് ഓഫർ ഷെയർ ആയിക്കോട്ടെ, ഡിബഞ്ചർ അതുവഴി റേസ് ചെയ്തിട്ടുള്ള ഫണ്ട് ആ പർപ്പസിനെ ഞാൻ യൂട്ടിലൈസ് ചെയ്ത് നോക്കണം. ഇഫ് നോട്ട്, അല്ല എങ്കിൽ the details along with the default details, delayed details subsequently rectify ചെയ്തിട്ടുണ്ടോ. ഫോർ എക്സാമ്പിൾ പർപ്പസിന് നമ്മൾ ഡൈവേർട്ട് ചെയ്തു, പിന്നീട് എന്ത് ഫണ്ട് തിരിച്ച പർപ്പസിന് കൊണ്ടുവന്നിട്ടുണ്ടോ, ക്ലിയർ ആവില്ല, ഇറ്റ് ഷാൽ ബി റിപ്പോർട്ടഡ്. സോ if so അങ്ങനെ if not അങ്ങനെ അല്ല എങ്കിൽ what the details related to the default, the delay for not utilization and the subsequent rectification etc. അത്രയും കാര്യങ്ങൾ ഓഡിറ്റർ എന്ത് ചെയ്യണം റിപ്പോർട്ട് ചെയ്യണം. So if the fund is raised through initial public offer or further public offer, share ആയിക്കോട്ടെ, ഡിബഞ്ചർ ആയിക്കോട്ടെ, whether it is utilized for the purpose for which it is raised. If not, the details regarding the default, the delay in the default of utilization and the subsequent rectification has to be reported. ഈ preferential allotment വഴിയാണ്, അതുപോലെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് ഞാൻ ഇവിടെ എഴുതുന്നു കേട്ടോ. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്താ ഈ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് പേഴ്സൺസ് വഴി ഞാൻ ഫണ്ട് റേസ് ചെയ്യാം. പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് ഇപ്പൊ ഡയറക്ടേഴ്സിന് ഫണ്ട് റേസ് ചെയ്യാം. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ്ലി ഫണ്ട് റേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്, മർച്ചന്റ് ബാങ്കേഴ്സ്, ഇവർക്കൊക്കെ ഒരു പ്രത്യേക ഒരു സ്പെസിഫിക് പേഴ്സൺസിന് എന്ത് ചെയ്യാം ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യാം. എപ്പോഴും നമ്മുടെ ടോട്ടൽ ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത്
പബ്ലിക്കിന് കൊടുക്കുന്നതിന് മുമ്പ് certain portion നമ്മൾ ഈ പറയുന്ന ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിനോ മർച്ചന്റ് ബാങ്കേഴ്സിനോ ക്ലിയർ ആവല്ലേ അവർക്കൊക്കെ ഇഷ്യൂ ചെയ്യും ബാക്കിയുള്ളതാണ് പബ്ലിക്കിന് കൊടുക്കുക അത് കുറച്ച് ഡയറക്ടേഴ്സിന് ഇഷ്യൂ ചെയ്യും പ്രൈവറ്റ് പ്ലേസ്മെന്റ് വഴിയോ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് വഴിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഓക്കെ സോ വെദർ ദ കമ്പനി ഹാസ് മെയ്ഡ് എനി പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫ് ഷെയർസ് or fully or partly convertible debentures shares ആയിക്കോട്ടെ debenture ആയിക്കോട്ടെ verify section 42 ഉം section 62 ഉം comply ചെയ്തിട്ടുണ്ടോ നോക്കണ്ടോ 62 ന് further offer 42 ഒക്കെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് which it is raised ആ പർപ്പസിനെ തന്നെയാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് കൂടി നോക്കണം if not provide the details in respect of the amount involved and the nature of non compliance എത്ര amount യൂട്ടിലൈസ് ചെയ്തിട്ടില്ല ഏത് നേച്ചർ ഓഫ് നോൺ കംപ്ലൈൻസ് ആണുള്ളത് അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം അത് പത്താമത്തെ പോയിന്റ് കേട്ടോ സോ പബ്ലിക് ഓഫർ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഫർദർ പബ്ലിക് ഓഫർ വഴി റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ പർപ്പസിനെ യൂട്ടിലൈസ് ചെയ്ത് നോക്കണം ഇല്ലെങ്കിൽ ഡിഫോൾട്ട് ഡിലേ ഓഫ് ഡിഫോൾട്ട് സബ്സിക്വന്റ് റെക്ടിഫിക്കേഷൻ അത്തരം കാര്യങ്ങൾ ഇനി അഥവാ പ്രിഫറൻസ് അലോട്ട്മെന്റോ പ്രൈവറ്റ് പ്ലേസ്മെന്റോ വഴി നമ്മൾ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 42 ഉം 62 ഉം കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക ഞാൻ പർപ്പസിനെ തന്നെയാണ് യൂട്ടിലൈസ് ചെയ്ത് നോക്കുക ഇഫ് നോട്ട് എത്ര എമൗണ്ട് ആണ് ഇൻവോൾവ് ഏത് നേച്ചർ ഓഫ് നോൺ കംപ്ലൈൻസ് അല്ല ഇത് റിപ്പോർട്ട് ചെയ്യുക അപ്പൊ 10 പോയിന്റ് കഴിഞ്ഞു കേട്ടോ അപ്പൊ നമുക്കൊന്ന് 10 പോയിന്റ് നോക്കില്ല ആദ്യം തന്നെ ക്ലോസ് 1 ഏതാ PPE intangible asset ക്ലോസ് 2 ഇൻവെന്ററി ക്ലോസ് 3 എന്ന് പറയുന്നത് ഏതായിരുന്നു ലോൺസ് അഡ്വാൻസസ് ഗിവൻ ഗ്യാരണ്ടി ഗിവൻ സെക്യൂരിറ്റി ക്ലോസ് 4 ഇതുമായി ബന്ധപ്പെട്ട 185 186 ന്റെ കംപ്ലൈൻസ് ക്ലോസ് 5 ഏതായിരുന്നു this ക്ലോസ് 5 പബ്ലിക് ഡെപ്പോസിറ്റ് ആയിരുന്നു ക്ലോസ് 6 കോസ്റ്റ് റെക്കോർഡ്സ് ക്ലോസ് 7 statutory dues dispute undisputed ക്ലോസ് 8 unrecorded income ക്ലോസ് 9 and 10 റിലേറ്റഡ് ഒന്ന് ലോൺസ് ആൻഡ് അഡ്വാൻസ് അതുമായി ബന്ധപ്പെട്ട ഡിഫോൾട്ട് ക്ലോസ് 10 എന്ന് പറയുന്നത് പബ്ലിക് ഓഫർ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഫർദർ പബ്ലിക് ഓഫർ പ്രൈവറ്റ് പ്ലേസ്മെന്റും പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റും റേസ് ചെയ്തിട്ടുള്ള ഫണ്ടിനെ കുറിച്ചിട്ട് സോ 10 ക്ലോസസ് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള 10 പ്ലസ് ലാസ്റ്റ് ഒരു ക്ലോസ് കൂടി 11 ക്ലോസ് നമുക്ക് പഠിക്കാണ്ട് അപ്പൊ അടുത്ത 5 എണ്ണത്തിലേക്ക് നമുക്ക് പോവാലോ 11th ക്ലോസ് റിപ്പോർട്ടിംഗ് ഓൺ ഫ്രോഡ് ഇത് നമ്മൾ പഠിച്ചിട്ടില്ല ഓൾറെഡി SA 240 നോക്കിയാൽ മതി അല്ലെ SA 240യുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിംഗ് ഓൺ ഫ്രോഡ് പറഞ്ഞ 143.12മായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിംഗ് ഓൺ ഫ്രോഡ് പറഞ്ഞ അപ്പൊ SA 240 പ്രകാരം റിപ്പോർട്ട് ചെയ്യണം ഓഡിറ്റ് റിപ്പോർട്ടിൽ 143.12 പ്രകാരം ADT 3 വഴി നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അതിനൊപ്പം കാരോയും കൂടിയും ഫ്രോഡുമായി ബന്ധപ്പെട്ട പോയിന്റ് വരുന്നുണ്ട് പാരാ 3 ക്ലോസ് 11 അപ്പൊ ആദ്യത്തെ പോയിന്റ് നോക്കാം നോട്ടീസ് ഓർ റിപ്പോർട്ടഡ് ഞാൻ പറഞ്ഞ തുടക്കം തന്നെ ഞാൻ ഫ്രോഡ് കണ്ടെത്തേണ്ട ചുമതലയില്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ട റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ ഞാൻ അത് മാനേജ്മെന്റിനെ അറിയിക്കാൻ എന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൊണ്ടുവരാം അത്രമാത്രം എന്റെ ജോലിയുള്ളൂ അല്ലാതെ ഞാൻ കണ്ടെത്തേണ്ട ആവശ്യമില്ല നീ ചിലപ്പോ റയർ കേസസ് നമ്മൾ SA 240 പറഞ്ഞ റയർ കേസസിൽ കണ്ടെത്തി എന്ന് വരാം ബട്ട് ഓഡിറ്റർ ഹാസ് നോ ലീഗൽ ഡിറ്റർമിനേഷൻ ടു സേ ദാറ്റ് the fraud is actually occurred or not ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ല അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ ആ വാചകം നോക്കിയാൽ മനസ്സിലാവും കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് ആ വാചകം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് whether any fraud by or on the company by the company എന്ന് പറഞ്ഞാൽ എന്താ മാനേജ്മെന്റ് TCWG or on the company എന്ന് പറഞ്ഞാൽ employee fraud third party fraud പക്ഷെ ഇതിലെ എല്ലാ third party നമുക്ക് അത്ര relevant അല്ല എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടില്ല so whether any fraud by or on the company by its officers or employees has been നോട്ടീസ് ആ ഫ്രോഡ് നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഓർ റിപ്പോർട്ടഡ് ഡ്യൂറിംഗ് ദ ഇയർ അത് മറ്റാരെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഓഡിറ്റർ പരിശോധിച്ച് നോക്കുക സോ വെദർ എനി ഫ്രോഡ് ഓൺ ദ കമ്പനി ഓർ ബൈ ദ കമ്പനി ബൈ ഇറ്റ്സ് ഓഫീസേഴ്സ് ഓർ എംപ്ലോയീസ് ഹാവ് ബീൻ നോട്ടീസ്ഡ് ഓർ റിപ്പോർട്ടഡ് ഡ്യൂറിംഗ് ദ ഇയർ ഇഫ് യെസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ the nature and the amount involved to be indicated അത് എന്തായാലും നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണിക്കേണ്ടത് അല്ലെ കാണിച്ചിരിക്കണം മാനേജ്മെന്റിനെ അറിയിച്ചിരിക്കണം അല്ലെ SA 240 പ്രകാരം ഇതൊക്കെ ചെയ്തിരിക്കണം 143 1 കോടിക്ക് മേലെയാണെങ്കിൽ 1 കോടിന് മേലെയാണെങ്കിൽ അല്ലെ അതും അപ്ലൈ ചെയ്തിരിക്കണം കറക്റ്റ് അല്ലെ 143 ഒക്കെ ഉണ്ടാവും അപ്പൊ നേച്ചർ ഓഫ് എമൗണ്ട് ഇൻവോൾവ് ടു ബി ഇൻഡിക്കേറ്റഡ് ഇൻ ദ റിപ്പോർട്ട് ഇനി വെദർ ഇനി അതല്ല ഞാൻ പറഞ്ഞു 143 എല്ലായ്പ്പോഴും അപ്ലിക്കബിൾ വരിക ഇനി അത് അപ്ലിക്കബിൾ ആയ കേസാണ് വേണ്ടത് വെദർ any report under subsection 12 of 143 have been filed by the auditors in form ADT4 അപ്പൊ ADT4 പ്രകാരം അല്ലെ ADT4 ലെ 143 subsection 12 പ്രകാരം എല്ലാ റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവുന്നല്ലേ has been filed എന്തെങ്കിൽ അതും കൂടി എന്ത് ചെയ്യണം ഓഡിറ്റ് കാരോല് കാണിച്ചിരിക്കണം as per section 143.12 I have been filed a ADT3 to the ADT4 to the central government എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതും കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കണം സോ എന്തൊക്കെ കാര്യങ്ങളാണ് വന്ന്
whether any fraud on the company or by the company have been noticed or reported. If yes, the nature amount involved in the fraud should be indicated. Matralla, if the auditor has made any report, filed any report to the MCA as per section 143(12) in form ADT4, it has to be reported in the Caro. അതും കൂടി Caro എന്തിരിക്കണം സൂചിപ്പിച്ചിരിക്കണം. അതാണ് reporting of fraud related to SA 240, related to 143 subsection 12. Okay, clear ആവുണ്ടല്ലേ? ഞാൻ ഇവിടെ എവിടെയോ ADT3 എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ADT4 ആണ്. ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക്. ADT3 എന്ന് പറഞ്ഞാൽ റെസിഗ്നേഷനുമായി ബന്ധപ്പെട്ട ADT4 ആണ് ഇവിടെ പറയുന്നത്. ഞാൻ അടുത്ത പോയിന്റ്. അപ്പൊ A point കഴിഞ്ഞു, B point കഴിഞ്ഞു. റിപ്പോർട്ടിംഗ്. സി whistleblower compliance. അതെന്താന്ന് അറിയണം. What is whistleblower compliance? ചോദിച്ചോളാം. Whether the auditor has considered whistleblower compliance, if any, received during the year by the company. ഈ whistleblower എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആൾ, അവിടെ പ്രശ്നങ്ങളെ പുറത്തേക്ക് പുറപ്പെടുപ്പിക്കുന്ന ആൾ, അയാളെ പറയണമാണ് വിസിൽ ബ്ലോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധ എന്ന് പറയാം നാടൻ ഭാഷയിൽ. അതിൽ സത്യസന്ധ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, മാനേജ്മെന്റ് അറിയിക്കും, ആൾക്കാരെ അറിയിക്കും. അത് അയാളെ പറഞ്ഞ വിസിൽ ബ്ലോവർ. അങ്ങനെ വിസിൽ ബ്ലോവർ കംപ്ലൈൻസ് കമ്പനിയുടെ അടുത്ത് വല്ല എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റർ അതിന്റെ ഓഡിറ്റിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്തിരിക്കണം. സോ വെദർ എനി വിസിൽ ബ്ലോവർ കംപ്ലൈൻസ് ഹാവ് ബീൻ കൺസിഡർഡ് ബൈ ദ ഓഡിറ്റർ which is received by the company. Company receive ചെയ്തിട്ടുള്ള വിസിൽ ബ്ലോവർ കംപ്ലൈൻസ് അത് ഓഡിറ്റർ തന്റെ ഓഡിറ്റിംഗിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും, അല്ലെങ്കിൽ വിസിൽ ബ്ലോവർ കംപ്ലൈൻസ് കമ്പനി റിസീവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഓഡിറ്റർ ഏതാണ് സിറ്റുവേഷൻ അനുസരിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കണം കേട്ടോ. So the auditor has to report whether the auditor has considered any whistleblower complaints, if any, received by the company during the year. ഇത് ക്ലിയർ ആവും. മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് നോട്ടീസ് ചെയ്തപ്പെട്ട റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ടും നേച്ചറും റിപ്പോർട്ട് ചെയ്യണം. ഇനി വല്ല 143(12) പ്രകാരം ADT4 ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റി റിപ്പോർട്ട് ചെയ്യണം. വിസിൽ ബ്ലോവർ കംപ്ലൈൻസ് ഓഡിറ്റർ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇതാണ് റിപ്പോർട്ടിംഗ് ഓൺ ഫ്രോഡ് ക്ലോസ് 11 ഓഫ് പാരഗ്രാഫ് 3 ഓഫ് ദ ഓർഡർ. ഇത് ക്ലിയർ ആയല്ലോ. അപ്പൊ ക്ലോസ് 11 ക്ലിയർ ആയല്ലോ. നമുക്ക് 12ാമതിലേക്ക് പോകാം അല്ലേ? സോ 12th എന്താ പറയുന്നത്? നിധി കമ്പനി. സോ വാട്ട് ഈസ് നിധി കമ്പനി? കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ നിധി കമ്പനി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ പ്രാക്ടിക്കൽ വശങ്ങളൊന്നും ഞാൻ ഇവിടെ പറയാൻ നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നില്ല. പ്രാക്ടിക്കൽ വശം എനിക്ക് പറയാൻ പറ്റും, ബിക്കോസ് ഐ ആം വൺ ഓഫ് ദ ഓഡിറ്റർ ഓഫ് നിധി കമ്പനി. അതുകൊണ്ട് എനിക്കിത് പറയാൻ പറ്റില്ല, കോൺഫിഡൻഷ്യാലിറ്റി എഫക്ട് ചെയ്യും. ഓക്കെ, നിധി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ബെനിഫിറ്റ് കമ്പനി. ശരിക്കും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, പക്ഷെ അതുപോലൊക്കെ വർക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫിനാൻസ് കമ്പനിയാണ് നിധി കമ്പനി എന്ന് പറയുന്നത്. എനിക്കിപ്പോ ലോൺ വേണമെന്ന് വിചാരിക്കാം, നിധി കമ്പനി ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ നേരെ പോയി അവിടുത്തെ മെമ്പറാണ്. എന്നാലും ലോൺ എടുക്കാനോ എനിക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനോ പറ്റും. ആ മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് നിധി കമ്പനി. അപ്പൊ അതിലെ മെമ്പേഴ്സിന്റെ മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. മെമ്പർ ആയി കഴിഞ്ഞാൽ നോമിനൽ എമൗണ്ട് മെമ്പർ ആവാം, മാക്സിമം എത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം, മാക്സിമം എത്ര എമൗണ്ട് ലോൺ എടുക്കാം, അത്തരം കാര്യങ്ങൾ കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അത്ര ഈസി അല്ല നിധി കമ്പനി നമുക്ക് റൺ ചെയ്യാന്നുള്ളത് കേട്ടോ. അത്ര എളുപ്പമല്ല. കുറെ റൂൾസും കമ്പനീസ് ആക്ടിൽ വളരെ കുറച്ച് കാര്യം മാത്രമേ നിധി കമ്പനി പറയുന്നുള്ളൂ. നിധി കമ്പനിക്ക് വേറെ റൂൾസ് ഉണ്ട്. ആ റൂൾസ് പ്രകാരമാണ് നിധി കമ്പനി ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അഡ്വർടൈസ്മെന്റ് പാടില്ല, ഇത്ര വർഷം കഴിഞ്ഞാൽ ബാങ്ക് പാടുള്ളൂ, അഡ്വർടൈസ്മെന്റ് ഒന്നും പാടില്ല. മാത്രമല്ല മാക്സിമം ഇത്ര എമൗണ്ട് ഒക്കെ ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. വാട്ടർ അതിനെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ തന്നു മാത്രം. അത്ര നിധി കമ്പനിയാണ് ഞാൻ ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ കമ്പനിക്ക് മാത്രമേ ഈ ക്ലോസ് അപ്ലിക്കബിൾ ആവുന്നുള്ളൂ. അങ്ങനത്തെ ഒരു നിധി കമ്പനിയാണ് ഓഡിറ്റ് ചെയ്യണമെങ്കിൽ ഓഡിറ്റർ Caro റിപ്പോർട്ട് ചെയ്യേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? ഓഡിറ്റ് റിപ്പോർട്ട് വേറെ കാര്യങ്ങളാണ്. Caro റിപ്പോർട്ട് ചെയ്യേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? അപ്പൊ ആദ്യത്തെ പോയിന്റ് നോക്കാം. Whether Nidhi company has complied with the net owned funds to deposit ratio 1:20. Net owned fund to deposit ratio. ഇവിടെ നോക്കുക കേട്ടോ. Net owned fund is to deposit. ഈ റേഷ്യോ എന്ന് പറയുന്നത് 1:20 ആയിരിക്കണം. ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ റേഷ്യോ നിധി കമ്പനി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ നോക്കണം. 1:20 മാക്സിമം അതിൽ കടക്കാൻ പാടില്ല. ഞാൻ മാക്സിമം 20 ആണ് പറയുന്നത്, 20ക്ക് കടക്കാൻ പാടില്ല. 1:20 എന്ന രീതിയിൽ 20 മേലെ പോകാൻ പാടില്ല. സോ വെദർ ദ നിധി കമ്പനി ഹാസ് കംപ്ലൈഡ് വിത്ത് നെറ്റ് ഓൺഡ് ഫണ്ട് ടു ഓക്കെ ഡെപ്പോസിറ്റ് റേഷ്യോ 1:20. ഇനി എന്താ നെറ്റ് ഓൺഡ് ഫണ്ട്, എന്താ ഡെപ്പോസിറ്റ് എന്ന് അറിയണം. നെറ്റ് ഓൺഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇതാണ് നെറ്റ് ഓൺഡ് ഫണ്ട്. ക്ലിയർ ആണ്. ഇനി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നിധി കമ്പനി മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഡെപ്പോസിറ്റ്. ക്ലിയർ ആ. അപ്പൊ ഇതെന്ന് പറയുന്ന മെമ്പേഴ്സിന് വാങ്ങിക്കായിട്ടുള്ള ഷെയർ, അവിടെ കിട്ടിയ ലാഭം.
പിന്നെ ഡെപ്പോസിറ്റ് മെമ്പേഴ്സിന് കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഡെപ്പോസിറ്റ്, അതായത് കമ്പനിയുടെ ലയബിലിറ്റി എന്നർത്ഥം അല്ലെ. അതിനുള്ള റേഷ്യോ 1:20 ആയിരിക്കണം. അപ്പൊ ഞാൻ ഓർഡറുടെ നോട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ, ഫോർ എവറി 1 rupee ഓഫ് നെറ്റ് ഓൺ ഫണ്ട്സ് നിധി കമ്പനി കനോട്ട് ആക്സെപ്റ്റ് മോർ ദാൻ 20 rupees ഓഫ് ഡെപ്പോസിറ്റ്സ്. അത് മനസ്സിലാൻ വേണ്ടിയുള്ള ഓർഡേഴ്സിന് ഓർമ്മയുണ്ട്. ഒരു രൂപയാണ് കമ്പനിയുടെ നെറ്റ് ഓൺ ഫണ്ട്, ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആണ് സർപ്ലസ് എങ്കിൽ മാക്സിമം 20 രൂപയെ മെമ്പേഴ്സിനെ ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങാൻ പാടുള്ളൂ. മാക്സിമം 1:20 മെയിൻറ്റെയിൻ ചെയ്യും. അത് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ നിധി റൂൾസ് വയലേറ്റ് ചെയ്തതിന് തുല്യമായിരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആണോ? സോ വെദർ ദ നിധി കമ്പനി ഹാസ് കംപ്ലൈ വിത്ത് നെറ്റ് ഓൺ ഫണ്ട്സ് ടു ഡെപ്പോസിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് എന്താ പറഞ്ഞത് 1:20 to meet out the liability. ആ liability meet out ചെയ്യാനായിട്ട് 1:20 നെറ്റ് ഓൺ ഫണ്ട് ടു ഡെപ്പോസിറ്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കണം. ഒരു ഷെയർ ക്യാപിറ്റൽ റിസർവ്സ് ആൻഡ് സർപ്ലസിന് മാക്സിമം 20 രൂപയെ മെമ്പറുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങാൻ പാടുള്ളൂ. ഞാൻ എളുപ്പത്തിൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ 10 ലക്ഷമാണ് പെയ്ഡ് ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റൽ റിസർവ്സ് ആൻഡ് സപ്ലൈ, മാക്സിമം ഡെപ്പോസിറ്റ് കമ്പനിയുടെ കയ്യിൽ എന്തായിരിക്കണം 20 ടൈംസ് അല്ലെ. 10 ലക്ഷത്തിന് 20 ടൈംസ് 2 crores ആണ്. അതായത് മേലെ എക്സിഡ് ചെയ്യാൻ, താഴെയാലും കുഴപ്പമില്ല, മേലേക്ക് പോകാൻ പാടില്ല. ആദ്യത്തെ പോയിന്റ് whether the Nidhi company is maintaining 10% unencumbered term deposit. Whether the Nidhi company is maintaining 10% unencumbered term deposit. അപ്പൊ ഇതെന്താന്ന് പറയണെങ്കിൽ അടുത്തൊരു കഥയിലേക്ക് പോടാം. ഡബ്ബർ നമ്മൾ ഡെപ്പോസിറ്റ് പറഞ്ഞു അല്ലെ. ആദ്യത്തെ പോയിന്റ് ഡെപ്പോസിറ്റ് പറയുന്നുണ്ട്, ഇവിടെ ഒരു ഡെപ്പോസിറ്റ് പറയുന്നുണ്ട്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞ ഡെപ്പോസിറ്റിന്റെ ലയബിലിറ്റിയാണ്. ഈ പറയുന്ന ഡെപ്പോസിറ്റ് മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഡെപ്പോസിറ്റ് ഞാൻ പല സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. കുറച്ച് ഞാൻ ബിസിനസ്സിൽ ഇറക്കും, കുറച്ച് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും അല്ലെ. FD ആയിട്ട് ഇടാം ആണോ അല്ലെ, അല്ലെങ്കിൽ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഇടാം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിൽ ഇട്ട് വെക്കാം, ഇൻവെസ്റ്റ് ചെയ്യും ആണോ അല്ലെ. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനത്തെ ആ രണ്ടാമത്തെ സെന്റൻസിൽ എന്തായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഡെപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടല്ലോ അല്ലെ? ഇത് ക്ലിയർ ആണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ബി പോയിന്റ് പറഞ്ഞ ഡെപ്പോസിറ്റ് പറഞ്ഞാൽ എന്റെ അസറ്റ് ആണ്. ആദ്യത്തെ പോയിന്റ് പറഞ്ഞ ഡെപ്പോസിറ്റ് റേഷ്യോയിൽ പറഞ്ഞ ഡെപ്പോസിറ്റിന്റെ ലയബിലിറ്റി ആണ്. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടിയിൽ കൂട്ടി വെക്കില്ല, അത് കൊണ്ടുപോയി പല സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഒന്ന് എൻകുംബേർഡ് ഡെപ്പോസിറ്റ്, അതേപോലെ അൺഎൻകുംബേർഡ് ഡെപ്പോസിറ്റ്. എൻകുംബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോക്കിംഗ് പീരീഡ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 5 വർഷം കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റൂ, 4 വർഷം കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റൂ. അതല്ലെങ്കിൽ ആ ഡെപ്പോസിറ്റ് ബേസ് ചെയ്തിട്ട് വല്ല ലോൺ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഡെപ്പോസിറ്റ് തൊടാൻ പറ്റില്ല, ആ ലോൺ റീപേ ചെയ്യാതെ ഡെപ്പോസിറ്റ് കിട്ടില്ല. അത്തരത്തിലുള്ള ഡെപ്പോസിറ്റിനെ പറയുന്ന പേരാണ് എൻകുംബേർഡ് ഡെപ്പോസിറ്റ്. അപ്പൊ 2 രീതിയിൽ എൻകുംബേർഡ് നമുക്ക് പറയാം. ഒന്നെങ്കിൽ ലോക്കിംഗ് പീരീഡ്, പെട്ടെന്ന് എനിക്ക് പിൻവലിക്കാൻ പറ്റാത്തത്, ആവശ്യം വരുമ്പോൾ പിൻവലിക്കാൻ പറ്റാത്തത്. അതല്ലെങ്കിൽ അതിന്റെ മുകളിൽ വല്ല ലോൺ, അത് പ്ലഡ്ജ് ചെയ്തിട്ടുള്ള ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം ഡെപ്പോസിറ്റിനെ എൻകുംബർ. അതാ അതിന്റെ മുകളിൽ എന്തുണ്ട്, മറ്റൊരാൾക്ക് അവകാശമുണ്ട്, എൻകുംബറൻസ്, ബാധ്യത ഉണ്ട് എന്നർത്ഥം. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ട് അല്ലെ? ക്ലിയർ ആണ്. അൺഎൻകുംബർ എന്ന് പറഞ്ഞാൽ ഈസിലി എനിക്ക് എന്ത് ചെയ്യാം, അത് വിഡ്രോ ചെയ്യാൻ പറ്റും അൺഎൻകുംബർ ഡെപ്പോസിറ്റ്. അപ്പൊ പ്രശ്നം എന്താ വെച്ചാലേ, എല്ലാം ഉണ്ടോ എൻകുംബേർഡിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മെമ്പർ വന്ന് പറയാണ്, ഞാൻ തന്ന ഡെപ്പോസിറ്റ് എനിക്ക് തിരിച്ചു തരണം, പീരീഡായി മെച്ചോർഡായി എനിക്ക് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കണ്ടേ, കയ്യിൽ കാശുണ്ടായിരിക്കണ്ടേ. അപ്പൊ റൂൾസ് പറയുന്നത് 10% എങ്കിലും എവിടെ ആയിരിക്കണം, അൺഎൻകുംബേർഡ് ഉണ്ടായിരിക്കണം. അതിന് മേലെ കുഴപ്പമില്ല, മിനിമം 10% എങ്കിലും അൺഎൻകുംബേർഡ് ഡെപ്പോസിറ്റ് ആയിരിക്കണം, എൻകുംബേർഡ് ആവാൻ പാടില്ല. അപ്പൊ മാക്സിമം എനിക്ക് 90% എൻകുംബേർഡ് ആവാൻ പാടും, അതിന് താഴെ കുഴപ്പമില്ല. മിനിമം 10% അൺഎൻകുംബേർഡ് ആയിരിക്കണം, അതിന് മേലെ കുഴപ്പമില്ല. അപ്പൊ ഓഡിറ്റർ ശ്രദ്ധിക്കണം, whether the company is maintaining 10% unencumbered deposit. ക്ലിയർ ആണല്ലേ? ടു മീറ്റ് ഔട്ട് ഇറ്റ്സ് ലയബിലിറ്റി. അതല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം, ആണെങ്കിൽ ആണെന്ന് പറയണം. ഇത് ക്ലിയർ ആണല്ലോ? ആദ്യത്തെ 2 പോയിന്റ് ക്ലിയർ ആണ്. നിധിയുടെ ഒന്ന് 1:20 നെറ്റ് ഓൺ ഫണ്ട് ടു ഡെപ്പോസിറ്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. രണ്ടാമത്തെ whether the നിധി company is maintaining 10% of unencumbered deposit. മൂന്നാമത്തെ whether there is any default in the payment of interest and deposit repayment. അല്ലെ? നീ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്തു, പീരീഡ് കഴിഞ്ഞാൽ റീപേ ചെയ്യണം, അതിലുള്ള ഇൻട്രസ്റ്റ് കൊടുക്കാനും പ്രിൻസിപ്പൽ കൊടുക്കണേലും ഡിഫോൾട്ട് ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൂടി കാണിച്ചിരിക്കണം. ഈ 3 പോയിന്റ് ആണ് നിധി കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള. ആദ്യത്തെ പോയിന്റ് 1:20 നെറ്റ് ഓൺ ഫണ്ട് ഡെപ്പോസിറ്റ്. രണ്ടാമത്തെ പോയിന്റ് അൺഎൻകുംബേർഡ് ഡെപ്പോസിറ്റ് 10%. ആദ്യത്തെ ലയബിലിറ്റി ഡെപ്പോസിറ്റ് ആണ്, രണ്ടാമത്തെ അസറ്റ് ഡെപ്പോസിറ്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് ഡെപ്പോസിറ്റിന് പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റ് കൊടുക്കണം, അതിൽ ഡിലേ വരുത്തിയിട്ടുണ്ടോ, നോൺ എന്താ
റീപേയ്മെന്റ് ഡിഫോൾട്ട് ഉണ്ടോ അതുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. ഈ 3 കാര്യങ്ങളാണ് കേട്ടോ. സോ 11ാമത്തെ പോയിന്റ് ഫ്രോഡുമായി ബന്ധപ്പെട്ട്, 12ാമത്തെ പോയിന്റ് നിധി കമ്പനിയുമായി ബന്ധപ്പെട്ട്. 13ാമത്തെ പോയിന്റിലേക്ക് പോയാലോ, ചെറുതാണ് കേട്ടോ, ഞാൻ സ്പീഡിൽ പറഞ്ഞോളാം. 13ാമത്തെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, റിലേറ്റഡ് പാർട്ടി SA 550യുമായി ബന്ധപ്പെട്ട് കേട്ടോ. നമുക്കറിയാം SA 550 റിലേറ്റഡ് പാർട്ടിയാണ്. ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആണെങ്കിൽ അതിനകത്ത് ചാൻസസ് ഓഫ് റിസ്ക് മിസ്റ്റേറ്റ്മെന്റ് ഇസ് ലെസ്. പക്ഷേ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് അല്ല എങ്കിൽ ചാൻസ് ഓഫ് റിസ്ക് ഓഫ് മേക്കിംഗ് മിസ്റ്റേക്ക് മോർ. അതൊക്കെ SA 550 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ പാരഗ്രാഫ് 3 ക്ലോസ് 13 അല്ലെ, ക്ലോസ് 30 എന്താ, whether all the transaction with the related parties in compliance with section 177 188. section 177 188 comply ചെയ്തിട്ടുണ്ടോ നോക്കണം. ക്ലിയർ ആവുമല്ലേ. ഇനി whether these transactions have been disclosed in the financial statements as per accounting standard. AS 18 പ്രകാരം ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ല നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. സോ കംപ്ലൈന്റ് ഓഫ് സെക്ഷൻ 177 സെക്ഷൻ 188 177 188 കംപ്ലൈ ചെയ്തിട്ടുണ്ടോ നോക്കണം. അതുപോലെ details of related party transactions have been disclosed in the financial statements as per the applicable accounting standard. Accounting standard AS 18 അത് പ്രകാരം ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി ഓഡിറ്റർ എന്ത് ചെയ്യണം, പരിശോധിച്ചത്. സോ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ 177 compliance 188 compliance. Then whether the details of related party transaction have been disclosed in the financial statements as per the applicable financial reporting framework. അപ്പോൾ 13 കഴിഞ്ഞു. 11 ഫ്രോഡ്, 12 നിധി കമ്പനി, 13 റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, 14 ഇന്റേണൽ ഓഡിറ്റ് സിസ്റ്റം. അവിടെ ഇന്റേണൽ ഓഡിറ്റ് സിസ്റ്റം ഉണ്ടോ നോക്കണം. സെക്ഷൻ 138 നമ്മൾ പഠിക്കട്ടോ, നിങ്ങൾ കമ്പനി ലോയിൽ പഠിച്ചിട്ടുണ്ടാവും. സെക്ഷൻ 138 പ്രകാരം ചില കമ്പനീസ് നിർബന്ധമായിട്ടും ഇന്റേണൽ ഓഡിറ്റ് ഉണ്ടായിരിക്കണം. ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്റേണൽ ഓഡിറ്റ് നടത്തിയിരിക്കണം. മറ്റുള്ളവർക്കൊന്നും മാൻഡേറ്ററി ഇല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇന്റേണൽ ഓഡിറ്റ് സിസ്റ്റം മാത്രമല്ല നമ്മൾ പറഞ്ഞത് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇന്റേണൽ ഓഡിറ്റ് സിസ്റ്റം. അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് സിസ്റ്റം ഉണ്ടോ നോക്കിയിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പാരഗ്രാഫ് 3 ക്ലോസ് 14 എന്താ, whether the company has an internal audit system in accordance with the nature and size of the business. Businessന്റെ nature and size അനുസരിച്ചിട്ട് ഒരു internal audit system as a part of internal control system അതുണ്ടോന്ന് ഓഡിറ്റർ പരിശോധിക്കണം. So whether the company has an internal audit system in accordance with the nature and size of the business, whether ഉണ്ടായെങ്കിൽ the reports of internal auditors for the period were considered by the statutory auditor. Internal auditor report statutory auditor consider ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി ഓഡിറ്റർ എന്ത് ചെയ്യണം, പരിശോധിച്ച് നോക്കണം. അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ആക്ച്വലി SAs ഉണ്ട്. ക്ലിയർ ആണല്ലേ. SA ഉണ്ട്, ഇന്റേണൽ ഓഡിറ്റർ റിപ്പോർട്ട് നോക്കാനുള്ള സ്റ്റാൻഡേർഡ് 600s വരുന്നുണ്ട് കേട്ടോ. 600 പക്ഷെ നമുക്ക് സിലബസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കവർ ചെയ്യുന്നില്ല. സോ whether the reports of the internal auditor has been considered by the statutory auditor അതും കൂടി ഓഡിറ്റർ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. So if there is an internal audit system that in accordance with the nature and size of the business of the organization, and if yes, whether the report of the internal auditor has been considered by the statutory auditor. ഇതാണ് 14ാമത്തെ പോയിന്റ്. സോ 11 ഫ്രോഡ്, 12 നിധി കമ്പനി, 13 റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, 14 ഇന്റേണൽ ഓഡിറ്റ് സിസ്റ്റം, 15 നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ. ഇത് ഡയറക്ടറുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. ഇത് ഡയറക്ടേഴ്സുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ, നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ അതായത് ഡയറക്ടേഴ്സ് സാധാരണ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഡയറക്ടർ പൈസ കൊണ്ടുവരാ, പൈസ തിരിച്ചെടുക്കുക. ലോൺ ഫ്രം ഡയറക്ടർ, ലോൺ ഗിവൺ ടു ഡയറക്ടർ, വിഡ്രോവൽ ഓഫ് ലോൺ, റീപേയ്മെന്റ് ഓഫ് ലോൺ, അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ആയിട്ട് കൊണ്ടുപോകാം. പക്ഷെ ഇവിടെയൊക്കെ പറയുന്ന സമയത്ത് അത് കുറഞ്ഞതിനേക്കാളും കൂടുതൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 10 ലക്ഷം ഡയറക്ടർ ലോൺ കൊടുന്നു എന്ന് വിചാരിക്കാം, അതിൽ 12 ലക്ഷം കൊണ്ടുപോയിച്ചാൽ ആ 2 ലക്ഷം ഡയറക്ടർ റെമ്യൂണറേഷൻ ആയിട്ടാണ് കണക്കാക്കുക. അത് GST അപ്ലിക്കേഷൻ വരാം, ഇൻകം ടാക്സിന്റെ അപ്ലിക്കേഷൻ വരാം, റിവേഴ്സ് ചാർജിന്റെ മെക്കാനിസം വരാം, GST ക്ലിയർ ആവുണ്ടല്ലോ അല്ലെ. ഇതൊക്കെ അപ്ലിക്കേഷൻ വരാം. പലപ്പോഴും എന്താ വെച്ചാൽ ചിലപ്പോൾ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ വല്ല അസറ്റ് കൊണ്ടുപോകാൻ, ഞാൻ പറഞ്ഞു മനസ്സിലായി, അത്തരത്തിലുള്ള നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് കയറി വരാം. സോ വെദർ ദ കമ്പനി ഹാസ് എന്റേർഡ് ഇൻടു എ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ വിത്ത് ദ ഡയറക്ടേഴ്സ്, അവർ ഗുഡ്സ് സപ്ലൈ ചെയ്യാം, അവർ കൊടുക്കേണ്ട ലോൺ തിരിച്ചടക്കുന്നവർ ഗുഡ്സ് സപ്ലൈ ചെയ്യാം, റെമ്യൂണറേഷൻ എടുക്കാൻ ഗുഡ്സ് സപ്ലൈ ചെയ്യാം, അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫ് സോ സെക്ഷൻ 192 കംപ്ലൈ ചെയ്തിട്ടുണ്ടോ നോക്കണം. അത്ര മാത്രമേ പറയുള്ളൂ. സെക്ഷൻ 192 ഓഡിറ്റർ എന്ത് ചെയ്തിട്ടുണ്ടോ, ഓഡിറ്റർ നോക്കണം അത് കമ്പനി കംപ്ലൈ ചെയ്തിട്ടുണ്ടോ. സോ ഇഫ് ദർ ഈസ് എനി നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ഹാവ് ബീൻ എന്റർഡ് വിത്ത് directed by the company, auditor should see whether 192 have been complied with. ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും ഓഡിറ്റർ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. So these are the third set of 5 points. 11 fraud, 12 നിധി കമ്പനി 1:20 10% ഡെപ്പോസിറ്റ്, 13 റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് AS 18 പ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെ.
Section 177, 188 comply ചെയ്തിട്ടുണ്ടോ? Internal audit nature അനുസരിച്ചാണ് internal audit system. അതിൽ report auditor consider ചെയ്തിട്ടുണ്ടോ? Non cash transaction 192 comply ചെയ്തിട്ടുണ്ടോ നോക്കണം. Non cash transaction directors ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ 15 എണ്ണം പഠിച്ചു. റിപ്പീറ്റ് ചെയ്യട്ടെ 15 എണ്ണം ഓർഡറിൽ. 1 PPE intangible asset, 2 inventory, 3 loans and advance investment security guarantee, 4 അതുമായി ബന്ധപ്പെട്ട 185 186, 5 public deposit അല്ലേ, 6 cost accounting records, 7 undisputed statutory dues undisputed dispute, 8 unrecorded income, 9 ലോൺ വാങ്ങിയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ഡിഫോൾട്ട് അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ്, 10 പബ്ലിക് ഇഷ്യൂ അതുപോലെ തന്നെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് പ്രിഫറൻഷ്യൽ റേസ് ചെയ്തിട്ടുള്ള ഫണ്ട് 11 ഫ്രോഡ്, 12 നിധി കമ്പനി, 13 റിലേറ്റഡ് പാർട്ടി, 14 ഇന്ത്യൻ ഓഡിറ്റ്, 15 നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ. ഇത് ഓർഡറിൽ പഠിക്കണം കേട്ടോ. അപ്പൊ അടുത്ത 5 സെറ്റും കൂടിയും പഠിച്ച ഓൾമോസ്റ്റ് കഴിയാറായല്ലേ. അപ്പൊ അതിലേക്ക് പോവല്ലേ. 16th പോയിന്റ് എടുക്കാം. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാരാ 3 ക്ലോസ് 16. അപ്പൊ നോക്കേണ്ട നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ NBFCs. ശ്രദ്ധിക്കുക, ആദ്യം പറയുന്നത് whether the company is required to be registered under section 45 IA of Reserve Bank of India Act 1934. Section 45 IA of Reserve Bank of India Act 1934. അത് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനി ആണെങ്കിൽ whether registration has been obtained. അത് രജിസ്ട്രേഷൻ അവർ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം, ഓഡിറ്റ് പരിശോധിക്കാം. സോ NBFC ആണ് ഞാൻ ഓഡിറ്റ് ചെയ്യണത്. NBFCക്ക് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള ക്ലോസ് ആണ്. അത് NBFC RBI ആക്ട് രജിസ്റ്റർ ചെയ്യേണ്ട കമ്പനിയാണോ, അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ നോക്കണം. കാരണം രജിസ്റ്റർ ചെയ്യാതെ NBFC ബിസിനസ് ചെയ്യാൻ പറ്റില്ല. സോ whether the company is required to be registered under section 45 IA of the RBI Act 1934. See whether it is registered. Registry of the business ചെയ്യാൻ പറ്റില്ല. So whether the company has conducted any NBFC or housing finance activities without a valid certificate of registration. Certificate registration of ഇല്ലാതെ ആ പറഞ്ഞ NBFC activities or housing finance activities or conduct ചെയ്തിട്ടുണ്ട് എങ്കിൽ ക്ലിയർ ആണല്ലേ. അതെന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യും കൂടിയും വേണം. ഇത് ക്ലിയർ ആവുന്നുണ്ടല്ലോ. സോ ഒന്ന് രജിസ്റ്റർ ചെയ്യേണ്ട NBFC ആണെങ്കിൽ ആക്ച്വലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ നോക്കണം. അതല്ലാതെ ആക്ടിവിറ്റീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യും വേണം. ഞാൻ പറഞ്ഞു മനസ്സിലാവില്ലേ. സോ ആക്ടിവിറ്റീസ് ആർ കണ്ടക്ടഡ് ഓൺലി ആഫ്റ്റർ ടേക്കിംഗ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അതാണ് ഓഡിറ്റർ വരെ പരിശോധിക്കേണ്ടത്. സോ ഇഫ് ദ കമ്പനി റിക്വയർസ് രജിസ്ട്രേഷൻ from RBI for conducting activities, see whether it is the registration is actually taken and no activities are conducted without taking any registration. ഇത് ഓഡിറ്റർ എന്ത് ചെയ്യണം, പരിശോധിച്ച് നോക്കണം. ഇത് ക്ലിയർ ആവുന്നല്ലോ. ഇനി അടുത്ത പോയിന്റ് എന്നുള്ള കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി. ഇത് പുതിയൊരു ക്ലോസ്. ഇത് കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NBFCയുടെ ഗണത്തിൽ പറഞ്ഞു തന്നെയാണ്. അതായത് ഒരു കമ്പനി അതിന്റെ ഗ്രൂപ്പ് കമ്പനീസിന്റെ അതിന്റെ ഗ്രൂപ്പ് കമ്പനീസിന്റെ, ഫോർ എക്സാമ്പിൾ മണപ്പുറം എന്ന് വിചാരിക്കുക, ഒരു എക്സാമ്പിൾ പറഞ്ഞത്. മണപ്പുറം ഹാസ് സർട്ടൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. മണപ്പുറം അസറ്റ് ഫിനാൻസ്, മണപ്പുറം അഗ്രികൾച്ചർ ഉണ്ട്, മണപ്പുറം കമ്പ്യൂട്ടർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ട് അല്ലേ. മണപ്പുറത്തിന് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് മാത്രം കേട്ടോ. അപ്പൊ ഒരു കമ്പനി, ഒരു NBFC കമ്പനി തന്നെ അവരുടെ ഗ്രൂപ്പ് കമ്പനീസില് ക്ലിയർ എന്ത് ചെയ്യേണ്ട, ഷെയർസിലോ അതുപോലെ ഡിബഞ്ചേഴ്സിലോ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതെങ്ങനെ, അവരുടെ ടോട്ടൽ അസറ്റ് എടുത്തു കഴിഞ്ഞാൽ അതില് ഇൻവെസ്റ്റ്മെന്റ്, ഈ ഗ്രൂപ്പ് കമ്പനീസിലെ ഇൻവെസ്റ്റ്മെന്റ് ടോട്ടൽ അസറ്റിന്റെ മോർ ദാൻ 90% ഉണ്ടെങ്കിൽ അത്തരം കമ്പനീസിനെ പറയുന്ന പേരാണ് കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി. സോ മൈ കമ്പനി, ഇപ്പൊ ഞാനൊരു കമ്പനിയാന്ന് വിചാരിക്കുക, എന്റെ കമ്പനി എന്റെ ഗ്രൂപ്പ് കമ്പനീസിന്റെ ഷെയർസിനും ഡിബഞ്ചേഴ്സിനും ഒക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ടോട്ടൽ അസറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ ടോട്ടൽ അസറ്റ് 90% ഈ ഗ്രൂപ്പ് കമ്പനീസിലെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് വിചാരിക്കുക. അത്തരത്തിലുള്ള കമ്പനിയെ പറയുന്ന പേരാണ് കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി. ക്ലിയർ ആണല്ലേ, കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി. ഇനി ഈ കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ അവരുടെ അസറ്റ് സൈസ് 100 കോടിക്ക് മേലെയാണെങ്കിൽ, അവരുടെ ടോട്ടൽ അസറ്റ് സൈസ് 100 കോടിക്ക് മേലെയാണെങ്കിൽ അവർ RBIയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അല്ലാത്തവർക്ക് രജിസ്ട്രേഷൻ എടുക്കണ്ട, അവർ RBIയുടെ രജിസ്ട്രേഷൻ. അപ്പൊ എന്താ കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനി അവരുടെ ഗ്രൂപ്പ് കമ്പനീസില് ഷെയറിലോ ഡിബഞ്ചറിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്പനിയുടെ ടോട്ടൽ അസറ്റിന്റെ 90%ഓളം ഇൻവെസ്റ്റ്മെന്റ്, ടോട്ടൽ അസറ്റിന്റെ മേജർ പോർഷൻ ടോട്ടൽ അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റ് 90% മോർ ഈ പറഞ്ഞ ഗ്രൂപ്പ് കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവരെ പറയുന്ന പേരാണ് കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി. സോ അക്വിസിഷൻ, ദോസ് കമ്പനീസ് which acquires shares or debentures or any other instruments of group companies and out of the total asset more than 90% is investment in group company. അത്തരത്തിലുള്ള കമ്പനി ഞാൻ കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്ന് വിളിക്കും.
If its asset size is 100 crore or more, അത് RBIയുടെ registration അവർക്ക് എടുത്തിരിക്കണം. So whether the company is a core invest company as defined in the regulations made by Reserve Bank of India. അപ്പൊ Reserve Bank of Indiaയുടെ regulations പ്രകാരം ഈ പറയുന്ന കമ്പനി core investment company ആണോ, ഈ പറയുന്ന NBFC core investment company ആണോ എന്ന് ഓഡിറ്റർ നോക്കണം. ഇനി whether it continues to fulfill the criteria of core investment company, CICB ആണ് core investment, അത് ഇപ്പോഴും ആ ക്രൈറ്റീരിയ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, ആ ഇൻവെസ്റ്റ്മെന്റ് സൈസ് മോർ ദാൻ 90% ഗ്രൂപ്പ് കമ്പനീസിലാണോ, ഇപ്പോഴും ആ ക്രൈറ്റീരിയ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ. ആൻഡ് ഇൻ കേസ് the company is exempt or unregistered CIC, whether it continues to fulfill such criteria. ഞാൻ പറഞ്ഞു 100 crore or more asset size നെ എന്താ RBI registration വേണം, അതിന് താഴെയാണല്ലോ registration ഇല്ല. അപ്പൊ 100 crore താഴെയാണോ ഇപ്പോഴും കിടക്കുന്നത്, ഇപ്പോഴും അൺരജിസ്റ്റേർഡ് CIC ആയിട്ട് തുടരാൻ പറ്റുന്നുണ്ടോ എന്ന് ഓഡിറ്റർ എന്ത് ചെയ്യണം, പരിശോധിച്ച് നോക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാവല്ലേ? So whether it continues to fulfill the criteria of core investment company, and if it is an exempted or unregistered CSC, whether it continues to fulfill such criteria. അപ്പൊ ഇപ്പോഴും നമ്മൾ പരിശോധിക്കുക അവർ അസറ്റ് സൈസ് 100 കോടിക്ക് താഴെ തന്നെയാണോ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ no registration is required, it is exempted from registration. ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ഉണ്ടോ എന്ന് ഓഡിറ്റർ ശ്രദ്ധിക്കുക. അപ്പൊ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഒന്ന്, ഇപ്പോഴും കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ, അതായത് 90 ടോട്ടൽ അസറ്റിന്റെ 90% മോർ ദാൻ എന്താ ഗ്രൂപ്പ് കമ്പനി ഇൻവെസ്റ്റ്മെന്റ് ആണ് കിടക്കുന്നത്. അപ്പൊ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തു. ഇനി അതിൽ തന്നെ 100 കോടിക്ക് താഴെയാണെങ്കിലാണ് അൺരജിസ്റ്റേർഡ് എന്താ പറയുക കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി വരെ. അത് അങ്ങനെയാണ് ഓഡിറ്റർ എന്ത് ചെയ്യണം, പരിശോധിച്ച് നോക്കണം. ഇനി whether the group has more than one CIC, ആ ഗ്രൂപ്പിന് more than one CIC ഉണ്ട് എങ്കിൽ, അപ്പൊ മോർ ദാൻ വൺ CIC എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പ് കമ്പനീസിൽ ഒന്നിൽ കൂടുതൽ കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ the number of CIC which are part of the group, അതും കൂടി ഓഡിറ്റർ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്തിരിക്കണം. സോ കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ NBFC ആണ്, അവരുടെ ടോട്ടൽ അസറ്റിന്റെ എന്താ 90% ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗ്രൂപ്പ് കമ്പനീസിലാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ കോർ ഇൻവെസ്റ്റ്മെന്റ് ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നുണ്ട് നോക്കണം. അതിന് 100 കോടിക്ക് മേലെയാണെങ്കിൽ അവർക്ക് RBI രജിസ്ട്രേഷൻ വേണം. അപ്പൊ അൺരജിസ്റ്റേർഡ് ആണ്, ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ നോക്കണം. ഇനി ഒന്നിൽ കൂടുതൽ CICs ഉണ്ട് എങ്കിൽ ഏതൊക്കെ CICs ആണ് ഗ്രൂപ്പിൽ കൂടി ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്തിരിക്കണം. സോ ഇത്രയാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഓഡിറ്റർ ചെക്ക് ചെയ്തിട്ട് കാരോ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഒന്ന് 45 IA പ്രകാരം രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ, എടുക്കേണ്ട കമ്പനിയാണ് എടുത്തിട്ടുണ്ടോ, അത് എടുത്ത ശേഷമാണ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത്, അതല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. ഈ കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആണെങ്കിൽ അവരുടെ ക്രൈറ്റീരിയ ഇപ്പോഴും ഫുൾഫിൽ ചെയ്യേണ്ടോ, അൺരജിസ്റ്റേർഡിന്റെ ക്രൈറ്റീരിയ ഇപ്പോൾ ഫുൾഫിൽ ചെയ്യണ്ടോ, ഒന്നിൽ കൂടുതൽ CICസിന് അതിന്റെ പേരൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യണം. ഇത്രയാണ് NBFCയുമായി ബന്ധപ്പെട്ട പോയിന്റ്. ഇത് ക്ലിയർ ആയല്ലേ? അടുത്ത നമുക്ക് നോക്കാം ക്യാഷ് ലോസസ്. ഇവിടെ നമ്മുടെ ചെറുതാ ക്യാഷ് ലോസസ്, ക്യാഷ് ഓപ്പറേറ്റിംഗ് ലോസസ്. നമ്മൾ ക്യാഷ് ഫ്ലോസ് AS3 പ്രകാരം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുന്ന സമയത്ത് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ, ഇവിടെ ക്യാഷ് ലോസ് ഫ്രം ഓപ്പറേഷൻ, അതാണ് ക്യാഷ് ലോസസ്. ബിഫോർ ഡിപ്രീസിയേഷന് മുമ്പ്, റൈറ്റ് ഓഫ്സിനൊക്കെ മുമ്പ് ഉള്ള എന്താ ക്യാഷ് പ്രോഫിറ്റിനെ പറയുന്ന പേരാണ്, സോറി ആ പൊസിഷനെ പറയുന്ന പേരാണ് ക്യാഷ് ലോസസ്. ഫോർ എക്സാമ്പിൾ ഡിപ്രീസിയേഷന് മുമ്പെയോ മറ്റ് എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യണതിന് മുമ്പെയോ ഉള്ള ലോസസ് ആണ് ക്യാഷ് ലോസ്. ചുരുക്കി പറയുകയാണെങ്കിൽ AS3 പറയുന്ന ക്യാഷ് ലോസ് ഫ്രം ഓപ്പറേഷൻ 3 ആക്ടിവിറ്റീസ് ഉണ്ട്. ക്യാഷ് ഫ്രം ഓപ്പറേഷൻ, ക്യാഷ് ഫ്രം ഫിനാൻസ് ആക്ടിവിറ്റി, ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി. അതിൽ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ ക്യാഷ് നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്യാഷ് ലോസ് ഫ്രം ഓപ്പറേഷൻ. അപ്പൊ അങ്ങനെ വല്ലതുണ്ടോ എന്ന് ഓഡിറ്റർ പരിശോധിക്കാം. അപ്പൊ അതിനെന്ത് ചെയ്യാം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എടുക്കുക, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് നോക്കാം whether the company has incurred cash losses in the financial year and immediately preceding financial year. കഴിഞ്ഞ 2 ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് ക്യാഷ് ലോസസ് ഇൻകർ ചെയ്തിട്ടുണ്ടോ നോക്കണം. If so, state the amount of cash losses. ഉണ്ട് എങ്കിൽ ക്യാഷ് ലോസിന്റെ എമൗണ്ട് എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ചെയ്തിരിക്കണം. So whether the company has incurred cash losses in the financial year and the immediately preceding financial year. If yes, and ഉണ്ട് എങ്കിൽ state the amount of losses. അപ്പൊ 2 കോഴ്സ് പഠിച്ചു. 16 NBFC, 17 ക്യാഷ് ലോസസ്. 18 നമ്മൾ പഠിച്ചിട്ടുള്ള സാധനം ഇവിടെയാണ് ADT3 വരുന്നത് കേട്ടോ, റെസിഗ്നേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്. ഇപ്പൊ ഞാൻ ഓഡിറ്ററായി, വേറെ ഓഡിറ്റർ റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഓഡിറ്റർ ആണ്, ഞാനാണ് റിപ്പോർട്ട് ചെയ്യുക. ആ പഴയ ആളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നത്. റെസിഗ്നേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്, whether there has been any resignation of statutory auditors during the year. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ കാഷ്വൽ വേക്കൻസിയിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആളായിരിക്കണം അല്ലെ. അപ്പൊ ഞാൻ ഓഡിറ്റർ കാഷ്വൽ വേക്കൻസിയിലാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. സോ whether there has been any resignation of statutory auditors during the year. Whether the auditor, എന്നിട്ട് ഞാൻ എന്താ പറയേണ്ടത്, ആസ് എൻ ഓഡിറ്റർ ഞാനാണ് കണ്ടിന്യൂയിങ് ഓഡിറ്റർ അല്ലെ, കാഷ്വൽ വേക്കൻസിയിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഓഡിറ്റർ. വെദർ അതായത് ഇപ്പൊ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഓഡിറ്റർ ഹാസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ the issues, the objections,
the concerns raised by the outgoing auditor. Resign ചെയ്ത ഓഡിറ്ററുടെ ഇഷ്യൂസ്, അയാളുടെ ഒബ്ജക്ഷൻസ്, അയാളുടെ കൺസേൺസ്, ഇതൊക്കെ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട് while accepting this work and while performing this audit. ഇത് ഞാൻ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്തിരിക്കണം. So whether there has been any resignation of auditor during the year, if yes, whether the continuing auditor has taken the consideration of the issues, the objections, the concerns raised by the outgoing auditor. This is all about the resignation of auditor. Paragraph 3, clause 18. So 16 NBFC, 17 cash losses, 18 resignation of auditor, 19 materiality, material uncertainty. ഇതൊരു സാധനം നമ്മൾ കേട്ടിട്ടുണ്ട്. SA 570 എടുത്തപ്പോൾ ഗോയിങ് കൺസേണിന്റെ കാര്യത്തില് fools, ഓർമ്മണ്ടോ? Financial indication, operating indication, other and legal indication, fools. അല്ലെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. Whether any material uncertainty occurs that affects the entity's ability to continue as a going concern. So അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇവിടെ മെറ്റീരിയൽ അൺസർട്ടേണിറ്റി. പാരഗ്രാഫ് 3, ക്ലോസ് 19. ഇവിടെ നോക്കേണ്ടത് അടുത്ത വർഷം എനിക്ക് വിത്തിൻ 1 ഇയർ പേ ചെയ്യാനുള്ള ലയബിലിറ്റി. ഞാൻ പറയുന്നു 31/3 ഞാൻ ഓഡിറ്റ് ചെയ്യണത്. അപ്പൊ ഫോർ എക്സാമ്പിൾ 31/3/2023 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഞാൻ ഓഡിറ്റ് ചെയ്യണത്. ഞാൻ ചെക്ക് ചെയ്യേണ്ടത് 31/3/2024 ആകുമ്പോഴേക്കും ഡ്യൂ ആയിട്ട് പേബിൾ ആയിട്ടുള്ള ലയബിലിറ്റീസ് ഉണ്ട് അല്ലെ, അത് പേ ചെയ്യാനുള്ള ലയബിലിറ്റി ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷനും മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ ഓഡിറ്റർക്ക് പറയാൻ പറ്റുന്നുണ്ടോ, അത് പേ ചെയ്യാൻ ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടോ, എബിലിറ്റി ഉണ്ടോ ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഓഡിറ്റർ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. ആവർത്തിക്കുന്നു, 31/3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഓഡിറ്റ് ചെയ്യുന്നത്. ഞാൻ എന്താ നോക്കേണ്ടത്? 31/3/2024, അതായത് ഒരു വർഷത്തിനുള്ളിൽ കമ്പനി പേ ചെയ്യേണ്ടതായിട്ടുള്ള ലയബിലിറ്റി, അത് പേ ചെയ്യാനുള്ള എബിലിറ്റി കമ്പനിക്ക് ഉണ്ടോ എന്ന് ഓഡിറ്റർ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. ചില കാര്യങ്ങൾ നോക്കിക്കൊണ്ട്. ഇത് ക്ലിയർ ആയോ? ഇവിടെ നോക്കിക്കോളോ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഓൺ ദ ബേസിസ് ഓഫ്, പറ്റുമെങ്കിൽ ഈ സെന്റൻസ് അതേപടി പഠിക്കുക കേട്ടോ. ഞാൻ അതാണ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യാൻ. അല്ലെങ്കിൽ അതിനെ ചുരുക്കാം. ഇതുവരെ പറഞ്ഞു നോക്കാം, അതേപടി പഠിക്കാൻ പറ്റിയ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് പഠിക്കാം. ഞാൻ അടയാളപ്പെടുത്തിയെന്ന് മാത്രം പഠിച്ചാൽ. പക്ഷെ ഈ സെന്റൻസ് പറ്റുമെങ്കിൽ അതേപടി പഠിക്കുക, അല്ലെങ്കിൽ പിന്നെ നിങ്ങളേതായിട്ടുള്ള രീതിയിൽ പഠിക്കാം. സോ ഓൺ ദ ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ റേഷ്യോസ്. അപ്പൊ ഓൺ ദ ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ റേഷ്യോസ്, അപ്പൊ ഞാൻ ഫിനാൻഷ്യൽ റേഷ്യോസ് നോക്കി. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, കറന്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, സോൾവൻസി റേഷ്യോസ്, അതുപോലെ തന്നെ ലോങ് ടേം സോൾവൻസി, ഷോർട്ട് ടേം സോൾവൻസി, എല്ലാ റേഷ്യോസ് നോക്കി. ഓൺ ദ ബേസ് ഓഫ് ഫിനാൻഷ്യൽ റേഷ്യോസ്, ഏജിംഗ് എന്ന് പറഞ്ഞാൽ ഏജിംഗ് ഷെഡ്യൂൾ ഓഫ് റിസീവബിൾസ്, 6 മാസത്തിൽ കൂടുതൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള, 3 മാസത്തിൽ കൂടുതൽ ഔട്ട്സ്റ്റാൻഡിംഗ്, ഏജിംഗ് ഷെഡ്യൂൾസ്, എക്സ്പെക്ടഡ് ഡേറ്റ്സ് ഓഫ് റിയലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്, ബാലൻസ് ഷീറ്റിൽ ഇപ്പൊ കിടക്കുന്ന ഫിനാൻഷ്യൽ അസറ്റ്സ് അത് റിയലൈസ് ചെയ്ത് കിട്ടാവുന്ന ഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ, ചിലപ്പോൾ അടുത്ത മാസങ്ങളിൽ ചിലപ്പോൾ ചില അസറ്റ് വിൽക്കാനായിട്ട് കിടക്കുന്നുണ്ടാവും, ചില ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് വിൽക്കാനായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ and payment of expected dates of payment of financial liabilities, അടുത്ത് വരാവുന്ന ഫിനാൻഷ്യൽ ലയബിലിറ്റീസിന്റെ പേയ്മെന്റ് ഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ എന്തൊക്കെയുടെ അടിസ്ഥാനത്തില? ഫിനാൻഷ്യൽ റേഷ്യോന്റെ അടിസ്ഥാനത്തിൽ, റിസീവബിൾസിന്റെ ഏജിംഗ് ഷെഡ്യൂളിന്റെ അടിസ്ഥാനത്തിൽ, ഈ അടുത്ത വരും എന്താ ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ എനിക്ക് കിട്ടാവുന്ന ഫിനാൻഷ്യൽ അസറ്റ് വിറ്റിട്ട് കിട്ടാവുന്ന എമൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ വരും ദിവസങ്ങളിൽ വരും മാസങ്ങളിൽ എനിക്ക് പേ ചെയ്യുന്നതായിട്ടുള്ള ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അതർ ഇൻഫോർമേഷൻ അക്കമ്പനിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അടങ്ങിയിട്ടുള്ള മറ്റ് ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ, ആൻഡ് ഓഡിറ്റേഴ്സ് നോളജ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് മാനേജ്മെന്റ് പ്ലാൻസ്, മാനേജ്മെന്റ് പ്ലാനും ബോർഡ് ഓഫ് ഡയറക്ടർ പ്ലാനും അതിലുള്ള ഓഡിറ്ററുടെ നോളജിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടത്? on the basis of financial ratios, on the basis of aging schedule, on the basis of expected date of realization of financial assets, on the basis of expected date of payment of financial liabilities, on the basis of other information contained in the financial statements, on the basis of my knowledge of board of directors and management plans. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്താ പറഞ്ഞത്? ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്താ പറഞ്ഞത്? whether the auditor is of the opinion that auditor ഇപ്രകാരമാണ് അഭിപ്രായം, എന്താ? no material uncertainty exists. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്ററിന് എന്താ അഭിപ്രായം പറയുന്നത്? no material uncertainty exist ചെയ്യുന്നില്ല. എന്തുമായി ബന്ധപ്പെട്ട്?
as on the date of audit report. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന അപ്പൊ ഞാൻ ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന നോക്കണ സമയത്ത് ക്ലിയർ ആണല്ലേ, മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ എന്തൊക്കെ ഞാൻ ഒന്നുകൂടി പറയണ്ട, എന്തിന്റെ അടിസ്ഥാനത്തിലാ ഞാൻ നോക്കിയിട്ടുള്ള ഫിനാൻഷ്യൽ റേഷ്യോസിന്റെ അടിസ്ഥാനത്തിൽ, ഞാൻ നോക്കിയിട്ടുള്ള ഏജിംഗ് ഷെഡ്യൂളിന്റെ അടിസ്ഥാനത്തിൽ, എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഫിനാൻഷ്യൽ എന്താ ഓൺ ദ ബേസിസ് ഓഫ് എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് റിയലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്, on the basis of expected date of payment of financial liability, on the basis of other information contained in the financial statements, on the basis of my knowledge regarding the management and bureau data plans, ഞാൻ എന്താ പറയുന്നത്, ഓഡിറ്റ് റിപ്പോർട്ട് ഡേറ്റിനെ നോക്കുന്ന സമയത്ത് no material uncertainty exists. ഏതുമായി ബന്ധപ്പെട്ട that the company is capable of meeting its liabilities existing at the date of balance sheet. Balance sheet date ന് exist ചെയ്യുന്ന liability meet ചെയ്യാനുള്ള capabilityയില് uncertainty exist ചെയ്യുന്നില്ല. Clear ആണല്ലേ? അപ്പൊ no material uncertainty exists അല്ലേ with regard to the capability of the company for the payment of liability that exists on the balance sheet date and as and when they fall due within the period of 1 year. ഒരു വർഷത്തിനുള്ളില് payable ആയിട്ടുള്ള liability from the balance sheet date. Balance sheet date ന് ഒരു വർഷത്തിനുള്ളിൽ payable ആയിട്ടുള്ള liability അത് മീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയില് അൺസർട്ടനിറ്റി ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യണം. അതാണ് ഈ ക്ലോസിൽ പറയുന്നത്. ക്ലിയർ ആണല്ലേ? സോ ഓൺ ദ ബേസിസ് ഓഫ് എന്താ ഓഡിറ്റ് ചെയ്യേണ്ടത്? ഓൺ ദ ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ റേഷ്യോസ്, ഓൺ ദ ബേസിസ് ഓഫ് ഏജിംഗ് ഷെഡ്യൂൾ ഓഫ് റിസീവേഴ്സ്, ഓൺ ദ ബേസിസ് ഓഫ് ദ എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഫിനാൻഷ്യൽ realization of financial assets, on the basis of the expected payment date of payment of financial liability, on the basis of other information contained in the financial statements, on the basis of the management knowledge of my knowledge of management plans and board of directors plans, the auditor should report whether any material uncertainty exists regarding the entity's capability to meet its liability that falls due within 1 year from the date of balance sheet date. ഇത് ക്ലിയർ ആയല്ലേ? ഇതാണ് ഓഡിറ്റർ എന്ത് ചെയ്യേണ്ടത്, റിപ്പോർട്ട് ചെയ്യണം. പറ്റുമെങ്കിൽ അതേപടി പഠിക്കാൻ ശ്രമിക്കുക. സോ ഈ പോയിന്റ് എന്താ, മെറ്റീരിയൽ അൺസർട്ടനിറ്റി 19th പോയിന്റ്. അപ്പൊ 9 പോയിന്റ് അല്ലെ, ഈ ഘട്ടത്തിൽ 4 പോയിന്റ് പഠിച്ചു. ഏതൊക്കെയാ? 16 NBFC, 17 ക്യാഷ് ലോസസ്, 18 റെസിഗ്നേഷൻ, 19 മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിഗാർഡിംഗ് പേയ്മെന്റ് ആൻഡ് ഫൈനലി നമുക്ക് 20ാമതിലേക്ക് പോകാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. സോ മൂവിംഗ് ടു 20th point. Moving to the 20th point. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളാം, ഞാൻ 21 പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. പക്ഷെ 20 പോയിന്റ് ജനറലി എല്ലാവർക്കും അപ്ലിക്കബിൾ ആവുള്ളൂ. 21ാമത്തെ പോയിന്റ് സ്പെഷ്യൽ കേസ് ആണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പഠിക്കേണ്ടത് 20 പോയിന്റ് ആണ് എല്ലാ കമ്പനീസ് വരിക. 21ാമത്തെ സ്പെഷ്യൽ കേസ് ആണ് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ അതാ ഞാൻ 5 വെച്ചിട്ട് പോകുന്നത്. ഇത് ക്ലിയർ ആവില്ലേ? സോ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി 20ാമത്തെ പോയിന്റ് കേട്ടോ. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി 20th പോയിന്റ് ആണ്. സോ വാട്ട് ഈസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? It is the company's obligation to make some contribution to the social development. That's corporate social responsibility. In Companies Act എന്ന് പറയുന്നുണ്ട്, if a company in the preceding year has net worth of 500 crore, അല്ലെങ്കിൽ turnover of 1000 crore or net profit of 5 crore ഉള്ള കമ്പനീസ് എന്ത് ചെയ്യണം? സെക്ഷൻ 135 പ്രകാരം അല്ലെ, സെക്ഷൻ 135 പ്രകാരം അവരുടെ 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റിന്റെ 2% എങ്കിലും ഫോർ ദ പർപ്പസ് ഓഫ് CSR മാറ്റിവെക്കണം. ക്ലിയർ ആവുന്നല്ലോ അല്ലെ? സെക്ഷൻ 135 ആ ഡീൽ ചെയ്യണത്. അപ്പൊ പ്രിസീഡിംഗ് ഇയറിൽ നെറ്റ്വർത്ത് 500 കോടിയോ ടേൺ ഓവർ 1000 കോടിയോ നെറ്റ് പ്രോഫിറ്റ് 5 കോടിയോ ഉള്ള ആൾക്കാർ കമ്പനീസ് എന്ത് ചെയ്യണം? അവരെ 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റിന്റെ 2% എങ്കിലും അല്ലെ, ക്ലിയർ ആവുന്നുണ്ട് അല്ലെ? 135 പ്രകാരം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസിന് മാറ്റിവെക്കണം. അതുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് 135 പറയണം. 135(5) ഉണ്ട്, 135(6). അങ്ങനെ 2 കാര്യങ്ങളാണ് പറയണം കേട്ടോ. 5 ഉണ്ട്, 6 ഉണ്ട്. എന്തായാലും പറയണം നോക്കാം. ആദ്യം നമുക്ക് 5 നോക്കാം, അത് കഴിഞ്ഞിട്ട് 6ലേക്ക് പോവാം കേട്ടോ. സബ്സെക്ഷൻ 135 സബ്സെക്ഷൻ 5 ഓഫ് 135 നമുക്ക് നോക്കാം എന്താ പറയണം നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തുതരാം. നമുക്ക് 2 രീതിയായിട്ട് തരംതിരിക്കാം. പർപ്പസ് ഓഫ് എന്തിനു വേണ്ടിയിട്ടാ? അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാ. 2 രീതിയിലുള്ള പ്രൊജക്റ്റ് ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ഓൺ ഗോയിങ് പ്രൊജക്ട്. എന്താ ഓൺ ഗോയിങ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്, അത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും.
other than ongoing project. Other than ongoing project. ഞാൻ നീക്കി വെച്ചിട്ടുണ്ട് എമൗണ്ട്, പക്ഷെ 1-2 വർഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷമൊക്കെ അത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഓൺഗോയിങ് പ്രൊജക്റ്റിലേക്ക് നീക്കി വെച്ച എമൗണ്ട് അതർ ദാൻ ഓൺഗോയിങ് പ്രൊജക്റ്റിലേക്ക് നീക്കി വെച്ച എമൗണ്ട്, രണ്ട് രീതിയിലാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ നോക്കാം. In respect of other than ongoing project, അതാണ് section 5 subsection 5 or section 135 പറയണ്ട. So 135 പ്രകാരം other than ongoing project. അപ്പൊ ഇപ്പോഴും ആ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കൺസ്ട്രക്ഷൻ ഓഫ് എന്താ റോഡ് ആയിരിക്കാം, ബ്രിഡ്ജ് ആയിരിക്കാം, എഡ്യൂക്കേഷൻ ആയിരിക്കാം, പോവർട്ടി എറാഡിക്കേഷൻ ആയിരിക്കാം, വാട്ട് ഞാൻ പറഞ്ഞു മനസ്സിലാവില്ലേ? സോ അതർ ദാൻ ഓൺഗോയിങ് പ്രോജക്റ്റിലേക്ക് നമ്മൾ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് എങ്കിൽ സെക്ഷൻ 135 സബ്സെക്ഷൻ 5 ദ കമ്പനി ഹാസ് ട്രാൻസ്ഫേർഡ് unspent amount to, so in respect of other than ongoing project, അപ്പൊ നമ്മൾ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ ചെലവാക്കിയിട്ടില്ല. So the company has, എന്താ ഓഡിറ്റർ നോക്കണ്ട, whether the company has transferred the unspent amount to a fund specified in the schedule 7 to the company's act. Schedule 7 പറയുന്ന ഫണ്ടിലേക്ക് ആ ചെലവാക്കാത്ത എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്ന് ഓഡിറ്റർ പരിശോധിക്കണം. സോ ഇൻ ദ കേസ് ഓഫ് അതർ ദാൻ ഓൺഗോയിങ് പ്രൊജക്ട്, ഇപ്പൊ പരിപാടി തുടങ്ങിയിട്ടില്ല, ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ ഞാൻ നീക്കി വെച്ച എമൗണ്ട്, ദ എമൗണ്ട് അൺസ്പെൻഡ് എന്ന് തന്നെ പറയാം അല്ലെ, കാരണം ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഓൺഗോയിങ് പ്രൊജക്ട് അല്ല. ദ എമൗണ്ട് അൺസ്പെൻഡ്, the auditor should think whether the amount unspent has been transferred to a fund which is specified in the schedule 7 of the company's act. എത്ര ദിവസത്തിനുള്ളിലാ? within a period of 6 months from the expiry of the financial year. ആ ഫിനാൻഷ്യൽ കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ, അപ്പൊ ഏത് ഫിനാൻഷ്യലിന്റെ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്, ആ ഫിനാൻഷ്യൽ കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ സ്പെസിഫിക് ഫണ്ടിൽ ഷെഡ്യൂൾ 7 പറയുന്ന ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്ന് ഓഡിറ്റർ പരിശോധിക്കണം. അതാണ് സെക്ഷൻ 135 subsection 5 പറയുന്നത്. So in the case of other than ongoing project, the unspent amount, whether the company has transferred the unspent amount to a fund which is specified in the schedule 7 of the company's act. Clear ആണല്ലേ? ഇനി within 6 months from the expiry of the financial year. ഇനി ഓൺഗോയിങ് പ്രൊജക്ട് ആണെങ്കിൽ, അപ്പൊ ഓൺഗോയിങ് പ്രൊജക്ട് ഉണ്ട്, അതൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അൺസ്പെൻഡ് ആയിട്ട് കിടക്കുന്ന എമൗണ്ട് ഉണ്ടാവും അല്ലെ. ഒരു 10 ലക്ഷം മാറ്റി വെച്ചു, അല്ലെങ്കിൽ 5 ലക്ഷം ചെലവാക്കിയിട്ട് ബാക്കി 5 ലക്ഷം ചെലവാക്കാതെ കിടക്കുന്നുണ്ട്. Whether any amount remaining unspent, clear ആണല്ലേ, in the case of ongoing project has been transferred to a special account, and a special accountലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? കാരണം അത് ആ പ്രൊജക്ടിന് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആ സ്പെഷ്യൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ in accordance with 135 subsection 6. So any amount unspent in the case of an ongoing project is transferred to a special account as per section 135 subsection 6. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് 20th ക്ലോസിൽ പറയുന്ന CSRുമായി ബന്ധപ്പെട്ട. അപ്പൊ ഏതൊക്കെ രണ്ടെണ്ണം? ഒന്ന് അതർ ദാൻ ഓൺഗോയിങ് പ്രൊജക്ട് ആണെങ്കിൽ അൺസ്പെൻഡ് എമൗണ്ട് ഷെഡ്യൂൾ 7 പറയുന്ന സ്പെഷ്യൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ വിത്തിൻ 6 months from the expiry of the financial year. ഇനി ഓൺഗോയിങ് പ്രൊജക്ട് അൺസ്പെൻഡ് ആയിട്ട് എമൗണ്ട് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ആസ് പെർ സെക്ഷൻ 135 സബ്സെക്ഷൻ 6. അപ്പൊ ഇതോട് കൂടിയിട്ട് 20 ക്ലോസസും ജനറലി അപ്ലിക്കബിൾ ആയിട്ടുള്ള 20 ക്ലോസസും അവസാനിച്ചു. അപ്പൊ ഏതൊക്കെയാന്ന് പറഞ്ഞു നോക്കല്ലേ? ആദ്യത്തെ 5 എണ്ണം ഏതൊക്കെയാ? ക്ലോസ് 1 PPE intangible asset, 2 inventory, 3 loans and advances guarantee security, 4 അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ 185 186, 5 public deposit, 6 cost account record, 7 statutory dues, 8 എട്ടാമത്തെ എന്തായിരുന്നു? loans given അല്ലെ, 8 sorry unrecorded income, 9 loans taken from banks, financial institution, debenture, 10 public issue അല്ലെങ്കിൽ further public offer അല്ലെ, then preferential allotment വഴി എടുത്തിട്ടില്ല, അപ്പൊ 12. 11 എന്തായിരുന്നു? 11th reporting of fraud, 12 നിധി, 13 related party അല്ലെ, 14 14ാമത്തെ എന്തായിരുന്നു? internal audit system, 15 non cash transactions with the directors, 16 NBFC, 17 cash losses അല്ലെ, then 18 resignation, 19 net uncertainty with regard to repayment, 20 CSR ആക്ടിവിറ്റി. ഇതേ ഓർഡറിൽ തന്നെ എന്ത് ചെയ്യണം? പഠിച്ചുകൊണ്ടിട്ട് 20 ക്ലോസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 21ാമത്തെ ക്ലോസ് എന്താ നോക്കണതിന് മുമ്പ് നമുക്ക് ബേസിക് ആയിട്ടൊരു കാര്യം നോക്കിയിട്ട് തിരിച്ചു വരാം. 21ാമത്തെ ക്ലോസിലേക്ക് പോവാം. അപ്പൊ ഞാൻ 21ാമത്തെ ക്ലോസിലേക്ക് പോവല്ലേ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോവല്ലേ? ശ്രദ്ധിച്ചോളോ, എന്താ 21ാമത്തെ ക്ലോസിലേക്ക് ആദ്യം വായിക്കേണ്ടത് നോക്കാം കേട്ടോ. അതും ട്രൂ ഓർ ഫോൾസുമായി ബന്ധപ്പെട്ട് വരാവുന്ന ഒരു ഭാഗമാണ്. ശ്രദ്ധിച്ചോളോ, നമ്മൾ നോട്ട്സ് പറഞ്ഞൊരു ഭാഗം വായിച്ചിരുന്നു. ഈ ക്ലോസസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നോട്ട്സ് അതിൽ 5th പോയിന്റ് എടുക്കുക. നമ്മൾ നോട്ട്സ് പറഞ്ഞൊരു ഭാഗം വായിച്ചു. അതിൽ 6th പോയിന്റ് ആണ് ബ്രാഞ്ചിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. അതിൽ 5th പോയിന്റ് എടുക്കുക, കൺസോളിഡേറ്റഡ് എഫ്എസ്.
consolidated financial statements. Holding company ആണ് രണ്ട് തരത്തിലുള്ള financial statement ഉണ്ടാവും. Standalone financial statement of that company and consolidated financial statement including the figures of subsidiary company. അപ്പൊ consolidated financial statement Caro applicable ആണോ അല്ലേ എന്നാണ് question. True or false ആയിട്ട് ചോദിക്കാം കേട്ടോ. അപ്പൊ എന്താ the limits for applicability of Caro. അപ്പൊ വീണ്ടും പറയുന്നു ആ ലിമിറ്റ് ടേൺ ഓവർ ആ സാധനമാണ് പറയുന്നത് കേട്ടോ. Should be computed on the basis of standalone financial statements of the holding and subsidiary companies, not separately but not on the basis of consolidated. അപ്പോൾ holding company ഉണ്ടെന്ന് വിചാരിക്കാം, ക്ലിയർ ആണല്ലേ? holding company ഉണ്ടെന്ന് വിചാരിക്കാം, subsidiary company ഉണ്ടെന്ന് വിചാരിക്കാം. ബ്രാൻഡ് ഒക്കെയാണ് നമ്മൾ കൺസോളിഡേറ്റഡ് എടുക്കാനാ പറഞ്ഞത്. പക്ഷെ ഹോൾഡിംഗ് സബ്സിഡറി റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടല്ല ആ ലിമിറ്റ്. ലിമിറ്റ് പ്രൈവറ്റ് കമ്പനി അതർ ദാൻ ഹോൾഡിംഗ് ഓർ സബ്സിഡറി ഓഫ് എ പബ്ലിക് കമ്പനി വരെ അല്ലെ, ആ ലിമിറ്റ് കൺസിഡർ ചെയ്യുക, മറിച്ച് ഇൻഡിവിജ്വലി നമുക്ക് എടുക്കണം. ക്ലിയർ ആണല്ലേ? സ്റ്റാൻഡേർഡ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ കൺസോളിഡേറ്റഡ് അല്ല, അതിന് കാരോ അപ്ലിക്കബിൾ. അപ്പൊ ഹോൾഡിംഗ് കമ്പനിക്ക് കാരോ അപ്ലിക്കബിൾ ആയിട്ട് സബ്സിഡറി കമ്പനിക്ക് അപ്ലിക്കബിൾ ആവണമെന്നില്ല. ആ ലിമിറ്റ് എന്ത് ചെയ്യണം, എടുക്കണം. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടല്ല. ഇനി അപ്പൊ ഇത് ട്രൂ ഓർ ഫോൾസ് ആയിട്ട് ചോദിക്കാം. The limits applicability of Caro not on consolidated financial statements but based on standalone financial statement. രണ്ടാമത്തെ Caro 2020 reporting shall not apply to auditors report on consolidated financial statement. Again true or false ആയിട്ട് ചോദിക്കാം. Consolidated financial statements ന്റെ മോള് ഓഡിറ്റ് റിപ്പോർട്ടിലെ Caro applicable അല്ല. Consolidated financial statements ന്റെ റിപ്പോർട്ടിന്റെ മോള് Caro applicable അല്ല. Except clause 21 അവിടേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പൊ ക്ലോസ് 21 മാത്രമേ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കാരോയിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. 20 ക്ലോസസും അപ്ലിക്കബിൾ അല്ല. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, കാരോ ഈസ് അപ്ലിക്കബിൾ ടു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ എന്ത് എഴുതും? വളരെ കൺഫ്യൂഷൻ വരും. സാർ അത് എസ് എഴുതണോ? എസ് എഴുതി കഴിഞ്ഞാൽ ക്ലോസ് 21 അപ്ലിക്കബിൾ ആണോ? അപ്പൊ എസ് എഴുതണോ അതോ നോ എഴുതണോ? കൺഫ്യൂഷൻ വരാം. നോ എന്ന് തന്നെയാണ് ഉത്തരം കേട്ടോ. Not applicable except പിന്നെ നമുക്ക് എക്സെപ്ഷൻ എഴുതിയിട്ട് except clause 21. So consolidated financial statements ന് Caro applicable അല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ്ലി ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിനെ സെപ്പറേറ്റ്ലി ആണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനി ക്ലോസ് 21 ഒഴിച്ചിട്ട് ബാക്കി 20 ക്ലോസസും അപ്ലിക്കബിൾ അല്ല. അപ്പൊ നേരെ ഞാൻ ക്ലോസ് 21ലേക്ക് പോട്ടെ. യെസ്, നേരെ ആ ക്ലോസ് നമുക്ക് 21st ക്ലോസിലേക്ക് പോവാം. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ക്ലോസ് 21ലേക്ക് പോവാം. 21st ക്ലോസ് അല്ലെ, ശ്രദ്ധിച്ചോളൂ. ഏതാ ഇതാ കിടക്കുന്നു. എന്താ? There have been any qualifications on adverse remarks by the respective auditors, okay, by the respective auditors of the companies included in the consolidated financial statement. അർത്ഥം വരാം, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്പനി. അപ്പൊ ഹോൾഡിംഗ് കമ്പനിയും വരാം, പിന്നെ സബ്സിഡറി കമ്പനിയും വരാം. അത് എത്ര ലെയർ വെച്ചാൽ അത്രയും സബ്സിഡറി കമ്പനിയും വരാം, ആണോ അല്ലേ? അപ്പൊ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെട്ടിട്ടുള്ള, ക്ലിയർ ആണല്ലേ, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്പനീസിന്റെ, ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടല്ലോ, ഒന്നുകൂടി പറയാം. Of the companies included in the consolidated financial statements, consolidated financial statements ഉൾപ്പെട്ടിട്ടുള്ള കമ്പനിയുടെ കാരോല് വല്ല അഡ്വേഴ്സ് റിമാർക്സോ ക്വാളിഫിക്കേഷനോ ഉണ്ട് എങ്കിൽ, വല്ല അഡ്വേഴ്സ് റിമാർക്സോ ക്വാളിഫിക്കേഷനോ ഉണ്ടെങ്കിൽ, ഒന്നുകൂടി പറയും കേട്ടോ, whether there have been any qualification or adverse remarks by the respective auditors, ആ കമ്പനിയുടെ റെസ്പെക്റ്റീവ് ഓഡിറ്റേഴ്സ് എവിടെയാ? ഇൻ ദ കാരോ. അപ്പൊ ഹോൾഡിംഗ് കമ്പനി, ഫോർ എക്സാമ്പിൾ ഹോൾഡിംഗ് കമ്പനിക്ക് കാരോ അപ്ലിക്കബിൾ ആണ്. സബ്സിഡറി 1, സബ്സിഡറി 2, സബ്സിഡറി 3. സബ്സിഡറി 1 കാരോ അപ്ലിക്കബിൾ അല്ല, സബ്സിഡറി 2 കാരോ അപ്ലിക്കബിൾ ആണ്, സബ്സിഡറി 3 കാരോ അപ്ലിക്കബിൾ ആണ്. അപ്പൊ ഇതിൽ ഏതിലെങ്കിലും ഒന്നില്, ഓക്കെ, ഇതില് ഏതിലെങ്കിലും ഒന്നില് ഞാൻ പറയാൻ ശ്രദ്ധിച്ചോളോ, ഈ കാരോ ഏതിലെങ്കിലും ഒരു കാരോലോ അല്ലെങ്കിൽ ഈ കാരോ ഏതിലെങ്കിലും ഒന്നിലും മൊത്തത്തിൽ എങ്ങനെ വേണമെങ്കിൽ ഏതെങ്കിലും അഡ്വേഴ്സ് റിമാർക്സോ എന്താ ക്വാളിഫിക്കേഷനോ അതാത് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ക്ലിയർ ആവില്ലേ? അപ്പൊ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉൾപ്പെട്ടിട്ട് കമ്പനി, ഹോൾഡിംഗ് കമ്പനി ആവാം, സബ്സിഡറി കമ്പനി ആവാം, അതില് അതാത് ഓഡിറ്റേഴ്സ് അതാത് കമ്പനിയുടെ കാരോയിൽ വല്ല അഡ്വേഴ്സ് റിമാർക്സോ ക്വാളിഫിക്കേഷനോ കൊടുത്തിട്ടുണ്ടെങ്കിൽ indicate the details of companies and paragraph number of Caro.
ഏത് കമ്പനിയാണ് അത് ഹോൾഡിംഗ് കമ്പനിയുടെയാണോ, സബ്സിഡറി ഏത് സബ്സിഡറി കമ്പനി 1 ആണോ സബ്സിഡറി കമ്പനി 2 ആണോ, ഏത് കമ്പനിയിലാണ് അങ്ങനെ അഡ്വേഴ്സ് റിമാർക്ക് കൊടുത്തിട്ടുള്ളത്, അത് ഏത് പാരഗ്രാഫ് ഏത് ക്ലോസിലാണ് ആ കാരോ അഡ്വേഴ്സ് റിമാർക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യണം, അത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണിക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നല്ലേ, അത് മാത്രമേ കാരോ ആയിട്ട് വരുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നല്ലേ. സോ if the respective auditors of the holding company or subsidiary companies has included any adverse or qualified remark in their respective CAROs, then CFS prepare ചെയ്യുന്ന സമയത്ത് CFS ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഏത് കമ്പനിയിലാണ് ക്വാളിഫൈഡ് റിമാർക്ക് പെട്ടിട്ടുള്ളത്, അതിൽ ഏത് ക്ലോസിലാണ് ക്വാളിഫൈഡ് റിമാർക്ക് പെട്ടിട്ടുള്ളത്, അത് CFS ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്ത് ചെയ്യണം, കാണിച്ചിരിക്കണം. അതാണ് clause 21. Only one clause related to consolidated financial statement. ഇത് ക്ലിയർ ആയോ? സോ ഇതോടുകൂടി 21 ക്ലോസസും അവസാനിച്ചു. ഞാൻ പറഞ്ഞു 5 വെച്ച് പഠിച്ച് റിവൈസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ പോവാനായിട്ട്. ചിലപ്പോ ചില എക്സാമിന് 2 ക്ലോസസ് ചോദിക്കാം, ചില എക്സാമിന് 1 ക്ലോസ് ആയിട്ടേ ചോദിക്കാറുള്ളൂ. അപ്പൊ കാരോ പെർഫെക്റ്റ് ആയാലോ. സോ ബിഫോർ വൈൻഡിങ് ഓഫ് ദ കാരോ ഒരു കാര്യം കൂടി പഠിക്കാം, പാരഗ്രാഫ് 4 കൂടി പഠിക്കാം. 1, 2, 3 പഠിച്ചോളൂ. 4 എന്താ പറയണം നോക്കാം. പാരഗ്രാഫ് 4 കൂടി പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. സോ ഫോർത്ത് പാരഗ്രാഫ് 4 നമുക്കൊന്ന് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്താ ഇവിടെ എഴുതിയിട്ടുള്ളത്, അൺഫേവറബിൾ ഓർ ക്വാളിഫൈഡ് റിമാർക്സ്. എന്തായാലും പറയാൻ നോക്കാം. The reporting, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ, ഞാൻ തുടക്കം തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. The reporting under the above matters is mandatory. കാരണം ഇതൊരു ഓർഡർ ആണ്, മാൻഡേറ്ററി ആണ്. മീൻസ് whether it is positive or negative the auditor must comment. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമില്ലേ, അതാണ് പാരഗ്രാഫ് 4 പറയുന്നത്. Where the response obtained from the above matters is negative, the auditor shall state reasons. അത് ഓൾറെഡി പല സ്ഥലത്തും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. If not, I provide the details. If not, report in the following manner. So if the response obtained is negative, the auditor should state the reasons. Where the auditor is unable to express any opinion, അങ്ങനെ സംഭവിക്കാം. എനിക്ക് റീസൺസ് കൊടുക്കാൻ പറ്റുന്നില്ല, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ തിരിച്ചറിയാൻ പറ്റുന്നില്ല, എവിഡൻസസ് കിട്ടിയില്ല. സോ ഈസ് അൺഎബിൾ ടു എക്സ്പ്രസ് എനി ഒപ്പീനിയൻ in any specified matter, he shall indicate in his report, shall indicate such fact together with reasons why is not possible to your opinion. അപ്പൊ എനിക്കിത് ഇന്ന കാര്യമായി ചെക്ക് ചെയ്തു എന്നും അതിന് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടിയിട്ടില്ല എന്നും അക്കാരണത്താൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന റീസൺ അടക്കം ഓഡിറ്റർ പറഞ്ഞിരിക്കുന്നത്. അതാണ് പാരഗ്രാഫ് 4 കേട്ടോ. സോ റിപ്പോർട്ടിംഗ് അണ്ടർ പാരഗ്രാഫ് കാരോ അല്ലെ ഈസ് മാൻഡേറ്ററി. വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ദ ഓഡിറ്റർ ഷുഡ് റിപ്പോർട്ട് അല്ലെ. റെസ്പോൺസ് ഒബ്റ്റെയിൻഡ് ഈസ് നെഗറ്റീവ് and the reason for constituted. If the auditor is unable to express any opinion, sufficient appropriate auditor is criteria. So you should state the fact that with the reasons that why it is not possible to give report on the opinion of the same. ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ ഇതോടുകൂടി ഖതം അല്ലെ കാരോ 2020 അവസാനിച്ചു. Applicability, not applicability, 21 points.